ഓം ശ്രീമാത്രേ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. എല്ലാവർക്കും ശ്രീമാത്രേ നമഃ. ലളിതാ സഹസ്രനാമം എന്ന് പറയുന്ന അതിദിവ്യമായിരിക്കുന്ന വൈശന്യാദി വാഗ്ദേവതകളാൽ രചിക്കപ്പെട്ട 1000 മുത്തുക്കള് അതിന്റെ അർത്ഥതലങ്ങളിലൂടെ അറിയാവുന്ന രീതിയിൽ, വളരെ ചെറിയ രീതിയിൽ, കാരണം അമ്മയെ അറിയാൻ ആർക്കും സാധ്യമല്ല, നമുക്കറിയാം അല്ലേ. അപ്പൊ നമ്മള് അമ്മയോട് എന്താ പ്രാർത്ഥിക്കുന്നത്? കാരണം നമ്മള് കാളിയായിരിക്കുന്ന ദേവി ഇല്ലേ, നമ്മള് ദശമഹാവിദ്യകളായിരിക്കുന്ന ദേവി എല്ലാം നമ്മൾ കണ്ടു. ഇപ്പൊ നമ്മൾ പറയണു അമ്മയുടെ പാദത്തിൽ ഒരു കാര്യം മാത്രമേ ഉള്ളൂ: കാളി കാളി മഹാകാളി ഭദ്രകാളി നമോസ്തുതേ കുലം ച കുലധർമ്മം ച മാം ച പാലയ പാലയ. എന്റെ കുലധർമ്മം ഒരു ഉപാസകനെ സംബന്ധിച്ച് അവന്റെ കുലത്തെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. കുലം എന്ന് പറഞ്ഞാൽ നട്ടല്ലെന്നുള്ള അർത്ഥമുണ്ട്. സുഷുമ്ന നാഡി, ഇട പിങ്കള ചേർന്ന് ഇരിക്കുന്ന ആ ഒരു കുലത്തിലൂടെ സഞ്ചരിക്കുന്ന ദേവി, അവനവന്റെ കുലരൂപിണിയായിരിക്കുന്ന കുലബിദ്ധമായിട്ടുള്ള കുലത്തിലൂടെ സഞ്ചരിക്കുന്ന ആ ലളിതാ മഹാത്രിപുര സുന്ദരിയെ അറിയുക, അത് ഞാനാണ്, തന്റെ ആത്മസ്വരൂപമായിട്ട് അറിയുക എന്നുള്ളതാണ് ഏതൊരു ശ്രീവിദ്യ ഉപാസകന്റെയും പരമമായിരിക്കുന്ന ലക്ഷ്യം. അതുകൊണ്ട് തന്നെ ദേവിയെ നമ്മൾ എല്ലാത്തിലും കാണണം. നാം പറഞ്ഞു അഖണ്ഡാകാര വൃത്തി എന്ന് പറയുന്ന ഈ പ്രപഞ്ചത്തിലിരിക്കുന്ന എല്ലാം, തൂണിലും തുരുമ്പിലും ചേതനങ്ങളിലും അചേതനങ്ങളിലും എല്ലാം അമ്മയെ കാണുക എന്നതാണ് ഒരു ഉപാസകന്റെ ഏറ്റവും വലിയ ഉയർന്ന തലം എന്ന് പറയുന്നത്. അപ്പോ അവനവന്റെ കുലത്തെ രക്ഷിക്കാൻ, ഇനി കാളിയോട് നമുക്ക് കാലത്തെ അതിക്രമിച്ച് നിൽക്കുന്നവളാണ് ദേവി. കുലം എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ആ ഒരു ഒരു ബോണ്ടേജ് എന്നൊക്കെ പറയാം. 7 തലമുറയെ വേണമെങ്കിലും നമുക്ക് ബന്ധപ്പെടുത്തി പറയാമെങ്കിലും കുലം എന്ന് പറഞ്ഞാൽ, കുലധർമ്മം എന്ന് പറഞ്ഞാൽ അവനവനെ അറിയുക എന്നത് തന്നെയാണ് പ്രാധാന്യമായിട്ട് നമ്മൾ ഒരു ശ്രീവിദ്യ, അമ്മയെ അറിയുന്ന ഒരു ശക്തി ഉപാസകനെ സംബന്ധിച്ച് ഏറ്റവും ഉയർന്ന തലം. അതുകൊണ്ട് തന്നെ ദേവിയെ ഓം സർവ ചൈതന്യ രൂപാം താം ആദ്യാം ദേവീച ധീമഹി ബുദ്ധിമിയാന പ്രചോദയാതെന്ന് പറയുന്നത്. എല്ലാത്തിലും സർവ ചൈതന്യ രൂപാം താം ആദ്യാം ദേവീച ധീമഹി, എന്റെ ബുദ്ധിയെ പ്രചോദിതമായ ബുദ്ധി കൊണ്ട് മാത്രമേ എനിക്ക് എല്ലാത്തിലും അമ്മയുടെ ചൈതന്യത്തെ, എല്ലാം ചൈതന്യ സ്വരൂപമായിരിക്കണ എല്ലാം അമ്മയാണെന്നുള്ള തിരിച്ചറിവ് ഉണ്ടാവുള്ളൂ അല്ലെ. അപ്പൊ നമുക്ക് ദേവിയോട് ആ ഒരു എന്താ പറയാ പ്രാർത്ഥന നമുക്കും വെക്കണം. കാരണം കാത്യായനി മഹാമായേ ഭവാനി ഭുവനേശ്വരി സംസാര സാഗരേ മഗ്നം മാമുത്തര കൃപാമയി ബ്രഹ്മ വിഷ്ണു ശിവാരാധ്യേ പ്രസീത ജഗദംബികെ മനോ അഭിലഷിതം ദേവി വരം ദേഹി നമോസ്തുതേ. നമുക്ക് എന്താണ് ഒരു വരം ചോദിക്കേണ്ട അമ്മയോട്? ബ്രഹ്മ വിഷ്ണു ശിവാരാധ്യേ, ഈ 3 പേരാൽ ബ്രഹ്മവിഷ്ണു രുദ്രന്മാരാൽ ആരാധിക്കപ്പെടുന്ന അല്ലയോ ജഗദംബിയായിരിക്കുന്ന അമ്മേ, മഹാമായേ അല്ലെ, ഭവാനി ഭുവനേശ്വരി, അമ്മയുടെ പ്രധാനപ്പെട്ട നാമങ്ങളായി പറയുന്ന കാത്യായനി മഹാമായേ ഭവാനി ഭുവനേശ്വരി എല്ലാം അമ്മയുടെ വളരെ വളരെ ഈ സംസാര സാഗരേ മഗ്നത്തിൽ കിടക്കുന്ന നമ്മളെ പോലുള്ളവർക്കെല്ലാം മുക്തി കൊടുക്കുന്ന നാമങ്ങളാണ്. മാം സമുദ്ധര കൃപാമയി, എന്നെ ഇതിന്ന് ഉദ്ധരിക്കൂ അമ്മേ. ഇനിയും വീണ്ടും വീണ്ടും ഈ സംസാര സാഗരത്തിൽ വീഴാതെ, അമ്മയല്ലാതെ എനിക്ക് വേറെ ആരുമില്ല, അമ്മ എന്നെ രക്ഷിക്കണം എന്നുള്ള ആ ഒരു എന്താ പറയാ ക്ഷമാപണം, അല്ലെങ്കിൽ ഒരു നമ്മുടെ നിവേദനം എന്നൊക്കെ പറയാം. അമ്മയുടെ പാദത്തിൽ വെച്ചുകൊണ്ട് നമുക്ക് ഈ ലളിതാ സഹസ്രനാമത്തെ തുടങ്ങാം. നമ്മളിത് ലളിതാ സഹസ്രനാമത്തെ 14 അധ്യായങ്ങളായിട്ട് തിരിച്ച് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഓരോ അധ്യായത്തിന്റെ സംഗ്രഹം പറഞ്ഞ് അതിനുശേഷം നാമങ്ങളിലൂടെയാണ് ഇപ്പൊ നമ്മൾ കടന്നു പൊയ്ക്കൊണ്ടിരിക്കുന്നത്. 14 അധ്യായം എന്ന് പറയുന്ന 1 മാതൃ അവതാരം, 2ാമത്തത് ശ്രീമൻ നഗരം, 3 ഭണ്ഡാസുര വധം, 4 മന്ത്രസ്വരൂപം, 5 കുണ്ടലിനി സ്വരൂപം, 6 ഭക്ത അനുഗ്രഹം, 7 നിർഗുണ സ്വരൂപം, 8 സഗുണോപാസന, 9 പഞ്ചബ്രഹ്മസ്വരൂപം, 10 ക്ഷേത്രജ്ഞ രൂപം, 11 പീഠാനി അംഗദേവത, 12 യോഗിനി ന്യാസം, 13 വിഭൂതി വിസ്താര മാർഗ സാമരസ്യം, 14 ശിവശക്തി ഐക്യരൂപം. ഇതിൽ നമ്മൾ 9 എണ്ണം കഴിഞ്ഞു. ഇപ്പോ 9 അധ്യായങ്ങള് എന്താ പറയാ ദേവിയുടെ പൂർണ്ണ അനുഗ്രഹം കൊണ്ട്, ദേവിയുടെ അനുഗ്രഹം ഇല്ലാതെ അമ്മയുടെ ഒരു വാക്കുപോലും നമുക്ക് പറയാൻ സാധ്യമല്ല. ഇത് പൂർണ്ണമായിരിക്കുന്ന അമ്മ സാക്ഷാൽ ലളിതാംബികയായിരിക്കണ ഭരദേവതയുടെ അനുഗ്രഹം കൊണ്ട്, നമ്മുടെ എല്ലാ ഹൃദയത്തിൽ വസിക്കുന്ന ആ ഒരു കരുണാമയിയായിരിക്കുന്ന ദേവിയുടെ അനുഗ്രഹം കൊണ്ട് നമുക്ക് ഇത്രയും പൂർത്തീകരിക്കാൻ പറ്റി. വളരെ വളരെ പ്രധാനപ്പെട്ട അടുത്ത അധ്യായത്തിലോട്ട് ദേവി ആരാണ്,
ദേവി എങ്ങനെയാണ് ഒരു ശരീരവും ദേഹവും ദേഹിയും തമ്മിലുള്ള ബന്ധം, ശരീരവും ആത്മാവും തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കി തരുന്ന ഏറ്റവും ഉയർന്ന അധ്യായമായിരിക്കുന്ന 10ാമത്തെ അധ്യായത്തിലോട്ട് പ്രവേശിക്കുകയാണ് നമ്മൾ. ആ ഒരു ക്ഷേത്രജ്ഞ സ്വരൂപം അത് കേൾക്കുമ്പോൾ തന്നെ അറിയാമില്ലേ, നമ്മള് ഭഗവത്ഗീതയില് ക്ഷേത്രജ്ഞ വിഭാഗ യോഗം എന്ന് പറഞ്ഞ യോഗം എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലാക്കിക്കോണം, ജീവനെ എങ്ങനെയാണ് ബ്രഹ്മനെ അടയാൻ, ജീവാത്മാവ് എങ്ങനെയാണ് പരമാത്മാവിൽ ലയിച്ച് ചേരുന്നത്, അല്ലെ, എങ്ങനെയാണ് നമ്മൾ അമ്മയെ കാണുന്നത്, എങ്ങനെ ലയിക്കാൻ സാധിക്കും, എന്തൊക്കെയാണ് വഴികള്, അതിലോട്ടുള്ള വഴികള്, മാർഗങ്ങള്, ആ യോഗത്തിന് വേണ്ടിയിട്ടുള്ള ആ ഒരു മാർഗങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു തരുന്ന അധ്യായങ്ങളാണ് ഇവയെല്ലാം തന്നെ. അപ്പോ 341ാമത്തെ നാമം മുതൽ 372ാമത്തെ നാമം നമ്മൾ ദേവിയുടെ പഞ്ചബ്രഹ്മ സ്വരൂപം വളരെ മനോഹരമായിട്ടിരിക്കുന്ന അമ്മയുടെ ആ ഒരു എല്ലാ സ്വരൂപങ്ങളും അല്ലെ, പഞ്ചകൃത്യങ്ങൾ കണ്ടു, പഞ്ചബ്രഹ്മ സ്വരൂപവും കണ്ടു. ഇനി നമ്മുടെ ഹൃദയത്തിലേക്ക്, നമ്മളിലേക്ക് തിരിച്ചു വരികയാണ്. നമ്മൾ ഓരോരുത്തരും അവനവന്റെ ശരീരത്തിലേക്ക്, ആ ഒരു ശരീരത്തിലെ ക്ഷേത്രവും ക്ഷേത്രജ്ഞനും ആരാണ്, എങ്ങനെയാണ് നമ്മൾ അമ്മയെ കണ്ടെത്തുക എന്നുള്ള ആ വഴി പറഞ്ഞു തരികയാണ്. നമ്മൾ ആദ്യമായിട്ട് ഈ 10ാം അധ്യായത്തിന്റെ ഒരു സംഗ്രഹം, എല്ലാ അധ്യായങ്ങളും നമ്മൾ അങ്ങനെയാണ് ചെയ്യാറുള്ളത്. അതിന്റെ ഒരു സംഗ്രഹ രൂപം കണ്ടതിന് ശേഷമാണ് നമ്മൾ അതിന്റെ നാമങ്ങൾ എടുക്കുന്നത്. അപ്പൊ നമുക്ക് ഈ 10ാം അധ്യായത്തിന്റെ ആ ഒരു ചെറിയ സംഗ്രഹം, എല്ലാ നാമങ്ങളും കൂടെ ചേർത്തതിനെയാണ് നമ്മൾ സംഗ്രഹം എന്ന് പറയുന്നത്. അപ്പൊ എല്ലാം മൊത്തത്തിൽ നമ്മളൊന്ന് മനസ്സിലാക്കിയതിന് ശേഷമാണ് നാമങ്ങളിൽ കൂടെ നമുക്ക് കുറച്ചുകൂടെ വേഗം നമുക്ക് പോവാൻ സാധിക്കും. അപ്പോ ഈ അധ്യായം 10 എന്നുള്ള ആ ഒരു ക്ഷേത്രജ്ഞ രൂപത്തില് എങ്ങനെ ദേവിയെ അറിയാം, ക്ഷേത്രം എന്നാൽ എന്താണ്, ഇതൊക്കെയാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പൊ നമ്മുടെ ശരീരത്തെയാണ് നമ്മളിവിടെ ക്ഷേത്രം എന്ന് പറയുന്നത്. ഇതം ശരീരം കൗന്ദേയ ക്ഷേത്രം ഇത്യഭിധീയത എന്ന് ഭഗവാൻ പറയുന്നുണ്ട് അല്ലേ. അപ്പൊ ഇതിൽ നിന്നെല്ലാം നമുക്ക് നോക്കാം, എവിടെയെല്ലാം ജീവന്റെ സാന്നിധ്യം ഉണ്ടോ അതിനെയെല്ലാം നമ്മള് ക്ഷേത്രങ്ങൾ എന്ന് പറയണു. ഒരു കോവിൽ, അവിടെ ഈശ്വരന്റെ സാന്നിധ്യം അല്ലെ. അപ്പൊ നമ്മുടെ ശരീരം എന്ന് പറഞ്ഞാല് എങ്ങനെയാണ് അത് ക്ഷേത്രമാവുന്നതെന്ന് ചോദിച്ചാൽ, ജീവന്റെ സാന്നിധ്യം ഉള്ളപ്പോൾ മാത്രമാണ് നമ്മുടെ ശരീരം ക്ഷേത്രം എന്നറിയപ്പെടുന്നത്. അപ്പൊ എന്തൊക്കെ ഭൂമിയില് ആ ഒരു തനിയെ വളരുന്നോ അതിലൊക്കെ ജീവനുണ്ട് അല്ലെ. ഒരു വീടിന് ജീവൻ എന്നാൽ എന്താണ്, അവിടെ താമസിക്കുന്നെങ്കിൽ അതിന് ജീവനുണ്ട്, അവിടെ ആൾ താമസം ഉണ്ടെങ്കിൽ അതിന് ജീവനുണ്ടെന്ന് പറയാൻ പറ്റും. അപ്പൊ നമ്മള് ഏറ്റവും ഉയർന്ന ജന്മം എന്ന് പറഞ്ഞാൽ ദുർലഭം മനുഷ്യ ജന്മം, മാനുജ ജന്മം എന്നൊക്കെ പറയാറുണ്ട്. മനുഷ്യ ജന്മം അപൂർവമായിട്ടേ കിട്ടാറുള്ളൂ ഒരു ജീവന്. എന്താണ് കാരണം, ഈ ജന്മത്തിൽ മാത്രമേ നമുക്ക് തന്നെ ആരാണ് എന്നറിയാൻ സാധിക്കുകയുള്ളൂ. മറ്റ് ജീവികൾക്കൊന്നും ഈ പറയുന്ന ബുദ്ധി എന്ന് പറയുന്നത്, ബുദ്ധി ഉണ്ടെങ്കിലും അവനവനെ കുറിച്ച് ചിന്തിക്കാനും വിലയിരുത്താനും അവർക്ക് സാധ്യമല്ല. അപ്പൊ അനേകം കോടി മറ്റ് ശരീരങ്ങളിൽ ഇരുന്നതിന് ശേഷമാണ് മനുഷ്യജന്മം നമ്മൾ നേടുന്നത്. ശരീരത്തിന്റെയും മനസ്സിന്റെയും എവല്യൂഷനാണിത്. അപ്പൊ മനുഷ്യ ജന്മത്തിലൂടെ മാത്രമേ നമുക്ക് പുറപ്പെട്ട സ്ഥലത്ത് തിരിച്ചെത്താൻ സാധിക്കുകയുള്ളൂ അല്ലെ. അപ്പൊ മനുഷ്യജന്മം കിട്ടിയ പിന്നെ അവനവന്റെ കഴിവാണ് മുകളിലേക്ക് പോവുക എന്നുള്ളത്. നമ്മൾ ഇന്നലെ ക്ഷേത്രജ്ഞ രൂപത്തിൽ നമ്മൾ കണ്ടു. ഞാൻ പറഞ്ഞു എന്താണ്, നമുക്കൊരു ജന്മം എന്ന് പറയുമ്പോൾ ആ ഒരു കുഞ്ഞ് പുറത്തു വരുമ്പോൾ തന്നെ നമുക്കൊരു അസ്ട്രോളജിക്കൽ ചാർട്ട് തരും, നമ്മുടെ ജാതകം, ജനിച്ച ആളിന്റെ. അത് ഇതുവരെയുള്ള നമ്മുടെ കർമ്മങ്ങളെ ബേസ് ചെയ്തിട്ടാണ് ആ ചാർട്ട്. അപ്പൊ അത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അതനുസരിച്ച് ഇനി ജീവിക്കണം എന്നാണോ അതിന്റെ അർത്ഥം? ഒരിക്കലും അല്ല. അതിൽ നല്ലതുണ്ടാവാം, ഭാഗ്യങ്ങളുണ്ടാവാം, ഒരു വിപത്തുക്കളുണ്ടാകാം, ദുഃഖങ്ങളുണ്ടാകാം ഇല്ലേ. ഇതൊക്കെ കഴിഞ്ഞ അനേക ജന്മങ്ങൾ. ഒരു കൊച്ചു കുഞ്ഞിന് കർമ്മങ്ങളില്ലല്ലോ. അപ്പൊ ആ കുഞ്ഞ് ഇനി ഭൂമിയിൽ വന്ന് ഇത് കണ്ടു കഴിഞ്ഞാല് നമ്മൾ ഇതാണോ എനിക്കിനി വരാനുള്ളത് എന്നോർത്ത് മനസ്സ് എന്താ പറയാ, മനസ്സ് വളരെ വിഷമിച്ച് വീണ്ടും നമ്മൾ അതിലേക്ക് പോകാതെ, ഇത് നമ്മുടെ പൂർവ്വജന്മാർജിത കർമ്മങ്ങളുടെ ഫലമാണ്. അപ്പൊ സത്കർമ്മങ്ങൾക്ക് സദ്ഫലങ്ങളും, നല്ല കുടുംബം, വീട്, ഐശ്വര്യം, ധനം അല്ലെ, റിലേഷൻഷിപ്സ്, ഇതെല്ലാം നമുക്ക് സന്തോഷത്തോടുകൂടി, ഇതിന്റെ എല്ലാം ഉപരിയായിട്ട് ആർക്കാണോ ഈശ്വരനെ അറിയാനുള്ള ഒരു ത്വര ഉള്ളിലുള്ളത്, അവിടെ ഈ ഭൗതികമായിട്ടുള്ള ഐശ്വര്യങ്ങളൊന്നും ഇമ്പോർട്ടന്റ് അല്ല. കാരണം എപ്പോഴാണോ നമുക്ക് ദേവിയെ അറിയണം ഇല്ലെ ആത്മാവിനെ അറിയണം എന്നൊക്കെ തോന്നുന്നത്, അതാണ് ഏറ്റവും വലിയ ഐശ്വര്യ സിദ്ധികൾക്ക് മേളിലാണത്. അപ്പൊ ഇനി എന്തൊക്കെ ഉണ്ടോ എന്ന് നമ്മൾ പറഞ്ഞാലും താൽക്കാലികമായിരിക്കുന്ന അനേക ജന്മങ്ങളിലെ പുണ്യങ്ങളുടെ ഫലം കൊണ്ട് ഇവിടെ ഭൗതികമായിട്ട് ധനമോ പ്രശസ്തിയോ സൗന്ദര്യമോ ഒക്കെ ഉണ്ടാവാം. ഇതെല്ലാം തന്നെ നാശത്തിന് വിധേയമാണ്. ഇതെല്ലാം നശിച്ചു പോകുന്നതാണ്. ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ല.
താൽക്കാലികമായി സുഖം തരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് സമ്പത്ത് എന്താ, നമുക്ക് ജീവിക്കാൻ സമ്പത്ത് വേണം അല്ലേ? അതിൽ കൂടുതൽ 5-6 തലമുറയ്ക്ക് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നില്ല. ഏത് കാര്യം, വാർദ്ധക്യം എന്ന് പറയുന്നത് സൗന്ദര്യത്തെ ഇല്ലാതാക്കും. അപ്പൊ എന്തിനും ഒരു നാശമുണ്ട്. നമ്മള് എന്തൊക്കെയാണോ നല്ലത്, പുണ്യങ്ങൾ കൊണ്ട് കിട്ടുന്ന ആ ഒരു സുഖങ്ങളെല്ലാം തന്നെ നശിക്കുന്നതാണ് അല്ലേ? സദാ നിലനിൽക്കുന്നില്ല. അതേസമയം ആത്മാവിനെ ഉയർത്തിക്കൊണ്ട്, ആത്മാവിനെ അറിഞ്ഞുകൊണ്ട്, ഈശ്വരനിൽ സദാ മനസ്സർപ്പിച്ചുകൊണ്ട്, തന്റെ കർമ്മങ്ങളെല്ലാം ഈശ്വരാർപ്പിതമായിട്ട് ചെയ്തുകൊണ്ട്, സമൂഹത്തിനും സമൂഹത്തിലെ എല്ലാ ജീവജാലങ്ങളെയും നമ്മുടെ ആ ഒരേ ശക്തിയിൽ നിന്ന് വന്നതായിട്ട് കണ്ട് നല്ലൊരു ധന്യമായ ജീവിതം, എല്ലാത്തിനോടും ഏറ്റവും ഒരു മനുഷ്യ ജന്മത്തിൽ നമുക്ക് വേണ്ട ഒരു വാക്കാണ് നന്ദി അല്ലേ? ഗ്രാറ്റിറ്റ്യൂഡ്. നമുക്ക് എല്ലാത്തിനോടും ഒരു നന്ദി ഭാവം. കാരണം നമ്മൾ ഇവിടെ താൽക്കാലികമായിട്ട് വന്നു ചേർന്നവരാണ്. കുറച്ചു കാലം ഇവിടെ ജീവിച്ചിട്ട് തിരിച്ചു പോവേണ്ടവരാണ്. നമ്മളിവിടെ പെർമനന്റ് അല്ല. ഈ ഒരൊറ്റ ചിന്ത തന്നെ നമുക്ക് എന്താ പറയാ, ഇവിടെ ഒന്നിനോടും അറ്റാച്ച്മെന്റ് വരാതിരിക്കാൻ കാരണമാക്കാം അല്ലേ? ദൃശ്യമായി ഉള്ളൊരു രാജ്യദേഹാദിയും. രാമൻ ലക്ഷ്മണനോട് പറയുന്നു, എനിക്ക് രാജ്യം കിട്ടിയ ആളാണ് അദ്ദേഹം. ഇതൊന്നും തന്നെ സത്യമല്ല ലക്ഷ്മണ. ഇതൊന്നും എന്താ പറയാ, സ്ഥിരമായിട്ടുള്ളതല്ല. ഇപ്പൊ നമ്മുടെ ആത്മാവ് മാത്രമാണ് നമുക്ക് സ്ഥിരമായിട്ടുള്ളത്. അതിനെ അറിഞ്ഞു കഴിഞ്ഞാൽ അതിലൂടെ കിട്ടുന്ന ആനന്ദം ഇതെല്ലാം തന്നെ അതിന്റെ മുമ്പില് ഒന്നുമല്ല. നമ്മളെ തൃണവൽഗണിക്കണം. വെറും ഒരു തൃണത്തിന്റെ, ഒരു പുല്ലിന്റെ വില പോലും ഇല്ല ഇല്ലേ? നമുക്ക് ആത്മാവിനെ അറിഞ്ഞവന് ഇതൊന്നും വലിയ കാര്യമേ അല്ല. അവർക്കതൊന്നും വലുതായിട്ട് എടുക്കുന്നില്ല. നമ്മളെ അറിയുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഉയർന്ന തലം. അവിടുന്ന് മാത്രമേ നമുക്ക് ഉയർന്ന ലോകങ്ങളിലേക്ക് പോകാൻ സാധ്യമാകൂ. അപ്പോ ശരീരത്തിന്റെയും മനസ്സിന്റെയും ഒരു എവല്യൂഷനാണ് നമുക്ക് മനുഷ്യജന്മത്തിലൂടെ നടക്കുന്നത്. മനുഷ്യജന്മത്തിലൂടെ മാത്രമേ നമുക്ക് പുറപ്പെട്ട സ്ഥലത്ത് തിരിച്ചെത്താൻ സാധിക്കുകയുള്ളൂ എന്ന് പറയുമ്പോൾ മനുഷ്യജന്മം എത്രത്തോളം ഉയർന്നതാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. മനുഷ്യജന്മം കിട്ടിയ പിന്നെ അവനവന്റെ കഴിവ് ഇല്ലേ? അവിടെയാണ് നമുക്ക് ഡെസ്റ്റിനിയിൽ നമുക്ക് എന്താ പറയാ, ഡെസ്റ്റിനി ഓക്കെ, നമ്മുടെ പുണ്യപാപങ്ങൾ അനുഭവിച്ച് തീരണമെങ്കിലും അവിടെ ഒരു ഫ്രീ വില്ല് നമുക്ക് എന്താ, നമുക്ക് സ്വയം പ്രവർത്തിക്കാൻ സാധിക്കും ഈശ്വരനിലേക്ക് എത്തിച്ചേർക്കാൻ. അത് അവനവൻ മാത്രം ഏകാന്ത പഥികനായിട്ട് ആ പാഥേയത്തുള്ള പോവേണ്ടവരാണ് നമ്മളെല്ലാം. തനിച്ച് ഓരോരുത്തരും വന്നത് ഒറ്റയ്ക്കാണെങ്കിൽ തിരിച്ച് ഈശ്വരന്റെ അടുത്തേക്ക് നമ്മൾ ഒറ്റയ്ക്കാ പോവേണ്ടത്. അവിടെയാണ് നമ്മുടെ ആ ഒരു മെറിറ്റ്സ് ആൻഡ് ഡീമെറിറ്റ്സ് എന്ന് പറയുന്ന പുണ്യ പാപങ്ങളെ കൗണ്ട് ചെയ്യുന്നത്. നമുക്ക് പുണ്യം ഉണ്ടെങ്കിൽ മാത്രമേ ഈശ്വരനോട് അടുക്കാൻ പറ്റൂ. പാപങ്ങൾ ഈശ്വരനിൽ നിന്ന് നമ്മളെ അകറ്റും ഇല്ലേ? അത് വീണ്ടും ജന്മത്തിന് കാരണമാകും. അപ്പോ എന്താ അവനവന്റെ ആ ഒരു കഴിവ് ഇല്ലേ, ആ ഒരു ദൃഢമായ ഉറച്ച വിശ്വാസം, എന്തും സംഭവിക്കട്ടെ എനിക്ക് ഈശ്വരനെ അറിയണം, അമ്മയുടെ അടുത്ത് എത്തിച്ചേരണം എന്നുള്ള ഒരു ഉറച്ച ദൃഢമായിട്ടുള്ള വിശ്വാസമുള്ളവരെയാണ് നമ്മൾ ഉപാസകൻ എന്ന് പറയുന്നത്. ആസീൻ, അമ്മയുടെ അടുത്ത് എത്തണം എനിക്ക്, ആ ഒരു ദൃഢചിന്ത നമുക്കുണ്ടായിരിക്കണം. അപ്പൊ പരാശക്തി എന്ന് ആ ഒരു ഭക്തന് പരാശക്തി ഒരു ശപഥം തരുന്നുണ്ട്. നിന്റെ ശരീരം ക്ഷേത്രമാണ്, ആരാണോ അവിടെ ഇരിക്കുന്നത് എന്ന് നീ അറിയണം. അപ്പോ ആത്മാ, ജീവൻ, പ്രാണൻ എന്ത് വേണോ നമുക്കതിനെ പറയാം ഇല്ലേ? ഇപ്പൊ കല്ല്, മണ്ണ്, സിമന്റ് എന്നിവ ചേർത്ത് എങ്ങനെയാണ് ഒരു വീട് ഉണ്ടാക്കുന്നത്, അതുപോലെ സപ്തധാതുക്കളായും പഞ്ചഭൂതങ്ങളായും 72,000 കോടി നാഡീ ഞരമ്പുകളായും 7 ലിറ്റർ രക്തമായിട്ടും ദേവി ഈ ശരീരം നമുക്ക് ഉണ്ടാക്കി തരുന്നു. അപ്പൊ ഇതിലുള്ള ഒരു റോ മെറ്റീരിയൽസ് പോലും നമ്മൾ ഉണ്ടാക്കിയതല്ല. ഈ ശരീരത്തിൽ ഒന്നും നമ്മൾ ഉണ്ടാക്കിയതല്ല. നമുക്ക് എന്താണ് ഇതിനകത്ത് എന്താ പറയാ, എന്റേതെന്ന് പറയാനുള്ള ഒരു അധികാരം? ആലോചിച്ച് നോക്കൂ, ആരാണ് ഇത് ഉണ്ടാക്കിയത്? ഈ ശരീരത്തിൽ ഇരിക്കുന്ന ഏതെങ്കിലും ഒരു വസ്തു നമ്മളെ ഉണ്ടാക്കിയതാണോ? നമുക്ക് എന്തെങ്കിലും നാശം വരുമ്പോൾ അതിനെ റീപ്ലേസ് ചെയ്തത് പോലും ഒറിജിനലിന്റെ രീതി നമുക്ക് ചെയ്യാൻ പറ്റില്ല. നമ്മൾ കണ്ണ് മാറ്റി വെക്കുന്നു ഇല്ലേ, ഹൃദയം മാറ്റി വെക്കുന്നു, മുട്ട് മാറ്റി വെക്കുന്നു, എല്ലാം മാറ്റി വെക്കുന്നുണ്ട്, കിഡ്നി മാറ്റി വെക്കുന്നു. അത് പ്രവർത്തനരഹിതമാകുമ്പോൾ മനുഷ്യ നിർമ്മിതമായ ഒരു സാധനം നമുക്ക് അതുപോലെ എടുത്തു വെക്കാന്നുള്ളതേ ഉള്ളൂ. പക്ഷെ പ്രകൃതിയിലൂടെ ഇതെല്ലാം ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് തന്നിട്ടാണ് ആ ഈശ്വരൻ നമ്മെ, ആ പരാശക്തി നമ്മളെ, നമ്മുടെ അമ്മ ഇങ്ങോട്ട് അയച്ചേക്കുന്നത് അല്ലെ? അപ്പോ ആ ഇതിലുള്ള എല്ലാം തന്നെ ഈശ്വര നിർമ്മിതമാണ്, നമ്മൾ ഉണ്ടാക്കിയതല്ല. എല്ലാം ദേവിയുടെയാണ്. അവസാനാണ് ക്ഷേത്രത്തിലെ പോലെ തന്നെ മൂർത്തി പ്രതിഷ്ഠ ചെയ്യുന്നത്. അപ്പൊ പ്രതിഷ്ഠ ചെയ്ത മൂർത്തിയില് മന്ത്ര, യന്ത്ര, തന്ത്ര, സിദ്ധിപ്രകാരം പ്രാണശക്തി ഉണ്ടാക്കുന്നുണ്ട് ഇല്ലേ? നേത്ര ഉന്മീലനം ചെയ്തു കഴിയുമ്പോൾ ആ ഒരു വിഗ്രഹത്തിന് പ്രാണശക്തി ഉണ്ടാകുകയാണ്. അപ്പൊ ആഗമ വിധി പ്രകാരം ആ ഒരു ഷഡാധാര പ്രതിഷ്ഠ ചെയ്ത ക്ഷേത്രങ്ങള്, ആ ക്ഷേത്രത്തില്
ശരിക്കും പറഞ്ഞാൽ ക്ഷേത്രജ്ഞ പ്രതിഷ്ഠ ചെയ്യുമ്പോൾ മാത്രമാണ് ഇതിന് ജീവൻ കൈവരുന്നത്. ഇപ്പൊ പ്രാണശക്തി എന്ന പ്രാണപ്രതിഷ്ഠ ചെയ്ത് എങ്ങനെയാണോ ഒരു വിഗ്രഹം ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിക്കുന്നത്, അതുപോലെ മനുഷ്യ ശരീരമാകുന്ന ഈ ക്ഷേത്രത്തില് ദേവി തന്നെ, എപ്പോഴും നമ്മൾ ചിന്തിക്കണം, ദേവി തന്നെ വന്നിരുന്ന് എല്ലാറ്റിനെയും നോക്കി നിയന്ത്രിച്ച് ഒടുവിൽ താൻ ആര് എന്നുള്ള സത്യത്തെ വെളിവാക്കി മോക്ഷത്തെ നൽകുന്നു. ഇതെല്ലാം ചെയ്യുന്നത് ആരാ? നമുക്ക് ആ അമ്മയ്ക്ക് നമസ്കാരം പറയണ്ടേ? പാഹിമാം പാഹിമാം പാഹിമാം, അമ്മ രക്ഷിക്കൂ അമ്മ, എല്ലാത്തിനും നന്ദി അമ്മ എന്ന് നമ്മൾ ദിവസം എത്ര പ്രാവശ്യം പറഞ്ഞാല് അതിന് നമുക്ക് എത്രയായാലും അത് കുറവല്ല. കാരണം എല്ലാം അമ്മയുടേതാണ്. എന്തൊരു തെറ്റിദ്ധാരണ, എന്തൊരു മായയാണ് ഇതെല്ലാം നമ്മുടേതെന്ന് നമ്മൾ തെറ്റിദ്ധരിച്ചിരിക്കണമെന്ന് നമ്മൾ ചിന്തിക്കണം. അപ്പൊ ദേവി നമുക്ക് പറഞ്ഞു തരുന്നത് എന്താ? നീ തന്നെയാണ് ബ്രഹ്മം, അഹം ബ്രഹ്മാസ്മി, തത്വമസി എന്നീ മഹാവാക്യങ്ങളെ എല്ലാം നമ്മൾ ഉണർന്ന് പരമാത്മ ജീവാത്മ ഐക്യത്തെ ഈ അധ്യായത്തിൽ പറഞ്ഞു തരുകയാണ് നമുക്ക്. കാരണം അതുകൊണ്ടാണ് ഈ അധ്യായത്തിന് ഇത്രയും പ്രാധാന്യം കൊടുക്കുന്നത്. ഇപ്പൊ ക്ഷേത്രം എന്നാല് ശരീരം. അപ്പൊ ഈ ശരീരത്തിലെ ആ ഒരു വാഴുന്ന ശക്തി, ആ ആത്മശക്തി എന്ന് ശിവനും എന്താ ശക്തിയെ നമ്മള് ആത്മശക്തി എന്നും ശിവൻ എന്നും പറയണു. ഇപ്പൊ ക്ഷേത്രജ്ഞനെയാണ് നമ്മൾ ശിവൻ എന്ന് പറയുന്നത്. ഇപ്പൊ ക്ഷേത്രത്തെ പറ്റി അറിയുന്നവൻ, അല്ലെ? ഇപ്പൊ തന്റെ ശരീരത്തെ അറിയുന്നവൻ. അപ്പൊ ഇത് അറിയാൻ ശ്രമിക്കുന്ന വ്യക്തി ജീവൻ, ഇതിനെ അറിഞ്ഞ വ്യക്തി ശിവൻ. ഇതിനെ അറിയാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ നമ്മൾ ആരാ? ജീവനുകളാണ്, ഇല്ലേ? ഇത് അറിഞ്ഞു കഴിഞ്ഞാലോ ശിവൻ. അപ്പൊ നമ്മൾ പറയും ആ ശിവൻ എന്താ? ശരിക്കും പറഞ്ഞാല് ജീവോ ദേവ സദാശിവ, സദാശിവനായിരിക്കുന്ന ശിവനാണ് നമ്മുടെ ഉള്ളില്. പക്ഷെ നമ്മൾ വിചാരിക്കുന്നു ജീവനാണെന്ന്. ആ ജീവൻ എപ്പോ സദാശിവനായിട്ട് മാറണോ അപ്പൊ പിന്നെ ജീവൻ അവിടെ ഇല്ല, അല്ലെ? ആ ക്ഷേത്രത്തെ കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞു, ക്ഷേത്രജ്ഞനെ കുറിച്ചുള്ള ആ ഒരു അറിവ് കിട്ടിക്കഴിയുമ്പോൾ ജീവൻ ശിവനായിട്ട് മാറണു. ഇത് അറിഞ്ഞാൽ എന്ത് ചെയ്യണം? ക്ഷേത്രജ്ഞനെ പൂജ ചെയ്യണം. ഇതിനെയാണ് നമ്മൾ ശിവരഹസ്യം അല്ലെങ്കിൽ ശക്തി രഹസ്യം എന്നൊക്കെ പറയുന്നത്. ഇത് അറിഞ്ഞാൽ പിന്നെ എവിടെയാ നമ്മൾ പൂജ ചെയ്യുക? ഇന്നലെ പറഞ്ഞ പോലെ ആത്മാത്വം ഗിരിജാമതി സഹചര പ്രാണ ശരീരം ഗൃഹം പൂജാതേ സർവോപഭോഗരസിക നിദ്രാ സമാധിസ്ഥിതി സഞ്ചാരപഥയോ പ്രദക്ഷിണ വിധി സ്തോത്രാണി സർവാഗിര യത് കർമ്മ കരോതി സർവമഖിലം ശംഭോ തവാരാധനം. ഭഗവാനെ, എനിക്ക് ഒന്നും വേറെ ചെയ്യാനില്ല. ഈ ശരീരമായിരിക്കുന്നതിൽ അങ്ങ് തന്നെയാണ് ഗിരിജാമതി, എന്റെ ബുദ്ധിയായിട്ടിരിക്കുന്ന ഗിരിജയാണ്. ആത്മാത്വം, എന്റെ ആത്മാവ് അങ്ങ് തന്നെയാണ്, ഇല്ലേ? ഞാൻ നടക്കുന്ന എന്റെ നടപ്പെല്ലാം പ്രദക്ഷിണം. ഇത് തന്നെയാണ് ജപോ ജൽപ്പ ശില്പം എന്ന് സൗന്ദര്യ ലഹരിയിലും പറയുന്നത്. ഇതാണ് ശിവപൂജ. ഞാൻ നടക്കുന്നത്, ഞാൻ സംസാരിക്കുന്നത് അങ്ങേക്കുള്ള പൂജയായിട്ട് തീരട്ടെ. ഞാൻ എന്ത് കർമ്മങ്ങൾ ഇവിടെ ചെയ്താലും ശംഭോ തവാരാധനം, അങ്ങേക്കുള്ള ആരാധനയായിട്ട് തീരട്ടെ. ഇത് അറിയാൻ ശ്രമിക്കുന്ന വ്യക്തി, ഇല്ലേ, അത് ആ ജീവൻ എന്തായിട്ട് തീരണു? ഇത് അറിഞ്ഞു കഴിയുമ്പോൾ ശിവനായിട്ട് തീരണു. പിന്നെ തന്റെ ഉള്ളിലുള്ള ക്ഷേത്രജ്ഞനെ വേണം പൂജ ചെയ്യാൻ. ബാഹ്യപൂജകൾ അവിടെ വേണ്ട. കാരണം എന്താ? ബാഹ്യപൂജകളെല്ലാം തന്നെ ഇതിലേക്കുള്ള ഒരു വഴി മാത്രമാണ്, ഒരു ഏണി മാത്രമാണ്. ഇത് അറിഞ്ഞു കഴിഞ്ഞാല് തന്റെ ആത്മാവായിരിക്കുന്ന, തന്റെ എല്ലാമായിരിക്കുന്ന ഈ ശരീരത്തിന് ഉണ്മ കൊടുക്കുന്ന ക്ഷേത്രജ്ഞനെ പൂജ ചെയ്തോണം. ഈ ശക്തി രഹസ്യം, ശിവരഹസ്യം അറിയുന്നതാണ് നമ്മുടെ ശക്തി ഉപാസന എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ശിവ ഉപാസന. ശക്തിയിലൂടെ മാത്രമേ ശിവനെ ഉപാസിക്കാൻ സാധ്യമാവൂ. ശിവൻ ചില സമയത്ത് ബാലാപരമേശ്വരിയായിട്ടിരിക്കും, ഇല്ലേ? ദേവി ചിലപ്പോ കാളി സ്വരൂപത്തിൽ താണ്ഡവം ആടുമ്പോൾ ശിവൻ കാളി വരുന്ന സ്ഥലത്ത് കിടക്കും. ദേവിയുടെ കാല് ശിവന്റെ നെഞ്ചിൽ വെക്കുമ്പോൾ തന്നെ ദേവിയുടെ ആ ഒരു കോപതാപങ്ങളെല്ലാം ശിവന്റെ ഉള്ളിൽ അടങ്ങും. വേറൊരവസരത്തില് കാളിയുടെ മുമ്പില് കൊച്ചു കുഞ്ഞായിട്ട് ശിവൻ കിടക്കുന്നതായിട്ട് നമുക്ക് കാണാം. ദേവി എത്ര കോപത്തിലാണെങ്കിലും ഒരു സ്ത്രീക്ക് മാതൃസ്വരൂപം വരുമ്പോൾ അതെല്ലാം ഇല്ലാതായിട്ട് തീരും. അപ്പൊ കാളി ശിവന് സന്യം കൊടുക്കുകയും ശിവൻ ദേവിയുടെ കോപതാപങ്ങളെ വലിച്ച് തന്റെ ഉള്ളിലാക്കുകയും ചെയ്യും. ഇപ്പൊ പൂതന എങ്ങനെയാണോ ശ്രീകൃഷ്ണനെ കൊല്ലാൻ വന്നത്, കൃഷ്ണൻ തന്റെ സ്തന്യത്തിലൂടെ, ആ സ്തന്യപാനത്തിലൂടെ അവളുടെ ദോഷങ്ങളെ എല്ലാം വലിച്ചെടുത്തിട്ട് പൂതനയ്ക്ക് മോക്ഷം കൊടുത്തത്, അതുപോലെ ശിവൻ എന്ന് പറഞ്ഞാല് ക്ഷേത്രജ്ഞൻ, അല്ലേ? ആ ഒരു എല്ലാം അറിയുന്നവൻ, പക്ഷെ ഒന്നും അറിയാതിരിക്കുന്ന രീതിയിൽ ശവത്തെ പോലെ കിടക്കുന്ന ആള്, അല്ലെ? ഇപ്പൊ ശക്തി എന്ന് പറഞ്ഞാല് നവ സ്വഭാവങ്ങളെ കാണിക്കുന്നവൾ. അമ്മ നമ്മളോട് കരുണ കാണിക്കുന്നു, സ്നേഹം, ദേഷ്യം എല്ലാം ദേവി കാണിക്കും. കാരണം ഒരു അമ്മയാണ്, ഇല്ലേ? തന്റെ കുഞ്ഞുങ്ങളെ നന്നായിട്ട് കൊണ്ടുപോകേണ്ടത് അമ്മയുടെ ചുമതലയാണ്. ശിവൻ എല്ലാത്തിനും മംഗളം മാത്രം കാണുന്ന ആളാണ്. അതുകൊണ്ട് ശങ്കരൻ എന്ന് നമ്മൾ വിളിക്കുക. നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആത്മാവിന് നമ്മൾ ചെയ്ത എല്ലാ കാര്യങ്ങളും, സുഖം, ദുഃഖങ്ങള്, വാസനകൾ എല്ലാം അറിയാം.
ഈ ജീവാത്മാ എല്ലാം ഇതിനെല്ലാം തന്നെ വലിച്ചെടുത്ത് ശരീരത്തെയും മനസ്സിനെയും കാമക്രോധ ലോഭ മോഹാദികളെ എല്ലാം ഇല്ലാതാക്കിക്കൊണ്ട് നമ്മളെ ശുദ്ധിയാക്കും. എപ്പോഴാ? നമ്മുടെ ക്ഷേത്രജ്ഞൻ നമ്മുടെ ഉള്ളിലാണെന്ന് അറിയുമ്പോൾ മാത്രം. ഇല്ലേ? നമ്മൾ പുറമേ ചെയ്തുകൊണ്ടിരുന്ന, നമ്മൾ അമ്മയോടൊന്നും പറയാതിരുന്ന അമ്മ ഒന്നും ചെയ്യില്ല. അമ്മ സ്റ്റാറ്റിക് ഫോം ആണ്. അപ്പൊ ശിവനായിട്ടിരുന്ന് കളയും. ഒന്നും അറിയാത്ത മട്ടിൽ കിടക്കും. ഇല്ലേ? അമ്മയെ വിളിച്ച് ഇതെല്ലാം സമർപ്പിച്ച്, അമ്മ ഇതെല്ലാം അവിടെ സമർപ്പിക്കണു സമർപ്പിക്കണു എന്ന് പറയണം. അപ്പോഴാണ് ആത്മാവ് തന്നെ ജീവൻ പരമാത്മ എന്ന പരമാത്മ തത്വമാണെന്നുള്ളത് നമ്മൾ അറിയുന്നത്. അവിടെയാണ് നമ്മൾ ദ്വൈതത്തിൽ നിന്ന് അദ്വൈതത്തിൽ എത്തിച്ചേരുന്നത്. അപ്പൊ ആദ്യത്തെ നാമം തന്നെ നമുക്ക് വളരെ വിശേഷമായിരിക്കുന്ന നാമാണ് ക്ഷേത്രജ്ഞ പാലിനി. അപ്പൊ ശിവശക്തി പുരാണം എന്ന് പറഞ്ഞാല് പൃഥ്വിയിൽ നിന്നും ആ ഒരു ബ്രഹ്മാവ് വരെയുള്ള 36 തത്വങ്ങൾ, അതിനെയാണ് നമ്മൾ ത്രിപുര സിദ്ധാന്തം എന്ന് പറയുന്നത്. ആ ഒരു പരാശിവനും പരാശക്തി, സദാശിവൻ, ഈശ്വരൻ, ശുദ്ധവിദ്യ, മായ, കാലകഞ്ചുകം, അവിദ്യ, രാഗം, കല, നിയതി, പുരുഷൻ, ആ ഒരു ചിത്തം, മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം, നേത്രം, കർണം, ത്വക്ക്, ചെവി, മൂക്ക്, ആകാശം, വായു, അഗ്നി, ജലം, പൃഥ്വി, വാക്, പാണി, പാദ, ഉപസ്ഥം, ഉദരം, ലിംഗം. ഇല്ലേ? അപ്പൊ ഇങ്ങനെ പറഞ്ഞാല് ഇങ്ങനെ നോക്കുമ്പോൾ 36 കമ്പോണൻസ് അല്ലേ? അത് പ്രോപ്പർലി ശരിക്കും പറഞ്ഞാല് ഇതെല്ലാം തന്നെ ഇതിന്റെ ഓണർഷിപ്പ് ആർക്കാണ്? ഇതെല്ലാമായി ഇരിക്കുന്നത് ആരാ? സാക്ഷാൽ പരാശക്തി തന്നെയാണ്. അപ്പോ നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം, നമ്മുടെ ആ ഒരു ശരീരം എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ ആ ഒരു റിയലൈസേഷൻ, നമ്മുടെ അറിവ് വരണവരെ അല്ലേ, നമ്മുടെ ഈ ഒരു ശരീരത്തെ നമ്മൾ എന്ത് ചെയ്യണം? എന്താ പറയാ, ആ ഒരു ഉപാധിയായിട്ട് തന്നെ കാണണം. അല്ലേ? ശരിക്കും പറഞ്ഞാല് എപ്പോഴാണ് നമുക്ക് ഈ ശരീരത്തെ ഉപാധിയായിട്ട് മനസ്സിലാകുന്നതെന്ന് പറഞ്ഞാൽ, എപ്പോഴാണോ നമുക്ക് ഈശ്വരനെ അറിയാൻ തോന്നുമ്പോ, അല്ലെ, ആ ബ്രഹ്മ ജിജ്ഞാസ ഉള്ളില് വരുന്നവർക്ക് മാത്രമേ ഈ ഉപാധിയെ അറിയാൻ സാധിക്കുള്ളൂ. അല്ലെ? അത് കോടിയില് കുറച്ചു പേർക്ക് മാത്രം. അല്ലെ? അതുവരെ നമ്മൾ ബാഹ്യാരാധനകള്, ബാഹ്യപൂജകള്, തീർത്ഥങ്ങള്, ഇതിന്റെ എല്ലാം ഇങ്ങനെ നടക്കും. അത് കഴിഞ്ഞിട്ട് ഈ ശരീരത്തിനുള്ളിലാണ് ക്ഷേത്രജ്ഞൻ ഇരിക്കണം എന്ന് കാണുമ്പോ, ആ ഒരു സെൽഫ് റിയലൈസേഷന് പാകപ്പെടുമ്പോ, അല്ലേ, അതിന്റെ പർപ്പസ്, അതിന്റെ ലക്ഷ്യം അറിയുമ്പോൾ നമ്മൾ എന്താ, ഈ ശരീരത്തെ ശരിക്കും ഒരു ഉപാധിയായിട്ട് കണ്ട് ശരീരമാദ്യം ഖലു ധർമ്മ സാധനം, ധാർമ്മികമായിട്ട് ബാഹ്യമായിട്ട് സ്ഥൂല ശരീരം വെച്ച് ഒരു നല്ല ജീവിതത്തെ നയിക്കുക. കാരണം എന്താ, ഒരു ധർമ്മത്തിൽ ജീവിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ബാക്കിയുള്ള പുരുഷാർത്ഥങ്ങളെല്ലാം കിട്ടുള്ളൂ. അല്ലെ? ഒരു അധർമ്മിക്ക് ഒരിക്കലും ഈശ്വരനെ അറിയാൻ പറ്റില്ല, അധർമ്മം ചെയ്യാൻ പറ്റില്ല. ഈശ്വരനെ അറിയുന്ന, ഈശ്വരനെ ആരാധിക്കുന്ന, ഈശ്വരന് ടോട്ടലി സറണ്ടർ ചെയ്ത ഒരു വ്യക്തിക്ക് അനീതി ചെയ്യാൻ പറ്റില്ല. അല്ലെ? കപടമായിട്ടുള്ള സ്നേഹം അഭിനയിക്കാൻ പറ്റില്ല. സത്യമായിട്ടുള്ളത് അല്ലെ? കപടത ഒരിക്കലും ഈശ്വരന്റെ മുമ്പിൽ സാധ്യമല്ല. അങ്ങനെയുള്ള ഒരാൾക്ക് ഈശ്വരന്റെ അടുത്ത് എത്താൻ പറ്റില്ല. നമ്മൾ ഇന്ന് കാണുന്ന പൊയ്മുഖങ്ങളെല്ലാം എന്താണ്? ബാഹ്യമായിട്ടുള്ള ചിഹ്നങ്ങളെല്ലാം ഈശ്വരനെ ഭജിക്കുന്നു എന്ന് കാണിച്ചുകൊണ്ട് ഉള്ളിലെ കപടതയാണ്. അല്ലെ? അപ്പൊ അതെല്ലാം ദേവി മാറ്റിക്കൊള്ളും. നമ്മൾ അതിൽ വിഷമിക്കേണ്ട കാര്യമില്ല. അതിലൊന്നും കുടുങ്ങാതെ, അതിൽ ചെന്നപ്പെടാതെ ഈശ്വരന്റെ പ്രൊട്ടക്ഷനിൽ ആ വലയത്തിൽ ജീവിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഈ കലിയുഗത്തിൽ രക്ഷയുള്ളൂ. അപ്പൊ നമ്മുടെ ശരീരം എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു ധാർമ്മികമായിട്ടുള്ള ജീവിതം ഉണ്ടായിരിക്കണം. അല്ലെ? അപ്പൊ ശരീരത്തിന് ഭക്ഷണം ആവശ്യം പോലെ ആത്മാവിന് വേണ്ടത് എന്താണ്? അറിവാണ്. അല്ലെ? അഥവാ ജ്ഞാനത്തിനാണ് നമ്മൾ അറിവെന്ന് പറയുന്നത്. അതുവരെ ആത്മാവ് എന്ന് പറയുന്നത് എന്താ? ശരിക്കും പറഞ്ഞാല് ആ ഒരു ആത്മാവ് നമ്മൾ ഇതുവരെ അറിഞ്ഞിട്ടില്ല, നമ്മുടെ ഉള്ളിലാണ് ഇരിക്കണതെന്ന്. അല്ലേ? അപ്പൊ ആത്മാവ് നമ്മൾ എപ്പോഴാണോ ഈ അറിവ് ഉണ്ടാവാൻ തുടങ്ങുന്നത്, നമ്മുടെ ആ ഒരു ദീപത്തിന് നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുക്കുമ്പോൾ അത് വീണ്ടും വീണ്ടും നല്ല ഭംഗിയായിട്ട് കാറ്റിൽ ഉലയാതെ, അല്ലെ, നിരന്തരമായിട്ട് തന്റെ ആത്മജ്യോതി പ്രകാശിക്കാൻ തുടങ്ങും. എപ്പോഴാണോ ഈ ജ്ഞാനം നമ്മുടെ ഉള്ളിൽ പ്രവേശിക്കുന്നത്, അപ്പോഴേ നമ്മുടെ ആ ഒരു എന്താ പറയാ, ക്ലാവ് പിടിച്ച ഒരു ഓട്ടുപാത്രം എങ്ങനെയാണോ തേച്ച് മിനുക്കുമ്പോ പളപളാന്ന് മിന്നുന്നത്, അതുപോലെ നമ്മുടെ ആത്മാവ് മിന്നാൻ തുടങ്ങും. അല്ലെ? ആ ഒരു സത്സംഗം, ജപം, പൂജ എല്ലാറ്റിൽ നിന്നും നമുക്ക് അറിവ് ലഭിക്കും. ഇപ്പൊ കേൾവി എന്ന് പറയുന്നത് എന്താ? അനുഭവജ്ഞാനത്തിൽ എത്തിക്കും. അല്ലെ? ശിവേന സഹമോദതേ, നമ്മള് പല ശ്ലോകങ്ങളും പറഞ്ഞിട്ട് എന്താ, ഇതെല്ലാം ചെയ്തു കഴിഞ്ഞാൽ നീ ശിവനായിട്ട് തീരും, ശിവനോടുകൂടി നിനക്ക് സന്തോഷമായിട്ട് ഇരിക്കാൻ പറ്റുന്ന അവസാനം ഫലശ്രുതി പറയുന്നുണ്ട്.
എങ്ങനെയാ ശിവനുമായിട്ട് സന്തോഷമായിരിക്കണേ? ശിവലോകമവാപ്നോതി, നമ്മുടെ ഉള്ളിലിരിക്കുന്ന ശിവലോകം എന്ന് പറയുന്ന കൈലാസത്തെ നമ്മൾ തിരിച്ചറിയും. നമ്മുടെ സഹസ്രാര പത്മത്തിലിരിക്കുന്ന സാക്ഷാൽ കൈലാസനാഥനായിരിക്കണം, അല്ലെ? ഈ ശരീരത്തിന്റെ ഉടമസ്ഥനായിരിക്കുന്ന ആ ശിവനെ തിരിച്ചറിഞ്ഞ് ഇതിൽ ശക്തി ഉപാസനയിലൂടെ നമ്മളെ ശിവനില് എത്തിച്ചേരും. അപ്പൊ മൗനമായിട്ട് ശരിക്കും പറഞ്ഞാല് ആ ശിവതത്വത്തിൽ ഇരിക്കുക, മനനം ചെയ്യുക, അല്ലേ? അപ്പോഴാണ് നമുക്ക് ആ ശക്തി, ആ ഒരു ജ്യോതി, നമ്മുടെ അന്തർജ്യോതിയെ മനസ്സിലാകുന്നത്. അപ്പോഴാണ് നമുക്ക് ആ ഒരു ബോധം ഉള്ളിൽ ഉണ്ടാകണത്. അന്തർജ്യോതി, ബഹിർജ്യോതി, പ്രത്യക് ജ്യോതി, പരാപര ജ്യോതി, ജ്യോതി അഹം ജ്യോതി, ആത്മജ്യോതി ശിവോസ്മ്യഹം. ഞാൻ ആത്മജ്യോതി തന്നെയാണ്, അല്ലേ? ഞാൻ ഇതൊന്നുമല്ല, എന്റെ ശരീര, ബുദ്ധി, മനോസ്, അഹങ്കാരം ഒന്നുമല്ല. ഇതെല്ലാം എന്താണ്? മായയാണ്. ഇതെല്ലാം ശക്തി പ്രകടനങ്ങളാണ്. ഇതിന് അവസാനം എന്താണ്? ഇതിനകത്ത് അങ്കുഷ്ടം മാത്രം പുരുഷ, ഇതിനകത്തിരിക്കുന്ന ആ ഒരു ചെറിയ ജ്യോതി, അതാണ് ഞാൻ. നാമരൂപങ്ങളില്ലാത്ത, കാലദേശങ്ങൾക്ക് അപ്പുറത്ത് നിൽക്കുന്ന പരമമായിരിക്കുന്ന സത്യമാണ് ഞാൻ എന്നുള്ള തത്വത്തെ നമുക്ക് മനസ്സിലാകും. അപ്പൊ ആകാശ തത്വമാണ് ആത്മാവെന്ന് പറയുന്നത്. എല്ലാം ആകാശത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത്. ആകാശ തത്വമാണ്, അല്ലെ? അവിടെ നിന്നാണ് നമുക്ക് ബാക്കി പഞ്ചഭൂതങ്ങളെല്ലാം ഉണ്ടാകുന്നത്, അല്ലെ? ആറ്റം എന്ന് പറയുന്നത് അത് രണ്ടായിട്ട് പിരിഞ്ഞ്, അത് സെല്ല്, മോളിക്യൂള്, മാറ്റർ, അവസാനം ശരീരം ഉണ്ടാകുന്നു. സപ്തധാതുക്കൾ വന്നൊരു ശരീരമായിട്ട് തീരണു. ദേവി വളരെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ ഈ യന്ത്രത്തിന് നമ്മൾ മര്യാദ കൊടുക്കണം, ഇല്ലേ? ഇത് വച്ച് തന്നെ ഇതിന്റെ ആ ഒരു ക്രിയേറ്റർ ആരാണ്, ഇത് ഉണ്ടാക്കിയത്, ഇതിന്റെ ശില്പി ആരാണ്, ഇതിന്റെ ആർക്കിടെക്ട് ആരാണ്, ഇത് നമ്മൾ കണ്ടുപിടിക്കണം. ഇത് തന്നെയാണ് മനുഷ്യ ജന്മത്തിന്റെ ലക്ഷ്യം. ഈ ശരീരം നമുക്ക് ചുമ്മാ വന്നതാണ്. നമ്മൾ വിചാരിക്കുന്നു നമ്മുടെ അമ്മയുടെ വയറിൽ കടന്നു, അല്ലെ? ഗർഭപാത്രത്തിൽ വസിച്ചു, നമുക്കൊരു ശരീരം കിട്ടി. അല്ല, ഇതിന്റെ പുറകില് വളരെയധികം ചിന്തിച്ച്, എന്താ പറയുക, നല്ലതായിട്ട് ഉണ്ടാക്കിയ, അല്ലെ? നന്മ വരണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മളെ അയച്ച ഒരു മഹാശക്തിയുണ്ട്. ഇതിന്റെ ആർക്കിടെക്റ്റ് ഉണ്ട്. എപ്പോഴും നമ്മൾ എന്താ വേണ്ടേ? നമുക്ക് നമ്മളെ ഉണ്ടാക്കിയവരോട് നന്ദി. നമ്മൾ എന്തുകൊണ്ട് സ്വന്തം അച്ഛനും അമ്മയോടും എപ്പോഴും മാതാപിതാക്കളെ ദൈവത്തെ പോലെ കാണണം, അവരുടെ കാല് നമിക്കണം എന്നൊക്കെ പറയാൻ കാരണം, നമ്മൾ പ്രത്യക്ഷമായിട്ട് നമുക്ക് നമ്മുടെ ഈ ശരീരം കിട്ടാൻ കാരണം അവരാണ്, അല്ലെ? പക്ഷെ നമുക്ക് കാണാൻ പറ്റാതെ ആ ഒരു സൂക്ഷ്മ തരത്തിലിരിക്കുന്ന മഹാശക്തി നമ്മുടെ ഉള്ളിൽ ഇല്ലെങ്കിൽ നമുക്ക് ഈ ശരീരത്തെ ചലിപ്പിക്കാനോ ശരീരം നടക്കാനോ പറ്റുമോ? ചിന്തിച്ചു നോക്കേണ്ടതാണ്, അല്ലെ? അപ്പൊ നമുക്ക് ആദ്യം അച്ഛനും അമ്മയും, മാതാ, പിതാ, ഗുരു, ദൈവം, ഇല്ലേ? അപ്പൊ ദൈവം എന്ന് പറയുന്ന ആ ശക്തി നമ്മുടെ കൂടെ തന്നെ ഉണ്ട്. ഇതിനെ തിരിച്ചറിയുമ്പോഴാണ് ആ ഈശ്വരൻ ഏറ്റവും സന്തോഷമാവുക. കാരണം ഏത് ജീവനാണോ തന്റെ ആത്മാവിനെ, ഇല്ലേ, എന്റെ ക്രിയേറ്റർ ആയിട്ട്, ഇല്ലെങ്കിൽ എന്റെ സൃഷ്ടിസ്ഥിതി സംഹാരം ചെയ്യുന്ന സ്വന്തം ശരീരത്തിന്റെ ഉടമസ്ഥയായിട്ട്, അല്ലെ, സാരഥിയായിട്ട് ഈ നമ്മുടെ കൂടെ സദാ നമ്മുടെ എല്ലാ സുഖദുഃഖങ്ങളിലും പങ്കെടുത്തു വരുന്ന അമ്മയെ തിരിച്ചറിയുമ്പോൾ നമ്മള് തത്വമസി, അസി തത്വം, ഇല്ലേ? യു ആർ ദാറ്റ് ഈസ് നത്തിങ് ബട്ട് യു. ഇത് നീ തന്നെയാണ് എന്നുള്ള ആ തിരിച്ചറിവിൽ നമ്മൾ എത്തിച്ചേരും. ഇത് തന്നെയല്ലേ ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ജന്മ ലക്ഷ്യം എന്ന് പറയുന്നത്. നീ എത്ര ജന്മങ്ങൾ എടുത്താലും ഇതറിയാതെ നമുക്കൊരു തിരിച്ചുപോക്ക് ഒരിക്കലും ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ദേവിക്ക് ക്ഷയവൃത്തി വിനിർമുക്ത, ക്ഷയം, വൃത്തി, ഇതൊന്നുമില്ലാതെ, എന്താ പറയാ, ഉൽപ്പത്തി നാശമില്ലാത്തത്, ആ സ്ഥലത്തേക്കാണ് നമുക്ക് പോകേണ്ടത്. അത് തരാൻ കഴിവുള്ള ഒരാളേ ഉള്ളൂ, ഈ പരാശക്തി. അപ്പോൾ നമ്മൾ അവിടെ എത്തിച്ചേർന്നാലോ, അതിനെയാണ് നമ്മൾ കൈവല്യ മോക്ഷം എന്ന് പറയുന്നത്. ഒരു ജ്ഞാനി പൂർണ്ണമായ അറിവോടുകൂടി തന്റെ ശരീരത്തെ ഇവിടെ ഉപേക്ഷിക്കണം. അതിനെ നമ്മൾ ജീവസമാധി എന്നാ പറയുന്നത്. വസ്ത്രങ്ങൾ മാറുന്ന പോലെയുള്ള ഈ ശരീരം തന്റെ ഉള്ളിലെ ശക്തിയെ അറിയാതെ വെളിയിൽ എന്ത് പൂജകൾ ചെയ്താലും അതിന് യാതൊരു ഫലവും ഉണ്ടാവണില്ല. അതുകൊണ്ടാണ് നമുക്ക് പെട്ടെന്ന് ഫലം കിട്ടാത്തത്, ബാഹ്യമായിരിക്കുന്നത്. ഏത് കാര്യവും നമ്മളിപ്പോ, എന്താ പറയാ, ആ ഒരു റൂൾ അനുസരിച്ച് നമ്മളിപ്പോ ഇന്നതുപോലെ ചെയ്താൽ ഇന്ന ഫലം, ഇല്ലേ? നമ്മൾ മാത്തമാറ്റിക്കലി നമുക്ക് അങ്ങനെയൊക്കെ ചെയ്യാം, അതിന്റെ ഫലം കിട്ടും, ഓക്കെ. പക്ഷെ അവനവന്റെ ആ ഒരു ഉള്ളിലിരിക്കുന്ന ശക്തിയെ അറിഞ്ഞിട്ടാണ് ഇത് ചെയ്യുന്നെങ്കിൽ 10 ഇരട്ടിയാണ് ഇതിന്റെ ഫലം. ഏത് പൂജയ്ക്കും ആദ്യം ചെയ്യുന്നതാണ് ആത്മപൂജ, ഇല്ലേ? പ്രത്യേകിച്ച് ശ്രീവിദ്യ ഉപാസനയില് ഒരാള് ആസനത്തിൽ ഇരുന്നു കൊണ്ട് ആ ഒരു കമലാസനായേ നമ എന്ന് പറഞ്ഞ് അവിടെ മുതൽ ആത്മപൂജ തുടങ്ങുകയാണ്. ന്യാസങ്ങളിലൂടെ തന്റെ ഉള്ളിലിരിക്കുന്ന ശക്തിയെ ഉണർത്തി ശിവനായിട്ട് തീർന്നാൽ മാത്രമേ ദേവിയെ പൂജിക്കാനുള്ള അധികാരമുള്ളൂ ശ്രീവിദ്യയില്. ആത്മതത്വം, വിദ്യാതത്വം, ഗുരുതത്വം, ഇതെല്ലാം തന്നെ, അല്ലെ, ശിവതത്വം, ഇതെല്ലാം ആചമനം ചെയ്ത് ന്യാസങ്ങൾ ചെയ്ത് അവനവൻ തന്നെ ശിവശക്തിയെ അറിഞ്ഞ്
അതിനുശേഷമാണ് ബാഹ്യപൂജ തുടങ്ങുന്നത്. ഇതിനെയാണ് ഏത് അമ്പലത്തിലും ആത്മപൂജ ചെയ്തതിന് ശേഷമാണ് ബാഹ്യപൂജ ചെയ്യുന്നത്. അതിനെ ഉണർത്തിയിട്ട് വേണം നമ്മൾ ബാഹ്യപൂജ ചെയ്യാൻ. കാരണം ഏത് ഉപാധിയിലും ദൈവത്തിനെ കാണണമെങ്കിൽ ശരീരത്തിന്റെ ഉടമസ്ഥനെ കണ്ടെത്തണം. ഈ ശരീരം പുണ്യക്ഷേത്രമാണ്. ഇതിലിരിക്കുന്ന ദേവിയെ ആ ശക്തിയെ ദിവസവും പൂജിച്ച് സംസാരിച്ച് അനുഗ്രഹം വാങ്ങണം. അമ്മ എന്നെ അനുഗ്രഹിക്കണം അമ്മ. വെളിയിലല്ല നമ്മൾ അനുഗ്രഹം ചോദിക്കേണ്ടത്, അകത്ത് തന്നെയാ. അപ്പൊ ജീവൻ എന്ന് പറഞ്ഞാല് ആ ഒരു പെർമനന്റ് ജീവൻ എന്ന് പറഞ്ഞാൽ എന്താ? എപ്പോഴും പെർമനന്റ് ആയിട്ടുള്ളതാണ്. ശരീരം എന്ന് പറഞ്ഞാൽ ഒരിക്കലും പെർമനന്റ് അല്ലാത്തതാണ്. ഇപ്പൊ ഈ നിമിഷം വേണമെങ്കിൽ എന്റെ ജീവന് ശരീരം വിട്ടു പോകാൻ പറ്റും, ഇല്ലേ? അപ്പൊ നമുക്കതിന് യാതൊരു ഉറപ്പുമില്ല. അപ്പൊ നമ്മൾ പെർമനന്റ് ആയിട്ടുള്ളതിനെയാണോ ആശ്രയിക്കേണ്ടത്, ഇംപെർമനന്റ് ആയിട്ടുള്ളതിനെയാണോ ആശ്രയിക്കേണ്ടത്? നമ്മൾ ചിന്തിക്കേണ്ട. അസ്ഥിരമായിട്ടുള്ളതിനെ ആശ്രയിച്ചാൽ എന്ത് ചെയ്യും? നമ്മൾ വീണു പോകും, ഇല്ലേ? നമുക്ക് അതിൽ നിന്ന് കരകയറാൻ പറ്റില്ല. പക്ഷെ പെർമനന്റ് ആയിട്ടുള്ളതോ നമുക്ക് എന്നും ആശ്വാസം തന്ന് നമ്മുടെ കൈ പിടിച്ച് നമ്മളെ കൊണ്ടുപോകും. കാരണം ഇവിടെ ഒന്നും നമ്മുടേതല്ല. വീണ്ടും വീണ്ടും പറഞ്ഞ് ഉറപ്പിക്കേണ്ട ഒരു സത്യമാണ്. കാരണം ഇതെല്ലാം ചിന്തിച്ച് അതിനെയാണ് മനനം എന്ന് പറയുന്നത്. മനനം, നിധിധ്യാസനം. അവിടെയാണ് നമ്മൾക്ക് ആ ഒരു സമാധി അവസ്ഥയിലേക്ക് നമ്മളെ എത്തിക്കുന്നത്. കാരണം ആ ഒരു സാമ്യാവസ്ഥ. ഇവിടെ ഒന്നും നമ്മുടെ അല്ല. ഇത് ഉണ്ടാക്കിയത് നമ്മളല്ല, ഇത് ചലിപ്പിക്കുന്നത് നമ്മളല്ല. ഇവിടെ ഇനി ഞാനെന്ന് പറയുന്ന വ്യക്തിക്ക് എന്താണ് കഴിവ്, അല്ലെ? മറ്റുള്ളവരുടെ മുമ്പിൽ കുറെ പ്രകടനങ്ങൾ നടത്തുക, അല്ലെ? ഞാൻ ആരാണോ എന്താണോ വേറെ എന്തോ ആയിട്ട് പ്രകടിപ്പിക്കുക. അപ്പൊ അവര് കുറെ ആദരവ്, ഈ ബുദ്ധിയില്ലാത്ത കുറെ മനുഷ്യര് കുറെ എന്തൊക്കെയോ ആദരവുകൾ കൊടുക്കുമ്പോൾ അതാണ് വലിയ കാര്യം എന്ന് പറഞ്ഞ് ജീവിക്കുക. ജീവിതം ഈ ശരീരത്തെയും മനസ്സിനെയൊക്കെ വ്യർത്ഥമാക്കി ഈ കിട്ടിയ ഉപാധിയെ ഇല്ലാതാക്കി വീണ്ടും 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 താഴോട്ടുള്ള ജന്മങ്ങളിലേക്ക് പതിച്ചു പോവുക. അതേസമയം ഒരു യോഗിക്കോ ഒരു സന്യാസിക്കോ ആരുടെയും എന്താ പറയാ ഒരു പുകഴ്ത്തലുകളോ താഴ്ത്തലുകളോ ഒന്നും ആവശ്യമില്ല. അവർക്ക് ഈശ്വരൻ അവരുടെ കൂടെ ഉണ്ടെന്നുള്ളത് എന്താണ് സത്യം എന്ന് ഉറച്ചവർക്ക് ഈ പറഞ്ഞ നിന്നയും സ്തുതിയും എല്ലാം ഒരുപോലെയാണ്. പക്ഷെ അവര് സത്യത്തിൽ ഉറച്ചു നിൽക്കും. അവരുടെ കൂടെ ചിലപ്പോൾ ആളുകൾ ഉണ്ടായെന്നിരിക്കില്ല. കാരണം ഇന്ന് നമുക്കറിയാം കപട വേഷധാരികളായിരിക്കുന്ന ലോകം, അല്ലെ? എല്ലാം തന്നെ അസത്യത്തിന്റെ പുറകിലാണ്, അല്ലെ? സമ്പത്ത്, ആ ഒരു എന്താ പറയാ പ്രൗഢി, ഇങ്ങനെയുള്ളതിന്റെ, അല്ലെ? നമുക്ക് എന്താ പറയാ ഒരു സ്ഥാനമാനങ്ങള്, ഇതെല്ലാത്തിന്റെ പുറകിലും പോകുന്ന ഇന്നത്തെ ലോകം ഇത് പറഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലായില്ലെന്നിരിക്കൂല. പക്ഷേ ഇത് മനസ്സിലാക്കി എത്രയോ ഋഷിമുനിമാര് നമ്മുടെ ഈ സനാതന ധർമ്മത്തിലുണ്ടായിരുന്നു. അവര് പറഞ്ഞിരിക്കണു, എന്താ പറയാ, ആത്മപൂജ എന്നുള്ളതാണ് ഏറ്റവും ഉയർന്ന പൂജ. അത് ഉണർത്താതെ പൂജ ചെയ്തിട്ട് യാതൊരു ഫലവും ഇല്ല. ഏത് ഉപാധിയിലും ദൈവത്തിനെ കാണണമെങ്കിൽ ശരീരത്തിന്റെ ഉടമസ്ഥനെ കണ്ടെത്തിയിരിക്കണം. ഈ ശരീരം പുണ്യക്ഷേത്രമാണ്. ഇതിലിരിക്കുന്ന ദേവിയാണ് നമ്മൾ ആത്മശക്തിയെ ദിവസവും പൂജിക്കണമെന്ന്. അപ്പൊ ദേവിക്ക് ഒരു പേരുണ്ട്, വിജയ, വിമല, വന്ധ്യ. വിശേഷമായിട്ട് ജയം കൊടുക്കുന്നവളാണ് ദേവി, അല്ലേ? ആ ഒരു എന്താ പറയാ മോക്ഷത്തെ കൊടുക്കുന്നവളാണ്, ഇല്ലേ? അനുഗ്രഹിക്കുന്നവളാണ്. തന്നെ അറിയുന്നവർക്ക് മോക്ഷമേ ഉള്ളൂ, ഇല്ലേ? ശരീരം ആദ്യം ഖലു ധർമ്മസാധനം. ഈ ശരീരമാകുന്ന ക്ഷേത്രത്തില് അതിനെ നന്നായി രക്ഷിച്ച് വണങ്ങി ആരാധിച്ച് അതിനെ തന്നെ ശക്തിയായിട്ട് ആ ഒരു ശക്തിയുമായിട്ട്, ജീവനുമായിട്ട്, ആ പെർമനന്റ് ആയിരിക്കുന്ന ശക്തിയുമായിട്ട് നമ്മൾ ബന്ധം വച്ചോളണം. നമ്മൾ ഈ പറയുന്ന ബാഹ്യമായിരിക്കുന്ന ഇംപെർമനന്റ് വസ്തുക്കളില്, ബന്ധുക്കളില്, അല്ലെ? നമ്മൾ അഹം മമ, ഞാനും എന്റെ ശരീരവുമായിട്ട് ബന്ധപ്പെട്ട വസ്തുക്കളില് നമ്മൾ ബന്ധം വെച്ചാല് അത് നഷ്ടപ്പെട്ടു പോകുമ്പോൾ നമുക്ക് ദുഃഖം ഉണ്ടാവും. പെർമനന്റ് ആയിട്ട് അതിൽ ഇഷ്ടം, നമ്മൾ ആ ഒരു ബന്ധം വെച്ചാലോ ആ ബന്ധം ഉയർന്നുയർന്നുയർന്ന് പരമമായിരിക്കുന്ന ഒരു വൃക്ഷമായിട്ട് വളർന്ന് നമുക്ക് എപ്പോഴും തണല് തന്ന് നമുക്ക് ആശ്വാസം തന്ന് നമ്മുടെ കൂടെ ഉണ്ടാകും. അപ്പോ ശരിക്കും പറഞ്ഞാല് ഈ ഒരു ബന്ധം വച്ചില്ലെങ്കിൽ, കാരണം എന്താ, എപ്പോഴും വേണമെങ്കിലും ഈ ഉപാധിയായിരിക്കുന്ന ശരീരം നഷ്ടപ്പെട്ടു പോകാം. അപ്പൊ പെർമനന്റ് വസ്തുവുമായിട്ട് താതാത്മ്യം പ്രാപിച്ചോണം. ഒരിക്കലും വിട്ടുപോകാതെ മഹാശക്തി അതിൽ ലയിച്ചു ചേരണം. അപ്പൊ എല്ലാറ്റിനും വിശേഷമായിരിക്കുന്ന ഒരു ജയം നേടണം, ഇല്ലേ? അതിന് ദേവി നമുക്ക് ജയം തരുന്ന ദേവിയുടെ പേരാണ് വിജയ. മോക്ഷം കൊടുത്ത് തിരിച്ച് ജന്മത്തിൽ വരാത്ത അവസ്ഥ കൊടുക്കുന്നവൾ, ഇല്ലേ? തന്റെ ഉള്ളിലെ തിന്മകളെ തിരിച്ചറിഞ്ഞ് അതെല്ലാം തന്നെ മാറ്റി ദേവിയുടെ ചരണങ്ങളില് ശരണാഗതി ചെയ്താൽ പിന്നെ തിരിച്ചുപോക്കില്ല. ഇപ്പൊ സുബ്രഹ്മണ്യൻ ഇങ്ങനെയാണ് ചെയ്യുന്നത്. കാരണം എന്താ? ദേവിയുടെ ശക്തി വേൽ വച്ചിട്ടാണ് സംഹാരം ചെയ്യുന്നത്, ഇല്ലേ ഭഗവാൻ? ഇപ്പൊ തുലാമാസം ശുക്ലപക്ഷം ദശമി തിഥി, ഇത് വളരെ വിശേഷമാണ്. ഇപ്പൊ വിമല എന്ന് പറഞ്ഞാൽ എന്താ? അജ്ഞാനമില്ലാതെ നിർമ്മലമായിരിക്കുന്ന ഒരു ദേവത. ഈ ദിവസം ദേവിയെ ഉപാസന ചെയ്തവർക്ക് എല്ലാ അനുഗ്രഹങ്ങളും കിട്ടുമെന്ന് പറയാറുണ്ട്.
ആത്മാവിന് ഒരിക്കലും ഒരു ദോഷവുമില്ല. ആത്മാവ് എപ്പോഴും ശുദ്ധമാണ്. ദോഷങ്ങള് എന്തിനെയാണ്? ശരീരത്തിനാണ്, അല്ലേ? ദോഷങ്ങളെല്ലാം തന്നെ ജീവനെയാണ് ബാധിക്കുന്നത്. ശരീരത്തിനും ദോഷങ്ങൾ എന്ന് പറയുന്നത് എന്താ? വ്യാധികളായിട്ട് വരുന്നത്. അപ്പൊ ദോഷങ്ങളെല്ലാം ജീവനെയാണ് പിടിക്കുന്നത്. ആ ഒരു മലത്രയങ്ങളെയാണ് നമ്മൾ കഴുകിക്കളയേണ്ടത്. ഇപ്പൊ വാമകേശി, വന്യമണ്ഡലവാസിനി, വാഗ്വാദി എന്നൊക്കെയുള്ള നാമങ്ങൾ ഇനി വരുന്നുണ്ട്. തർക്കശാസ്ത്രം എല്ലാം വാക്രൂപമായിട്ടിരിക്കുന്നവൾ, ഏത് വാക്കും ഭക്തന് സത്യമാക്കി കൊടുക്കുന്നവൾ, ഇല്ലേ? അപ്പൊ അഭിരാമി, അന്താദിയിലെ സുബ്രഹ്മണ്യ ഭട്ടർ, അല്ലേ? അഭിരാമി ഭട്ടർ എന്നറിയപ്പെടുന്ന അദ്ദേഹത്തിന് എന്താണ്? ആമാവാസി പൗർണമിയാക്കി കൊടുത്തവളാണ് ദേവി, അല്ലേ? കരുണ, ആ കരുണ കൊണ്ട്, ഭക്തി വശ്യായതുകൊണ്ട് ഭക്തനും ആ ഒരു ഭവവും ഒന്നാണ് എന്ന് കാണിച്ചു കൊടുക്കുന്നവളാണ് ദേവി. ഇപ്പൊ ഭക്തന്റെ വാക് വാക്കിന്, ആ ഒരു വാഗ്ജ്ഞാനത്തിന്, ജ്ഞാനജ്ഞാതൃ ജ്ഞേയ രൂപ. അപ്പൊ ദേവി എന്ന് പറഞ്ഞാൽ എന്താ? ദേവി ഉപാസനയില് മഹാമന്ത്രങ്ങൾ ജപിക്കുന്നവന്റെ നാക്കിൽ നിന്ന് ഒന്നും ആവശ്യമില്ലാത്തത് വരരുത് എന്ന് പറയാൻ കാരണം അതാണ്. കാരണം അതിനാണ് ശക്തി വാക്ക്. അമ്മ അതിനെ സത്യമാക്കി കൊടുക്കും, ഇല്ലേ? ശക്തി ചൈതന്യമാണ് ശരീരം മുഴുവനും സഞ്ചരിക്കുന്നത്. കാരണം ഈ ക്ഷേത്രജ്ഞനെ അറിഞ്ഞ ഒരു വ്യക്തിയുടെ ശരീരത്തിലെ ഓരോ സെല്ലും ശക്തിയാണ്, അല്ലേ? ഇപ്പൊ പശു പാശ വിമോചിനി, പശു എന്ന ജീവൻ, പാശം എന്ന ശരീരം, അതിനെയാണ് നമ്മൾ കയറെന്ന് പറയുന്നത്, അല്ലേ? അപ്പൊ അതിനെ നമ്മൾ കെട്ടിയിട്ടിരിക്കുകയാണ്. ജീവനെ വന്ന് ഈ ശരീരം കെട്ടിവെച്ചിരിക്കുകയാണ്. വിട്ടുപോകാതെ ശരീരത്തെ നമ്മൾ എപ്പോഴും പറയില്ലേ, മരണത്തെയാണ് ഭയം. ശരീരം വിട്ടുപോകാൻ ഇഷ്ടമല്ല. കുട്ടികൾ അമ്മയെ പിടിക്കണ പോലെ ശരീരത്തെ പിടിച്ചു വെച്ചിരിക്കുകയാണ്. അപ്പൊ ജ്ഞാനം എന്ന് പറഞ്ഞാൽ എന്താ? ഈ ശരീരം വേറെ, ആത്മാവ് വേറെ. ജീവൻ എപ്പോ വേണമെങ്കിലും ശരീരത്തെ വിട്ടുപോകും. ആ ഒരു കുട്ടി എന്ന് പറഞ്ഞാലോ ആത്മജൻ. അപ്പൊ തന്റെ ആ ഒരു വികാരങ്ങള്, പുണ്യപാപങ്ങള് എല്ലാം വാസനയായിട്ട് കുട്ടിയായിട്ട് പുറത്തു വരണു. അപ്പോ ശരിക്കും പറഞ്ഞാല് ആ ഒരു പ്രാരാബ്ധം, അല്ലെ? ഇനി കുട്ടികൾ ഇല്ലാത്തവരാണ് ശരിക്കും ഭാഗ്യവാന്മാരെന്ന് പറയാറുണ്ട്. പാപങ്ങൾ കുറഞ്ഞവർ. അജ്ഞാനം കൊണ്ട് അത് വലിയ കുറവായിട്ട് കാണുന്നു മനുഷ്യര്. ഇപ്പൊ വാമകേശി, ഈ ശരീരത്തിൽ ജീവൻ ഇരിക്കുന്നത് കൊണ്ട് മാത്രമാണ് ആദരവ് കിട്ടുന്നത്. വന്താരു ജനവത്സലായേ നമ. ദേവി ആ ഒരു ദയ ഉള്ളവരാൽ ആരാധിക്കപ്പെടുന്നവൾ ആണ് ദേവി. ഇപ്പൊ കമ്പാഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ദയ ഏറ്റവും വലിയ ക്വാളിറ്റിയാണ്, അല്ലേ? അത് ആ ഭക്തിമൽ കൽപ്പലതിക, കൽപ്പകാലം വരെ തന്റെ ഭക്തർക്ക് പൂർണ്ണ ഭക്തി കൊടുക്കുന്നവൾ. സത്സംഗമാണ് ഏറ്റവും നന്നായിട്ട് കർമ്മദോഷങ്ങൾ മാറ്റാനുള്ള മരുന്നെന്ന് പറയുന്നത്. ദേവിയാകുന്ന മഹാശക്തി ഉള്ളിലിരിക്കുമ്പോ എങ്ങനെയാണോ പോലീസ് വക്കീലുള്ളിടത്ത് കള്ളന്മാര് കയറാത്തത്, അതുപോലെ കാമക്രോധ ലോഭ മോഹ മത മാത്സര്യങ്ങളാകുന്ന കള്ളന്മാര് ദേവി ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് ഓടിക്കളയും, ഇല്ലേ? അവരൊരിക്കലും അവിടെ വരാൻ ഭയപ്പെടും. അപ്പോ നമ്മളെ ഉയർത്തണം, അല്ലേ? അറിയണം. ഇല്ലാതെ നമുക്ക് മോക്ഷം ലഭിക്കില്ല. അതുകൊണ്ടാണ് ഉത്തരേത് ആത്മനാത്മാനം ന ആത്മാനം അവസാദേത്. ആത്മൈവ ആത്മനോ ബന്ധു ആത്മൈവ രിപുരാത്മനഃ. നമ്മൾ തന്നെയാണ് നമ്മുടെ ബന്ധു, നമ്മൾ തന്നെയാണ് നമ്മുടെ ശത്രു. നമുക്ക് പുറമേ നിന്ന് ആരും വന്ന് നമ്മളെ ഉയർത്താൻ വരില്ല. കാരണം നമ്മളെ ബാക്കിയുള്ള കാര്യങ്ങൾക്കെല്ലാം കുടുംബം, ബന്ധുക്കള്, ഇല്ലേ, ഫ്രണ്ട്സ് ഒക്കെ കാണും. നമ്മുടെ ആത്മാവിനെ ഉയർത്തണമെങ്കിൽ, ആത്മാവിനെ അറിയണമെങ്കിൽ നമ്മൾ തന്നെ അതിന് പ്രവൃത്തി ചെയ്യണം. സദാചാര പ്രവർത്തിക. ഭക്തർക്ക് ആ ഒരു സത്കർമ്മങ്ങള്, ആചാര അനുഷ്ഠാനങ്ങളെല്ലാം നന്നായി നടത്തി കൊടുക്കുന്നവൾ. ഒരു ലെവല് കഴിഞ്ഞാലും മറ്റുള്ളവർക്ക് മുന്നിൽ അറിവില്ലാത്തവരായി അഭിനയിച്ച് ആചാരങ്ങളെ നിന്ദിക്കാതെ ആ താഴെ ലെവലിലുള്ളവരെ മുകളിലേക്ക് നമ്മൾ കൊണ്ടുവരണം. അപ്പൊ താപത്രയാദി സംതക്ത സമാഹ്ലാദന ചന്ദ്രിക. താപത്രയങ്ങള്, ആദിദൈവികം, ആദിഭൗതികം, ആധ്യാത്മികം, ഇങ്ങനെയുള്ള 3 അജ്ഞാനങ്ങള്, അല്ലേ? ആ ഒരു ദുഃഖങ്ങള്, ഇവ നമ്മുടെ ആ ഒരു ശരീരത്തില് ശരിക്കും പറഞ്ഞാല് ആ ഒരു നമ്മുടെ ഉയർച്ചയ്ക്ക്, പ്രോഗ്രസിന് തടസ്സമായിട്ട് നിൽക്കുന്ന ദുഃഖങ്ങളാണ്. ഈ 3 ആണികൾക്കും ചന്ദ്രൻ എന്ന് പറഞ്ഞ അണികൾക്ക് ചന്ദ്രൻ എന്ന് പറയുന്ന ആ മംഗളകാരിയായിട്ട് ശീതളിമയെ കൊടുക്കുന്നവൾ, ശീതാഗ്നി, അല്ലെ? ചന്ദ്രൻ ചന്ദ്രികയെ കൊടുത്ത് അഗ്നിയെ ശമിപ്പിക്കും എന്ന് പറയണു. ഇപ്പൊ ചന്ദ്രൻ എന്നാല് എന്താണ്? മനസ്സ്. ഇപ്പൊ മനസ്സ് സുഖദുഃഖങ്ങൾ വന്നാലും ബാലൻസ് ആയിട്ട് ചെയ്ത് നിൽക്കും. കാരണം ശരിക്കും മനസ്സാണ് എന്താ? ആ മനുഷ്യാണാം ബന്ധമോക്ഷ ഹേതുഹു. മനുഷ്യാണാം ബന്ധമോക്ഷ ഹേതു. ഇത് തന്നെ, ഈ മനസ്സ് തന്നെയാണ് നമുക്ക് ബന്ധം ഉണ്ടാക്കി തരുന്നത്, മോക്ഷം ഉണ്ടാക്കി തരുന്നത്. അതുകൊണ്ട് ഇതിനെ എന്താ പറയുക? ശക്തി രൂപം, ചന്ദ്രരൂപം, എല്ലാ ദുഃഖങ്ങളും ഇല്ലാതാക്കുന്നത്. മനസ്സിനെ ആത്മാവുമായിട്ട് ഏറ്റവും അടുത്തിരിക്കുന്നത്. വേദങ്ങളിൽ ആത്മാവെന്ന് പറയുന്നത് നിത്യ ആനന്ദം എന്ന പറയുന്നത്. ദേവി
നിത്യ യൗവന, ആത്മാവിന് പ്രായമില്ല അല്ലെ, എന്നും ഉള്ളത്. അപ്പൊ ആത്മാ എന്ന് പറഞ്ഞ 50,000 വർഷങ്ങളായിട്ട് സത്യയുഗത്തിൽ യാത്ര തുടങ്ങിയതാണ് ഇല്ലേ. അപ്പൊ അതിന് പ്രായമില്ല. ഇപ്പൊ എന്താ, കലിയുഗത്തിൽ വന്ന് നിൽക്കണു. അതുകൊണ്ടാണ് ആത്മാവ് എപ്പോഴും തരുണിയായി നിത്യ യൗവന, എല്ലാം പോസിറ്റീവ് തിങ്സ് മാത്രം ഉള്ളത് അല്ലേ. 13 ബില്യൺ ഇയേഴ്സ് ആയിട്ട് ഈ ഭൂമി നിലവിൽ വന്നിട്ട് ഇപ്പൊ ശരീരജ്ഞാനം വളരുന്നില്ല. കാരണം നമ്മൾ ഫിസിയോളജി പഠിച്ചു കഴിഞ്ഞാല് ശരീരത്തിന് ഇതിനകത്തുള്ള ഒരു സാധനവും മാറ്റി വയ്ക്കപ്പെട്ടിട്ടില്ല അല്ലെ. പണ്ട് പഠിച്ച അതേ കാര്യങ്ങൾ തന്നെയാണ് ശരീരത്തിന് ഇപ്പോഴും. ആത്മജ്ഞാനമാണ് വളരേണ്ടത്. ഇപ്പൊ മനുഷ്യൻ ഇപ്പോ ഈ പറഞ്ഞിരിക്കുന്ന എന്താ, ആ ഒരു കെട്ടിയിട്ടിരിക്കുന്നത് ബാഹ്യജ്ഞാനം മാത്രമാണ്. നമുക്ക് കിട്ടുന്നതും ബാഹ്യജ്ഞാനം മാത്രമാണ്. ആന്തരിക ജ്ഞാനം നമ്മൾ നേടിയെടുക്കണം. ഇതാണ് മനുഷ്യധർമ്മം എന്ന് പറയുന്നത്. ഇപ്പൊ മനുഷ്യന്റെ ഉള്ളിൽ 2 കാര്യങ്ങൾ എരിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഒന്ന് സൂര്യനും മറ്റേത് ചന്ദ്രനും അല്ലേ. ഇപ്പൊ സൂര്യന്റേത് ഹീലിയം, ചന്ദ്രന്റേത് മിഥിയം. ഇപ്പൊ ഹിരണ്യഗർഭൻ മഞ്ഞ വർണ്ണമുള്ള ശീതവർണ്ണമുള്ള ചന്ദ്രൻ മിഥിയം, ഈ 2 ശക്തികള് ഇടാ പിങ്കളയായിട്ട് സുഷുമ്നയ്ക്ക് 2 വശവും ഇരുന്ന് ആ ഒരു സവ്യ മാർഗസ്ഥ സുഷുമ്നയ്ക്ക് വഴി കാണിച്ചു കൊടുക്കുകയാണ് അല്ലെ. സെക്യൂരിറ്റി ഗാർഡ്സ് ആയിട്ട് അവർ ഇരിക്കുകയാണ്. ഇപ്പൊ പിങ്കള എന്ന് പറയുന്ന സൂര്യന്റെ ഹീലിയം, ആ ഒരു വിജ്ഞാനം ജ്ഞാനം ചേർന്നിരിക്കണം അല്ലെ. ജ്ഞാനം എന്ന് പറഞ്ഞാൽ പെർമനന്റ്, വിജ്ഞാനം എന്ന് പറഞ്ഞാൽ നോട്ട് പെർമനന്റ്. അപ്പം താപസാരാധ്യ, തപസ് ചെയ്യുന്നവരാൽ, ഉയർന്ന തലത്തിലുള്ളവരാൽ, അവരാൽ ആരാധിക്കപ്പെടുന്നവളാണ് ദേവി. നമ്മൾ എന്താ പറയുന്നത്, അറിവുള്ളവരുമായിട്ട് ഫ്രണ്ട് ആവുക ഇല്ലേ. അപ്പൊ നമ്മുടെ തലവും ഉയരും. അപ്പൊ നമ്മൾ അറിവില്ലാത്തവരുമായിട്ട്, ഈ ഒരു പ്രായോഗികമായിട്ട് ലൗകിക ജ്ഞാനത്തിൽ മാത്രം കിടക്കുന്നവരുമായിട്ട് ബന്ധം വെച്ചാല് നമുക്ക് ഒരിക്കലും നമ്മളെ ഉയർത്താൻ സാധ്യമല്ല. അപ്പൊ അതുകൊണ്ട് എന്താ വേണം, നമ്മുടെ ഫ്രണ്ട്സിനെ അറിയുമ്പോൾ നമുക്കറിയാം നമ്മൾ ഏത് തലത്തിലാണെന്നുള്ളത് അല്ലേ. അപ്പൊ ദേവി തനുമധ്യ തമോപഹ, അപ്പൊ എല്ലാ ഇരുട്ടിനെയും മാറ്റുന്നവളാണ്. ചിത്തം എന്ന് പറഞ്ഞാൽ ചൈതന്യം. അപ്പൊ ജന്മലക്ഷ്യം ഇത് തന്നെയാണ്. ഈ ജ്ഞാനം തന്നെ ഏറ്റവും വലിയ ധനം എന്ന് പറയുന്നത് തത്പദ ലക്ഷ്യാർത്ഥ. അപ്പൊ ഈ ഇത് ശരിക്കും പറഞ്ഞാല് തത് വായു, തത് ആകാശം, തത് ജലം, ഇതെല്ലാം തന്നെ മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു ശക്തി അല്ലെ. ചിത്ത് എന്ന് പറയുന്ന ആനന്ദ ചൈതന്യ രസത്തെ പാനം ചെയ്യാനായിട്ട് സഹായിക്കുന്നവൾ. നമ്മൾ കഴിക്കുന്ന ആഹാരങ്ങളെല്ലാം തന്നെ ശനീശ്വരൻ അല്ലെ, ശനിയൻ. ആഹാരം എന്ന് പറഞ്ഞാൽ അത് പിന്നെ രസമാകും, രസം രക്തമാകും, രക്തം മാംസം, കൊഴുപ്പ്, അസ്ഥി, മജ്ജ, ശുക്ലം, 7 വിധത്തില് ആ ഒരു മഹാധാതുക്കൾ നമ്മുടെ ശരീരത്തിന് ആധാരമായിട്ടിരിക്കുന്നത്. ഒരു ചെറിയ വിത്ത്, ഒരു മാംസകഷ്ണം, ഒരു ചെറിയ കടുകുമണി ഇല്ലേ. രണ്ട് എന്ന് പറയുന്നത് ആ ഒരു രണ്ടാമതായിരിക്കുന്ന തല, കാല്, മൂക്ക്, ആ ഒരു പ്രപഞ്ച തത്വങ്ങള്, നഖം, രോമങ്ങള്, ശത്രുബാധകൾ ഉണ്ടാക്കുന്നത്, ഹൃദയം, സമ്പൂർണം, പിന്നെ അവസാനം പ്രസവം ഇല്ലേ. ഇതൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ ഒരു ജീവൻ ശരീരത്തിൽ വന്ന് പുറത്തേക്ക് വരുന്നത്. ആറ്റം എന്നാൽ സ്പന്ദം, അതായത് ആ ഒരു ജീവശക്തി. 7ാം മാസത്തില് ആണ് ഈ പറയുന്ന ശരീരത്തിലേക്ക് പ്രാണൻ പ്രവേശിക്കുന്നത്. അപ്പോ ആ അമ്മ എന്ന തത്വം ഒരു ജീവനെ ഒരിക്കലും വിട്ടുമാറാതെ സംരക്ഷിക്കുന്നതാണ്. അതാണ് അമ്മയുടെ മഹത്വം. ഈ അമ്മ എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും ഫിസിക്കൽ മദർ, നമ്മുടെ ശരീരം തന്ന അമ്മയെ മാത്രമല്ല എടുക്കേണ്ടത്, നമ്മുടെ ആത്മാവായിട്ട് നമ്മുടെ ഉള്ളിൽ പ്രവേശിച്ചിരിക്കുന്ന ആ മഹത്തത്വം ഇല്ലേ. ഇപ്പൊ ശബ്ദത്തിന് ശേഷം മാത്രമേ പ്രകാശം വരുന്നുള്ളൂ. ഏറ്റവും ആദ്യം വേണ്ടത് നമ്മൾ ശ്രവണമാണ്. നമ്മൾ ഇത് കേൾക്കണം, അമ്മയെക്കുറിച്ച് അറിയണം ഇല്ലേ. ഓം എന്ന മൂലാധാരത്തിൽ തുടങ്ങി ദ്വാദശാന്ത്യത്തിൽ എത്തി വീണ്ടും മുകളിൽ ചെന്ന് ലയിക്കുകയാണ്. ദേവി നാമങ്ങളെല്ലാം തന്നെ ദേവിയെ അറിയുന്നതിനുള്ള വഴികളാണ്. ഒരു ഫ്രിഡ്ജ് അല്ലെങ്കിൽ ഒരു മിക്സി ഏത് വാങ്ങിയാലും അത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അതിനൊരു പ്രോസസ് ഉണ്ട് ഇല്ലേ. നമ്മൾ അതിൻ്റെ കൂടെ ഒരു മാനുവൽ കിട്ടും, അത് നോക്കി മനസ്സിലാക്കും ഇത് എങ്ങനെ ഓൺ ചെയ്യണം, മീഡിയത്തിൽ വെക്കണം, ഓഫ് ചെയ്യണം ഇല്ലേ. അതുപോലെ ഈ ശരീരം ഉണ്ടായി അത് നിലനിന്ന് ഇല്ലാതാകുന്നതിന് ഒരു പ്രത്യേക രീതിയുണ്ട്. ഇത് നടക്കുന്നത് ശരീരത്തിനകത്താണ് അല്ലെ. അകത്തൊരു ശക്തിയുടെ സാന്നിധ്യത്തിലാണ് ഇതെല്ലാം നടക്കുന്നതെന്നുള്ള സത്യം നമ്മൾ അറിയണം, അത് ചിന്തിക്കണം. നമ്മൾ എപ്പോഴും ബാഹ്യത്തിൽ മുഴുകിയിരിക്കുന്ന നമുക്ക് നമ്മുടെ ഉള്ളിൽ നടക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കാനുള്ള സമയമില്ല അല്ലെ. നമ്മൾ അതിന്റെ ഒരു മായാവലയത്തില്, ബാഹ്യമാകുന്ന മായയിൽ കുടുങ്ങിക്കിടക്കുകയാണ് നമ്മളെല്ലാം. അപ്പൊ ആ ശക്തിയെ, നമ്മുടെ ഉള്ളിലിരിക്കുന്ന ശക്തിയെ കണ്ടെത്തലിനെയാണ് നമ്മൾ ഉപാസന, സാധന ഇല്ലേ. ഞാൻ ആര്, ഏതിൽ കൂടിയൊക്കെയാണ് നമ്മള് ദേവിയെ അറിയാൻ സാധിക്കുന്നത്. ഇതെല്ലാം നമ്മൾ അറിയണം. ഇപ്പൊ ക്ഷേത്രം, നമ്മുടെ ശരീരം, ക്ഷേത്രജ്ഞൻ എന്ന് പറയുന്നത് ഈ ജ്ഞാനമായ ശക്തി അല്ലെ. ശരീരം എന്നാൽ എന്താ, അജ്ഞാനമാണ്.
ഇതെപ്പോഴും ആത്മാവിനെ മറയ്ക്കും, ഇല്ലേ? ജീവനെ മറയ്ക്കും. അതിനെയാണ് നമ്മൾ മായ എന്ന് പറയുന്നത്. ഈ മായ മറ നീക്കി ജ്ഞാനശക്തിയെ അറിഞ്ഞ് അനുഭൂതിയെ അറിയണം. എല്ലാവർക്കും ഓരോ കഴിവുകളുണ്ട്, അതിനുള്ള ഓപ്പർച്യൂണിറ്റി കിട്ടണമെന്ന് മാത്രം. അപ്പൊ അജ്ഞാനമാകുന്ന ശരീരം അതിനുള്ള വഴി കണ്ടെത്തിയില്ലെങ്കിൽ നമുക്ക് ഇതിനകത്തുള്ള ശക്തിയെ ഒരിക്കലും അറിയാൻ സാധ്യമല്ല. അപ്പൊ ഉപാധിയായിരിക്കുന്ന ഈ ശരീരത്തെ വെച്ച് പല വിധത്തിലുള്ള സാധനങ്ങൾ ചെയ്യണം. ഒരു നാള് ഇത് ഈ ശക്തി വെളിപ്പെട്ട് കിട്ടും, ഉറപ്പാണ്, ഇല്ലേ? പ്രഹ്ലാദൻ, അഗസ്ത്യൻ എല്ലാവരും സാധന ചെയ്ത് മാത്രമാണ് ഈ ആധ്യാത്മിക സത്യത്തെ വെളിപ്പെടുത്തിയത്. അപ്പൊ പടിപ്പടിയായിട്ട് നമുക്ക് ഉയരണം. നമ്മുടെ ആത്മാവ് വെറും ജീവനല്ല. എല്ലാവരും പറയുന്ന ഈശ്വരൻ എന്ന് പറയുന്ന ആ ഒരു പരബ്രഹ്മ തത്വം, ഇല്ലേ? ആ ഒരു എന്താ പറയാ, ഒരു പരബ്രഹ്മ സ്വരൂപം, തത്വമസി എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ഈ ജന്മത്തിൽ പറ്റിയില്ലെങ്കിൽ പല പല ജന്മങ്ങൾ അറിഞ്ഞു തന്നെ തീരണം ഇത്. കാരണം ഇതാണ് ഓരോ ജീവന്റെയും ജന്മലക്ഷ്യം എന്ന് പറയുന്നത്. ഈ ജന്മത്തിൽ നടക്കാത്തത് ഒരു ബ്രേക്ക് എടുത്ത് വീണ്ടും ഭൂമിയിൽ വന്ന് ഇത് മനസ്സിലാക്കി പോയേ തീരുള്ളൂ. ഈ സത്യത്തെയാണ് നമ്മൾ ക്ഷേത്രജ്ഞ യോഗം എന്ന് പറയുന്ന ലളിതാ സഹസ്രനാമത്തിന്റെ 10ാമത്തെ അധ്യായത്തിൽ പറയുന്നത്. ഇപ്പൊ ശരീരം എന്നാൽ 36 തത്വങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയതാണ്. അപ്പൊ നമ്മള് ആ ഒരു ആശയെ അടക്കുന്നത് ആഹാരമാണെന്ന് പറയാറുണ്ട്, അല്ലേ? പഞ്ചേന്ദ്രിയങ്ങൾക്കും ആഹാരം വേണം. ചെവിക്ക് ശബ്ദം വേണം, കണ്ണിന് രൂപം വേണം, ഇല്ലേ? ആ ഒരു നാവിന് രസം വേണം, ത്വക്കിന് സ്പർശം വേണം. അപ്പൊ ആ സർവ്വവ്യാപിയാണ് വിഷ്ണു. അകാരോ വിഷ്ണു. ബുദ്ധിക്ക് ബ്രഹ്മജിജ്ഞാസ വേണം. ഇപ്പൊ വിദ്യാർത്ഥി എന്ന് പറഞ്ഞാല് ആഗ്രഹിക്കുന്നവനാണ്. അപ്പൊ നമ്മൾ എന്നും ഇത് അറിയാനുള്ള ഒരു വിദ്യാർത്ഥിയായിട്ടിരിക്കണമെങ്കിലേ നമുക്ക് ഈ ശരീരത്തിന്റെ ഈ 36 തത്വങ്ങളെ നമ്മൾ അറിയാൻ പറ്റുള്ളൂ. 36 ധാതുക്കള്, വസ്തുക്കള്, കലകള്, ഇല്ലേ? ഇതിന്റെ പാർട്ടാണ്. അതിൽ മുഖ്യം സപ്തധാതുക്കൾ തന്നെയാണ്. ഇപ്പൊ ആറ്റം എന്ന് പറഞ്ഞാൽ ജീവൻ, ആത്മാ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാല് ഈ മേഡപ്പ് ഓഫ് സെൽ, മോളിക്യൂൾ, മാറ്റർ, അല്ലേ? ആത്മാവ്. ഉപാധി എന്ന് പറയുന്ന ശരീരം. ആഹാരം, രസം, രക്തം, മാംസം, മേധസ്, അസ്ഥി, മജ്ജ, ശുക്ലം. ആഹാരം എന്നാല് ആ ഒരു കർമ്മം, അതാണ് നമ്മൾ ഭക്ഷിക്കുന്നത്, അല്ലേ? അപ്പോ നമ്മൾ എന്ത് വേണം? ലളിതാർപ്പണ വസ്തു എന്ന് പറഞ്ഞ് നമ്മുടെ ശരീരത്തിനുള്ളിലിരിക്കുന്ന ദേവിക്കായിട്ട് സമർപ്പിച്ച് കഴിച്ചാല് കർമ്മമാകുന്ന ശനീശ്വരൻ എന്ന് പറഞ്ഞാൽ കർമ്മത്തെ പ്രദാനം ചെയ്യുന്ന ആളാണ്, അല്ലേ? ആ ശനീശ്വരനായിരിക്കുന്ന ആഹാരം തന്നെ ബാധിക്കില്ല, അതിന്റെ കർമ്മങ്ങള് നമുക്ക് വന്നു ചേരില്ല. ഇപ്പൊ കർമ്മ അധിപതി ശനീശ്വരനാണ്. ഒരു ഗ്ലാസ് ജലത്തിലാണെങ്കിലും കർമ്മം ഉണ്ടാകും. ഇപ്പൊ കർമ്മേന്ദ്രിയങ്ങള്, ജ്ഞാനേന്ദ്രിയങ്ങള്, അന്ധകരണങ്ങള് എല്ലാം തന്നെ ഈ ശരീരത്തിൽ ജോലി ചെയ്തുകൊണ്ടേയിരിക്കണു. സ്ഥൂല, സൂക്ഷ്മ, പരം, ഇല്ലേ? ആ ഒരു ഇമോഷണൽ ബോഡി, മനസ്സ് തുടങ്ങിയിട്ടുള്ള 5 ശരീരങ്ങൾ നമ്മുടെ ശരീരത്തിലുണ്ട്. അതുകൊണ്ടാണ് പഞ്ചയജ്ഞം എന്ന് പറയുന്നത്. ആഹാരം എന്ന് പറയുന്നത് ഉദരാഗ്നിയിൽ ഹോമം ചെയ്യണു. മണിപൂരകത്തിൽ മഹാവിഷ്ണു ഇരിക്കുന്നു. ഇപ്പൊ വിഷ്ണു എന്ന് പറയുന്നത് ക്ഷീരസാഗരത്തിൽ മയങ്ങിക്കിടക്കുന്ന ആളാണ്. ആഹാരം ഇല്ലാതെ ഇരിക്കുന്നത് രുദ്രൻ. എല്ലാത്തിനും ഒരു ശക്തി സൂക്ഷ്മമായിട്ടും സ്ഥൂലമായിട്ടും ഇരിക്കുന്നുണ്ട്. അപ്പൊ ഈ ശരീരത്തിലാണ് ജീവൻ എന്ന് പറയുന്ന ആത്മാവ് വന്നു ചേരുന്നത്. ഇത് ശരീരത്തിൽ നടത്തുന്ന പഞ്ചശക്തികളിലൂടെയാണ്. ഇപ്പൊ ആക്റ്റീവായിട്ടിരിക്കുമ്പോ നാം ശക്തി, അല്ലെ? ശരിക്കും പറഞ്ഞാല് ഇനാക്റ്റീവായിട്ടിരിക്കുമ്പോ ശിവൻ. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ശിവശക്തി ഐക്യത്തെ പറയുന്നത്. അപ്പൊ നമ്മുടെ ശരീരം അശുദ്ധമാണ്, അതിനെ ശുദ്ധമാക്കിക്കൊണ്ടിരിക്കണം. കാരണം പുറമേ നമ്മൾ ചന്ദനം പൂശുന്നു, ഇല്ലേ? എന്തിനാണ്? ആ ഒരു ദേവിക്ക് ഗന്ധം സമർപ്പിക്കുന്നു. നമ്മളെ ശുദ്ധമായിരിക്കുന്ന ശരീരത്തെ കുളിച്ച് ചന്ദനമൊക്കെ പൂശി സുഗന്ധപൂരിതമാക്കി വെക്കണം. അപ്പോൾ നമ്മുടെ മനസ്സും അതുപോലെ ശുദ്ധമാക്കി വെക്കണം, ഇല്ലേ? ഇപ്പൊ അഘോരി സ്വാമികള്, അത് ഘോരമല്ലാത്ത നിലയാണ് അഘോരി. അവര് ഭസ്മമാണ് ഇടുന്നത്. ചാണകം, ഉമി, ചുടല ഭസ്മം എല്ലാം പൂശുന്നുണ്ട്. കാരണം അവര് ശ്മശാനത്തില് ആ ഒരു ബാക്ടീരിയ, വൈറസ് എല്ലാം ശരീരത്തിൽ പറ്റാതിരിക്കാനാണ് വിഭൂതി പൂശുന്നത്. അപ്പൊ ശിവന്റെ ഗന്ധം, ശിവന്റെ ആ വാസം എന്ന് പറയുന്നത് ശ്മശാന ധൂപം ശരീരത്തിലെ DNA മാറ്റെന്ന് പറയാറുണ്ട്. അപ്പോ ആയുഷ് ഹോമം എന്നാല് കാമ്യകർമ്മങ്ങൾക്ക് ചെയ്യുന്നതാണ്. അഷ്ടദിക് പാലകരെ, മൃത്യുഞ്ജയൻ ഇവരോട് ആയുസ് കൂടുതൽ ചോദിക്കുക. ഈ ഹോമത്തില് മന്ത്രം പറഞ്ഞ് ഹോമിക്കുമ്പോൾ അവസാനം പൂർണാഹൂതിയില് ഹോമകുണ്ടത്തിൽ നിന്ന് വരുന്ന പുക ആർക്കാണോ പറയുന്നത് അവരുടെ ഉള്ളിൽ പോകണമെന്ന് പറയാറുണ്ട്. ഇത് സൂക്ഷ്മമായിട്ടാണ് നടക്കുന്നത്. വായുവിലൂടെ അത് ഉള്ളിൽ പോകുമ്പോൾ അവിടെ ഡയറക്ട്ലി നമ്മുടെ പ്രാണനിൽ എത്തും. ഏത് പൂജയിലും അതുകൊണ്ടാണ് നമ്മുടെ പ്രസൻസ് വേണമെന്ന് പറയാറുള്ളത്. നമ്മളെ വഴിപാട് പോലെ കൊടുത്തിട്ടങ്ങ് വീട്ടിൽ പോകും, അല്ലേ? പൂജകൾക്കെല്ലാം നമ്മുടെ പ്രസൻസ് അവിടെ ഉണ്ടായിരിക്കണം, എന്നാലേ ഫലം കിട്ടുള്ളൂ. ഇപ്പൊ ശരീരത്തിലെ പഞ്ചശക്തികൾ ഉള്ളവരാണ് മനുഷ്യര്. ശരീരം എന്ന് പറയുന്ന സ്ഥൂലം, ഇല്ലേ?
ശരിക്കും പറഞ്ഞാൽ വളരെ വളരെ ബുദ്ധിമുട്ടാണ് ഒരു ശരീരം കിട്ടാന്. പഞ്ചേന്ദ്രിയങ്ങൾ വേണം, 43 സംസ്കാരങ്ങൾ ചെയ്യണം, മരണം വരെയുള്ള ആ ഒരു റിഫൈൻ ചെയ്തുകൊണ്ടേയിരിക്കണം, അതായത് ശുദ്ധിയാക്കിക്കൊണ്ടേയിരിക്കണം. അപ്പൊ മനുഷ്യ ജന്മവാസനകൾ ശരിക്കും പറഞ്ഞാല് ലൈഫ് എന്ന് പറയുന്നത് ആ ഒരു ക്ലീനിങ് ഓഫ് വാസനാസ് ഓഫ് ജീവൻ. ഈ ജീവിതം എന്ന് പറയുന്നത് ഈ ജീവന്റെ വാസനകളെ ശുദ്ധീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സിനെയാണ്, അല്ലെ? ഓരോ ദിവസവും നമുക്ക് എന്താ പറയുക, ക്ലീനിങ് പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ കർമ്മങ്ങൾ ഉണ്ടാക്കാം, വേണമെങ്കിൽ നമുക്ക് അതിനെ ശുദ്ധമാക്കാം. ഇതെല്ലാം നമ്മുടെ കഴിവിനെ ആശ്രയിച്ചിരിക്കും. അപ്പോ ആ ഒരു ജന്മവാസനകള് കർമ്മങ്ങളായിട്ട് നമ്മളെ ചുറ്റിക്കൊണ്ടേയിരിക്കും. എങ്ങനെയാണോ നമ്മള് ഫോണിലെ സോഫ്റ്റ്വെയർ, ശരിക്കും പറഞ്ഞാല് നമ്മൾ എന്താ പറയാ, സോഫ്റ്റ്വെയറിൽ ഉണ്ടായിരിക്കുന്ന ആ ക്ലിപ്പിലുള്ള ഇൻഫർമേഷൻസ് എല്ലാം സ്റ്റോർ ചെയ്തിരിക്കുന്നത്, അതുപോലെ നമ്മുടെ ചിത്തത്തിലും ഈ വാസനകളെല്ലാം അടക്കി വെക്കും. നമ്മുടെ ഫോൺ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ക്ലീൻ ചെയ്യാറുണ്ട്, ഇല്ലേ? കാരണം അത് ഓവർ ആയി കഴിഞ്ഞാൽ അതിൽ ബാക്കിയുള്ളതൊന്നും സ്റ്റോർ ചെയ്യാൻ പറ്റില്ല. നമ്മുടെ ശരീരത്തിൽ അങ്ങനെയല്ല. എത്രയോ ജന്മങ്ങളുടെ വാസനകൾ സ്റ്റോർ ചെയ്ത ഒരു ചിപ്പാണ് നമ്മുടെ ശരീരത്തിൽ ഇട്ടിരിക്കുന്നത്. ഒരു ഫോണിന്റെ ഹാർഡ്വെയർ ചീത്തയാകുമ്പോൾ നമ്മൾ എന്താ, സിം എടുത്ത് അടുത്ത ഫോണിൽ ഇടുന്ന പോലെ ഒരു ശരീരത്തിലെ സൂക്ഷ്മ ശരീരം അടുത്ത ശരീരത്തിൽ എത്തി വാസനകൾ വീണ്ടും ദഹിപ്പിക്കണം. കാരണം അത് ഫുൾ ക്ലീൻ ആക്കിയെങ്കിൽ മാത്രമേ എവിടെ നിന്നാണ് ആ ശുദ്ധമായ തലത്തിലേക്ക് എത്തിച്ചേരാൻ പറ്റൂ. ഇപ്പൊ ശരീരത്തിന്റെ ശക്തി എന്ന് പറയുന്നത് വളരെ അത്ഭുതമാണ്. കാരണം ആ ഒരു ഓറയാണ് എല്ലാം പറയാൻ നമ്മൾക്ക് ആ ഒരു സഹായിക്കുന്നത്. ശരിക്കും പറഞ്ഞാല് ആ ഒരു നെഗറ്റീവ് എനർജി പോസിറ്റീവ് എനർജി എല്ലാം മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പൊ ഓറ ശക്തി ചുറ്റുമുള്ള 3 അടി, അതായത് അയാളുടെ ഓറ, ഈ ശരീരത്തിന്റെ പ്രധാന ശക്തി എന്ന് പറയുന്നത് നാദശക്തിയാണ്, ബിന്ദു നാദശക്തി. അടുത്തതെന്ന് പറയുന്നത്, അടുത്ത ആ ഒരു കൗണ്ട് എന്ന് പറയുന്ന ആ ഒരു ബീജ അണ്ടശക്തി. ഇനി ഒരു ജീവനെ ഉണ്ടാക്കാനുള്ള ശക്തി പ്രാണശക്തി. 4മത്തത് ജീവകാന്തശക്തി. മനസ്സ് എന്ന് പറഞ്ഞ ആ മനഃശക്തി മനുഷ്യന് 5 ശക്തികളായിട്ട് വർക്ക് ചെയ്യുകയാണ്. ഇപ്പൊ അഗ്നിക്ക് എങ്ങനെയാണോ ആ ഒരു എന്താ പറയാ സപ്ത ജിഹ്വ ഉള്ളതുപോലെ, ഇല്ലേ? നമ്മൾ ആ ഒരു സപ്തപതി എന്നൊക്കെ പറയാറുണ്ട്. നമുക്കും 5 ചക്രങ്ങള്, ആ ഒരു എന്താ പറയാ ആ ഒരു മാറി വരുന്ന ശരീരം, അതായത് സ്ഥൂല ശരീരം, മനസ്സാണ് ശരീരത്തെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. അപ്പൊ അതിനെ ആ മെറ്റബോളിസം എന്ന് പറയും. ശരിക്കും ശരീരം 5 മാറ്റങ്ങൾക്ക് വിധേയമാണ്. മനസ്സിന്റെ പുറകില് ആ ഒരു ജീവകാന്തശക്തി, മെറ്റബോളിസം എന്ന് അതിന് പേര്. നമ്മൾ കാറ്റബോളിസം, അന്നാബോളിസം എന്നൊക്കെ പ്രാണൻ, ശക്തി, ബിന്ദു, നാദശക്തിക്കൊക്കെ കൊടുക്കുന്നതിനെ നമ്മൾ പറയാറുണ്ട്. അപ്പൊ ജീവനെ വശീകരിക്കുന്ന ശക്തി. നമ്മുടെ ശരീരം ഒന്നിനും വയ്യ എന്ന് പറഞ്ഞ് കുഴഞ്ഞിരിക്കുമ്പോൾ ഉള്ള ശക്തിയാണ് ജീവകാന്തശക്തി. അപ്പൊ ജീവനെ വശീകരണം ചെയ്യുന്ന ശക്തി എന്നാണ് അതിന് പറയുന്നത്. ഇതിനെയാണ് നമ്മൾ ദുർഗ, ലക്ഷ്മി, സരസ്വതി, സാവിത്രി, രാധാദേവിയെ നമ എന്ന് പറയുന്നത്. ഈ മന്ത്രത്തെ നമ്മൾ ജപിക്കണം. കാരണം 5 ശക്തികളാണ് പഞ്ചശക്തികളായിട്ട് നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്നത്. ദുർഗ, ലക്ഷ്മി, സരസ്വതി, സാവിത്രി, രാധാദേവി. അപ്പൊ നമ്മുടെ ശരീരത്തെ നിയന്ത്രിക്കുന്ന ശക്തികളാണ്. ആദ്യം സരസ്വതി, അതായത് ശരീരം ആ ഒരു എന്താ പറയാ ഒരു ശരീരം എന്ന് പറയുന്ന സ്ഥൂലമായിരിക്കുന്ന ആ ഒരു പശു, ആഹാരം, ഇല്ലേ, ഷെൽട്ടർ, വസ്ത്രം, ഇതെല്ലാം നമുക്ക് വേണം, ഇല്ലേ? ഇതെല്ലാം ആഗ്രഹിക്കുന്നത്. ലക്ഷ്മി എന്ന് പറഞ്ഞാൽ നാദബിന്ദു, മനഃശക്തി, അത് ചഞ്ചലമാണ്, അത് മാറിക്കൊണ്ടേയിരിക്കണു. അടുത്തത് സാവിത്രി എന്ന് പറഞ്ഞാലോ പ്രാണശക്തി, അല്ലെ, ബ്രഹ്മശക്തിയാണത്. രാധ എന്ന് പറയുന്നത് പ്രാണശക്തി, ജീവൻ, അതെ, രാധേ കൃഷ്ണൻ. ഇപ്പൊ ദുർഗ എന്ന് പറഞ്ഞാൽ ജീവകാന്തശക്തി. ഭഗവത് പാദർ പറയണു ജീവന്റെ തപം, ആ ഒരു പരമായതിനെ അടയുക എന്നുള്ളതാണ്. ഈ 5 ശക്തികളാണ് ഒരു മനുഷ്യ ശരീരത്തെ നടത്തുന്നത്. ഇങ്ങനെ 5 ശക്തികൾ, അതായത് ശരീരം സരസ്വതി, ബിന്ദു നാദശക്തി സാവിത്രി, പ്രാണശക്തി രാധ, ജീവശക്തി ദുർഗ, മനഃശക്തി ലക്ഷ്മി. അപ്പൊ സ്ഥൂല ശരീരം മാറ്റം വരുന്നതാണ്, അല്ലെ? മനസ്സ് ശരീരത്തെ ശരിക്കും പറഞ്ഞാൽ ഇൻഡയറക്റ്റ് ആയിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇനി ഏറ്റവും വലിയ ഇൻഫ്ലുവൻസ് നമ്മളിൽ ഉണ്ടാക്കുന്നതാണ് എന്താ പറയാ ആ ഒരു രാധ എന്ന് പറയുന്ന ജീവാത്മാവ്. അപ്പൊ കൃഷ്ണനാകുന്ന പരമാത്മാവിനെ അടയാനായിട്ട് സദാ ആഗ്രഹിച്ചുകൊണ്ടേയിരിക്കും, അല്ലേ? അപ്പൊ നമ്മളെപ്പോഴും മനസ്സ് എന്തിനാണോ ആഗ്രഹിക്കുന്നത് അതിലായിരിക്കും നമ്മൾ ചെന്ന് ചേരുക. അപ്പൊ പഞ്ചശക്തികളെ, പഞ്ചഭൂതങ്ങൾ തുടങ്ങിയത് കൊണ്ട് നിർമ്മിച്ചതാണ് ഈ ശരീരം എന്ന് പറയുന്നത്. വളരെ ആണെന്ന് പറയാൻ കാരണം എന്താണ്? കാരണം ഇതില് ആ ഒരു ബ്രഹ്മം 2 വിധത്തിലാണ്. ശബള ബ്രഹ്മം എന്നും ആ വാച്യാർത്ഥം, ശ്രുതി രൂപം, അതായത് വാഗൊണ്ട് പറയുന്നതിനുള്ള അർത്ഥം. പിന്നെ ശബ്ദബ്രഹ്മം എന്ന് പറയുന്നത് ലക്ഷ്യാർത്ഥം. ലക്ഷ്യം എന്ന് പറഞ്ഞാല്
മനുഷ്യന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് മുക്തിയാണ്. അപ്പൊ ശരിക്കും പറഞ്ഞാല് നമ്മുടെ എപ്പോഴാണോ നമ്മുടെ അജ്ഞാനം അവസാനിക്കുന്നത്, അപ്പോഴാണ് നമുക്ക് ആ ലക്ഷ്യത്തിൽ എത്തിച്ചേരുന്നത്, ഇല്ലേ? അപ്പൊ ഷോഡശ സംസ്കാരങ്ങൾ ശരീരത്തെ ശുദ്ധപ്പെടുത്താൻ തന്നെയാണ്. അറിവ് ജ്ഞാനം കൊണ്ടാണ് ഉണ്ടാകുന്നത്. അതിനു വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു 3 അഗ്നികൾ ജ്വലിപ്പിക്കണം. കാരണം ശരീരം, ആഗ്രഹം, കുടൽ, പശി, മനസ്സിന്റെ പശി, അല്ലെ? മനസ്സിന് ശരിക്കും പറഞ്ഞാൽ മനുഷ്യന് 4 കണ്ണുകളുണ്ട്. 1 സ്ഥൂല കണ്ണുകള്, 2 മനക്കണ്ണ്, 3 ജ്ഞാനക്കണ്ണ്, അടുത്തത് ജീവൻ കണ്ണ്, ദിവ്യ ചക്ഷുസ്. അപ്പൊ സാധകൻ തന്നെ 3 തരത്തിലുണ്ടെന്ന് പറയുന്നു. ഒന്ന് കർപ്പൂര ബുദ്ധി, പെട്ടെന്ന് മനസ്സിലാവുന്നത്. ഒന്ന് ഒരു എന്താ പറയാ കരിബുദ്ധി, മൂന്നാമത്തത് വാഴത്തണ്ട് ബുദ്ധി. ഇതൊക്കെ നമ്മൾ എന്താ പറയാ ആ ഒരു സാധകന്റെ തലങ്ങൾ മനസ്സിലാക്കാൻ. അപ്പൊ ശരീരത്തില് ഷടാധാരങ്ങളുണ്ട്, ചക്രങ്ങൾ ധാരാളങ്ങളുണ്ട്. പ്രധാന 6 ഒരു വ്യക്തി നീണ്ടു നിവർന്നു നിൽക്കുമ്പോൾ 6 അടി ഉയരത്തില് 9 അടി വരെയുള്ള ശക്തിയെ നമ്മൾ ആവാഹിക്കാൻ സാധിക്കുള്ളൂ. അപ്പൊ നമ്മള് ശരിക്കും പറഞ്ഞാല് കാറ്റ് വഴിയാണ് ശക്തിയെ ആവാഹിക്കുന്നത്, ഇല്ലേ? പിന്നെ നമ്മളെ ഭൂമിയിൽ നടക്കുമ്പോൾ നമ്മുടെ കാല് വഴി ഒരുപാട് ശക്തികൾ നമ്മുടെ ഉള്ളിൽ പ്രവേശിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ചെരുപ്പിടാതെ ഭൂമിയുമായിട്ട് സമ്പർക്കത്തിൽ 8 മണിക്കൂറെങ്കിലും ഇരിക്കണം എന്ന് പറയാൻ കാരണം. എന്തുകൊണ്ടാണ് നമ്മൾ ശബരിമല പോകുമ്പോൾ ചെരുപ്പിടാതെ കരിമല, നീലിമലയൊക്കെ ചവിടി കയറണം എന്ന് പറയാൻ കാരണം? കാല് ഭൂമിയുമായിട്ട് പതിക്കുമ്പോൾ പല പല മാറ്റങ്ങൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണം. സഹസ്രാരം വരെ ബന്ധമുണ്ട് കാലിന്റെ ഉപ്പൂറ്റി, കാലിനകത്തു നിന്ന്. അപ്പൊ ഭൂമിയിൽ പലതും വന്ന് ശരിക്കും പറഞ്ഞാൽ ഒരു ക്ലെൻസിങ് പ്രോസസ്സ് ചെയ്യുന്ന പറയണു. ഇപ്പൊ പാദങ്ങളിൽ തന്നെ നമുക്ക് പാമ്പുകൾ ഉണ്ടെന്ന് പറയും. ഇട, പിങ്കള, ഈ 2, പിന്നെ സുഷുമ്ന നാഡികളെല്ലാം പാദത്തിൽ നിന്ന് ആരംഭിക്കുന്നതാണ്, ഇല്ലേ? 72,000 കോടി നാഡീ ഞരമ്പുകളുണ്ട് നമ്മുടെ ശരീരത്തില്. ആ ഒരു 2 ലക്ഷം, അതായത് 22,000 നാഡികളുണ്ട്. ഇവയെല്ലാം തന്നെ ശരീരത്തില് ഇടിക്കാത്ത എത്രയോ എന്താ പറയാ ഫ്ലൈറ്റ്, ബസ്, ട്രെയിന് ഇതൊക്കെ പോകുന്ന പോലെ നമ്മുടെ അകത്ത് സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുകയാണ്. ഇപ്പൊ ആറ്റം എന്ന ആ ഒരു രീതിയിൽ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഈ പാദത്തിൽ നിന്നും സഹസ്രാരം വരെ പ്രാണശക്തി ഓടിക്കൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് ജീവകാന്തശക്തി, പ്രാണശക്തി എന്നൊക്കെ നമ്മൾ പറയണം. ബിന്ദുനാദശക്തി, മനഃശക്തി. ഈ ശരീരം ഈ ശക്തികൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുക. അപ്പൊ നമ്മുടെ ശരീരത്തിലെ ഞാൻ എന്ന് പറയുന്ന അസ്തിത്വം അല്ലെങ്കിൽ എക്സിസ്റ്റൻസ് എന്ന ഒരു ശക്തി, ഭാതി എന്ന് പറയുന്ന ഒരു ശക്തിയുണ്ട്. ഇപ്പൊ ഭാതി എന്നാല് അറിവ്. ഇപ്പൊ മനുഷ്യന്റെ എല്ലാവരുടെയും ഉള്ളില് ഈ ശക്തികൾ ഉറങ്ങിക്കിടക്കുകയാണെന്ന് പറയാറുണ്ട്. ഇതിനെ നമ്മളൊക്കെ ഉണർത്തണം. കുണ്ടലിനി ശക്തി എന്ന് പറയുന്ന മൂലാധാരത്തിൽ നിന്ന് ഉണർന്ന് സഹസ്രാര പത്മത്തിലെ സദാശിവനുമായിട്ട് ഐക്യം പ്രാപിച്ച് അവിടെ തിരസ്കരണിയിട്ട്, അതായത് അവിടെ ശിവയുടെ സ്ഥലമാണ്, അല്ലേ? ആ ഒരു റെസ്റ്റ് ഹൗസ് ആണ് അമ്മ. ആ ഒരു റെസ്റ്റ് എടുക്കുന്ന സ്ഥലം, ആ ഉറങ്ങുന്ന സമയത്ത് ജീവൻ ഇവിടെ ഇരിക്കുകയാണ്. അപ്പൊ വളരെ പ്രഷ്യസ് ആയിരിക്കുന്ന സ്ഥലമാണത്. അവിടെ റെസ്റ്റ് എടുത്തിട്ട് ഒരു യു ടേൺ അടിച്ചിട്ട് അമ്മ ആ ഒരു ശിഖയിലൂടെ താഴേക്ക് പോകും. ഇപ്പൊ ബ്രഹ്മാണ് ഈ മൂലാധാരത്തിൽ നിന്ന് ഗണപതിയായിട്ട് സഹസ്രാരം സദാശിവൻ വരെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ശിരസ് എന്ന് പറയുന്ന മുരുകൻ എന്ന് പറയും. അംബിക എന്നാൽ രാത്രി ഇരുട്ട് ഉറക്കമെന്നും അർത്ഥമുണ്ട്. അംബിക അനാദിനിധന, ഒരു കൊച്ചു കുഞ്ഞിനെ എങ്ങനെയാണോ ഉറക്കുന്നത് അതുപോലെയാണ് ദേവി നമ്മളെ ഉറക്കത്തിലേക്ക് കൊണ്ടുപോകുന്നത്, അല്ലെ? നമുക്കൊരിക്കലും നമ്മൾ എപ്പോഴാണ് ഉറക്കത്തിലേക്ക് പോയതെന്ന് ഒരു മനുഷ്യന് അറിയാൻ സാധ്യമല്ല, അല്ലെ? നമ്മൾ എപ്പോഴും ഇങ്ങനെ കിടന്നു, നമ്മൾ പറയില്ലേ ഞാൻ ഉറങ്ങിപ്പോയി. അപ്പൊ അങ്ങനെ ദേവി ആ ഒരു മഹാപ്രളയ സാക്ഷിനെ, ആ ഒരു ഉറക്കത്തിനാണ് നിത്യപ്രളയം എന്ന് പറയുന്നത്. നമ്മളെ ഒന്നും അറിയുന്നില്ല, സുഖമായി ഉറങ്ങുന്നത് ദേവിയുടെ അനുഗ്രഹം കൊണ്ടാണ്. ആ ഒരു ആനന്ദ ഗ്രന്ഥിയാണ് നമ്മളെ ഉറക്കുന്നത്. ഉറക്കമാണ് ഏറ്റവും വലിയ സുഖമെന്ന് പറയുന്നത്. അതുകൊണ്ട് ഒരു കുഞ്ഞ് എങ്ങനെയാണോ അമ്മയുടെ അടുത്ത് സന്തോഷമായിട്ട് എല്ലാ സംരക്ഷണയോടും കൂടി ഉറങ്ങുന്നത്, അല്ലെ? അതുപോലെ ഈ പ്രപഞ്ചമാകുന്ന അമ്മ, ജീവനാകുന്ന നമ്മൾ ഓരോരുത്തരെയും ഉറക്കുകയാണ്. അതുകൊണ്ടാണ് അമ്മയ്ക്ക് അംബിക എന്നുള്ള പേര്, അല്ലെ? ഏറ്റവും പ്രൊട്ടക്ഷനോട് കൂടി, അല്ലെ? ഒരു കുഞ്ഞ് ഒന്നും ഭയക്കാതെ ഉറങ്ങുന്നത് എവിടെയാ? അമ്മയുടെ മടിയില, ഇല്ലേ? അതുപോലെ നമ്മുടെ ഓരോ ജീവനും നമുക്ക് ആ ഒരു എന്താ പറയാ സന്തോഷത്തോടു കൂടി സമാധാനത്തോടു കൂടി ഉറങ്ങാൻ പറ്റുന്ന ഏക സ്ഥലം എന്ന് പറയുന്നത് ഈ ജഗദംബിയുടെ മടിത്തട്ട് തന്നെയാണ്. അപ്പൊ ദേവി സ്ഥൂലം സൂക്ഷ്മം, അല്ലെ? വിസിബിൾ ഇൻവിസിബിൾ, ആ ഒരു ദേവി തത്പദ ലക്ഷ്യാർത്ഥയാണ്. ഓരോ ജീവന്റെയും ലക്ഷ്യം തത്പദമാണ്. ദേവി അമ്മയായിട്ടിരുന്ന് അമ്മയുടെ മക്കളെ അവിടെ എത്തിക്കുക എന്നുള്ളത് അമ്മയുടെ ജോലിയാണ്, അല്ലെ? ആരായിരുന്നാലും ആവട്ടെ, അഭക്തനാകട്ടെ, വിഭക്തനാകട്ടെ, അല്ലെ? കണ്ടീഷൻസ് വെക്കുന്നവൻ, ഇല്ലേ? ശരിക്കും പറഞ്ഞാല് ഓരോരുത്തർ ഓരോ തരത്തിലാണ് ഓരോ ജീവൻ ഇരിക്കുന്നത്. ശരിക്കും ആ കണ്ടീഷൻ വെച്ച് ദേവിയെ പൂജിക്കുന്നവരുണ്ട്.
ആരായാലും അത് തത്പദമായിട്ട് ആ ഒരു ശിവനില് ജന്മങ്ങളിലൂടെ ദേവി എത്തിച്ചിരിക്കും. കാരണം വാച്യാർത്ഥം എന്ന് പറഞ്ഞാല് ആ ഒരു ശബള ബ്രഹ്മം, ആ ഒരു ശബ്ദബ്രഹ്മം ആണ് ലക്ഷ്യാർത്ഥം. ഇനി ജീവനെ എത്തിക്കുന്നത് ഈ ബ്രഹ്മം എന്ന് പറഞ്ഞാല് മായ തന്നെയാണ്, അല്ലേ? ഇപ്പൊ ഓം എന്ന് പറയുന്ന നാദബ്രഹ്മത്തിലൂടെ അമ്മ എത്തിക്കുന്നു. ഇപ്പൊ കൽപ്പാവസാനത്തില് ഏത് ജീവനും മുക്തി കിട്ടും, ഉറപ്പാണ്. ഇപ്പൊ ഉയർച്ച ചെയ്ത് കിട്ടുന്നവർക്ക് ആ ഒരു എന്താ പറയാ കൂടുതൽ മൂല്യമുണ്ട്. ചിദേകര സ്വരൂപിണി ആ ഒരു ബ്രഹ്മാനന്ദത്തില് ആ ഒരു എന്താ പറയാ സ്വാത്മാനന്ദത്തില് ആ ഒരു ചിത്തിനെ മറന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്വരൂപം ദേവിയുടെ. അപ്പൊ ചിത്തിന്റെ രസം സദാ അനുഭവിക്കാൻ സാധിക്കും. ഇത് ഉണർന്ന ഒരു ഉപാസകന് ആ ചിത്തിന്റെ രസം അനുഭവിക്കും, ഇല്ലേ? ഇത് സദാ അനുഭവിക്കുന്നവർ ആ ഒരു ബ്രഹ്മ വിഷ്ണു രുദ്രന്മാരാണ്. അപ്പൊ അത് അവരോട് എങ്ങനെയാണ് പ്രേതങ്ങളെല്ലാം ജീവൻ ഉണ്ടായിട്ട് തീർന്നത്? അമ്മയുടെ ഈ ഒരു രസം അനുഭവിച്ചുകൊണ്ടാണ്. അപ്പൊ നമ്മൾ 365 വശന്യാദി ദേവതകളെ പരബ്രഹ്മ സ്വരൂപിണിയായിരിക്കുന്ന പരാശക്തിയുടെ ആ സ്ഥൂല സൂക്ഷ്മ രൂപങ്ങളാണ് നമ്മൾ ഈ നാമങ്ങളിലൂടെ എല്ലാം പറഞ്ഞു വരുന്നത്. ഇനി ദേവിയുടെ പരാസ്വരൂപം പറയുന്നുണ്ട്. പരാ എന്ന് പറഞ്ഞാല് ആ ഒരു മൂന്നാമത്തെ ശരീരത്തിലിരിക്കുന്ന അമ്മയുടെ ആ ഒരു മൂന്നാമത്തെ ഫോമിനെയാണ് പറയുന്നത് പരാ. ലളിതാ സഹസ്രനാമം 14 വേരുകള്, 14 റൂട്ട്സ്, 14 വഴികൾ കൊടുത്തിട്ടുണ്ട്. ഇതിലേതെങ്കിലും ഒന്നില് ഫോളോ ചെയ്ത് നമ്മൾ പോയാൽ മുക്തിയെ കിട്ടും. അതുകൊണ്ടാണ് ലളിതാ സഹസ്രനാമത്തെ നമ്മൾ 14 അധ്യായമായിട്ട് തിരിച്ചിരിക്കുന്നത്. ഒരു മനുഷ്യ ജന്മത്തിന്റെ അന്തിമ ലക്ഷ്യം മുക്തിയാണ്, അല്ലേ? ആണ്. ഇനി അതല്ലാന്ന് പറഞ്ഞാലും അത് തന്നെയാണ്. ഇപ്പൊ ലോകത്തിൽ എവിടെ വേണമെങ്കിലും ശരീരം കൊണ്ട് എത്തിച്ചേരാം. പക്ഷെ മുക്തി അടയുക എന്ന് പറയുന്നത് എളുപ്പമല്ല. അതിന് മനസ്സിൽ ആ തൃപ്തി വരണം. ആ തൃപ്തിക്ക് അത് പ്രാക്ടീസ് ചെയ്യണം. ആചാര അനുഷ്ഠാനങ്ങളിൽ കൂടെ മാത്രമേ തൃപ്തി ലഭിക്കുകയുള്ളൂ. തൃപ്തി എങ്ങനെ കിട്ടും? പ്രധാനം ഈ ബ്രഹ്മത്തിലുള്ള ആ ഒരു നമ്മുടെ ആഗ്രഹം, ആസക്തി. നമ്മൾ ഈ ഭൗതിക ജീവിതത്തില് എന്ത് സാധനം പണം കൊടുത്ത് വാങ്ങിയാലും അതിനെ പ്രത്യേകമായിട്ട് സ്നേഹിക്കുകയും പരിരക്ഷിക്കുകയും ചെയ്യും, ഇല്ലേ? ഇപ്പൊ നമ്മളെ കാറ് വാങ്ങുന്നു, TV, ഒരു പട്ടിക്കുട്ടിയെ വാങ്ങിക്കുന്നു, അതിനൊക്കെ എത്ര കെയർ ആണ് നമ്മൾ കൊടുക്കുന്നത്, ഇല്ലേ? നമ്മുടെ സ്വത്ത്, ഇല്ലേ? നമ്മുടെ ആ ഒരു സ്വത്തിനെ പരിപാലിക്കുക. ഈ വിചാരങ്ങൾ കൊണ്ടാണ് എൻ്റെ, ഇല്ലേ, ഞാൻ വാങ്ങിച്ചതാണ്. അപ്പൊ ഇതുപോലെ നമ്മുടേതെന്ന ഭാവനയോടുകൂടി നമ്മുടെ ഉള്ളിൽ ഒരാളുണ്ട്, ഇല്ലേ? നമ്മുടെ ദേവി. ആ ദേവിയെ സ്നേഹിക്കാൻ തുടങ്ങിയാല് നമ്മൾ ബാഹ്യ വസ്തുക്കൾക്ക് കൊടുക്കുന്നതിന്റെ 100-1 പരിഗണനയെങ്കിലും നമ്മുടെ ഉള്ളിലിരിക്കുന്ന അമ്മയ്ക്ക് കൊടുത്തെങ്കിൽ മാത്രമേ അമ്മയ്ക്കും നമ്മളോട് ആ അനുഗ്രഹം തരാൻ പറ്റൂ. ഇല്ലെങ്കിൽ എന്താ, അമ്മ വീണ്ടും വീണ്ടും ജന്മം തന്നുകൊണ്ടേയിരിക്കും, ഇല്ലേ? കാരണം നമ്മൾ അങ്ങനെ അമ്മയ്ക്ക് കൊടുക്കാൻ തുടങ്ങിയാല് അത് പിന്നെ ആർക്കും അതിലൊരു കുറവ് വരുത്താൻ സാധ്യമല്ല. സദാ അതിനെ സ്നേഹിച്ചുകൊണ്ടേയിരിക്കും. അതിനെ കാണുക, അനുഭവിക്കുക, സദാ മനസ്സതിൽ തുടിക്കുക, അല്ലേ? അതിലുള്ള ഒരു രുചി കൂടിക്കൂടി വരും. നമ്മൾ ഒരിക്കലും ആ രുചി മനസ്സിലാക്കിയിട്ടില്ല, അല്ലേ? നമ്മുടെ അമ്മയുമായിട്ട് നമ്മൾ എപ്പോഴും ബാഹ്യമായിരിക്കുന്ന ആ ഒരു ബന്ധങ്ങളില്, അല്ലെ, കുടുംബ ബന്ധങ്ങളാവട്ടെ, ഫ്രണ്ട്സ് ആവട്ടെ, അതിലൊക്കെ ഇരിക്കുമ്പോൾ കിട്ടുന്ന ആനന്ദം മാത്രമേ നമുക്ക് അറിയൂ. നമ്മൾ തനിച്ച് നമ്മുടെ കൂടെ ഇരുന്ന് ആ അമ്മയുമായിട്ട് അമ്മയുടെ പാദാതി കേശം കണ്ട് അമ്മയെ കണ്ട് മനസ്സിലാക്കി നമ്മുടെ ശരീരമായി കണ്ട്, അല്ലെ, ഓരോന്നിലൂടെ സഞ്ചരിക്കുമ്പോൾ നമ്മുടെ കണ്ണിൽ കൂടെ കണ്ണുനീര് ധാരധാരയായിട്ട് വരാൻ കാരണം എന്താ? ഈ അമ്മ എത്ര കരുണാമയിയാണ്. എത്രയോ കാലം, എത്രയോ ജന്മത്തിൽ ഞങ്ങൾ മറന്നുപോയ ഒരു അമ്മ ഇപ്പോഴും നമ്മുടെ കൂടെ സ്വന്തം മക്കൾക്ക് വേണ്ടി ജീവിക്കണു, ഇല്ലേ? വീണ്ടും മനുഷ്യ ജന്മം എടുത്ത് നമ്മുടെ ഉള്ളിൽ വന്നിരിക്കണു. ഇതറിയുമ്പോഴാണ് നമുക്ക് അമ്മയുമായിട്ടുള്ള ആ ഒരു ടോട്ടൽ സറണ്ടർ, അല്ലേ, അതിലോട്ടുള്ള രുചി നമുക്ക് കൂടുന്നത്. എല്ലാറ്റിലും എല്ലാം ഈ അതിലേക്കുള്ള വഴികളാണെന്ന് നമുക്ക് മനസ്സിലാക്കിക്കൊള്ളണം. കാരണം ആകാശം പതിതം തോയം സാഗരം പ്രതി ഗച്ഛതി. ആകാശത്ത് നിന്ന് വരുന്ന എത്ര ഉയർന്ന തലത്തിൽ നിന്ന് വരുന്ന ജലവും അവസാനം സാഗരത്തിൽ തന്നെ ചേർന്നാലേ സാഗരമായിട്ട് തീരുള്ളൂ. നമ്മുടെ ഓരോ ജീവനുകളും എവിടെ നിന്നാണോ വന്നത് ആ പരബ്രഹ്മ തത്വമായിരിക്കുന്ന ശിവതത്വത്തിൽ ലയിച്ചെങ്കിലേ അവസാനം വരവില്ലാതിരിക്കും. ഇല്ലെങ്കിൽ വീണ്ടും വന്നു പോയിക്കൊണ്ടേയിരിക്കും, അല്ലേ? അതിന് ഏത് വഴി സ്വീകരിച്ചാലും കുഴപ്പമില്ല. ഇതിനെയാണ് നമ്മൾ ഭക്തി, സാധന, ഉപാസന എന്ന് പറഞ്ഞ് നമ്മൾ ഇതിനെ എല്ലാത്തിന്റെ ലക്ഷ്യം അതാണ്. അപ്പൊ എത്രത്തോളം സ്നേഹിക്കുന്നു അത്രത്തോളം ദേവിയെ നമ്മുടേതായിട്ട് തീരും. സദാ അമ്മയുടെ ചിന്ത മനസ്സിനെ ശുദ്ധമാക്കിക്കൊണ്ടേയിരിക്കും. അമ്മയെ ഇരുത്തണം അവിടെ, അല്ലേ? നമുക്ക് ഒരു മാതാവിന് 5 മക്കളുണ്ടെന്ന് വിചാരിക്കൂ. അതിൽ 5 പേര് 5 രീതിയാണ്. ഒരാൾ എപ്പോഴും അമ്മയെ സന്തോഷിപ്പിക്കണു, അമ്മ അമ്മ എന്ന് വിളിക്കണു, അമ്മയ്ക്ക് വേണ്ടതൊക്കെ കൊടുക്കണു, ഇല്ലേ? എവിടെ ഇരുന്നാലും അമ്മയെ ഓർത്ത് വിളിക്കണു. ആ മകനോടോ മകളോടോ ആയിരിക്കും അമ്മയ്ക്ക് കൂടുതൽ സ്നേഹം. എന്തുകൊണ്ടാ? സദാ ഓർക്കുന്നു, ഇല്ലേ?
മറ്റുള്ളവർ അവനവന്റെ കാര്യം. അമ്മ സുഖമാണോ ഇല്ലേ, അമ്മയ്ക്ക് സുഖമാണോ അസുഖമാണോ ഇല്ലേ, പ്രായമായി അമ്മയെ വിട്ട് കളഞ്ഞേക്കാം, ഇന്നൊക്കെ ചിന്തിക്കുന്ന മക്കളും ഉണ്ട്. ഇന്ന് ലോകം അങ്ങനെയാണ്. അതേസമയം ചില മക്കളോ എപ്പോഴും അമ്മയുടെ സുഖ സൗകര്യങ്ങൾ തിരക്കിക്കൊണ്ടേയിരിക്കും, കുറച്ചു സമയം അമ്മയായിട്ട് ചെലവഴിക്കും. ആ മകന്റെ വീട്ടിലോ അല്ലെങ്കിൽ മകളുടെ വീട്ടിൽ പോകാനായിരിക്കും അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടം അല്ലേ. അതുപോലെ നമ്മുടെ വീട്, ഈ ശരീരമാകുന്ന വീട്ടില് അമ്മ ഇരിക്കുകയാണ്, കുറച്ചു സമയം അമ്മയ്ക്ക് വേണ്ടി നമ്മൾ ചെലവഴിക്കണം. അമ്മയ്ക്ക് ഭക്ഷണം കൊടുക്കണം, അമ്മയുടെ കൂടെ ഇരിക്കണം, അമ്മയെ പുകഴ്ത്തണം അല്ലേ. അമ്മ ആരാണെന്ന് അറിയണം, തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ ക്ഷമിക്കാൻ പറയണം. ഇനി വരുന്ന ഫ്യൂച്ചർ എന്ന് പറയുന്ന നമ്മുടെ ഭാവി അമ്മയുടെ കയ്യിൽ കൊടുക്കണം, അമ്മ നോക്കിക്കോട്ടെ. കാരണം അതിനുള്ള കഴിവുള്ള ഒരു വ്യക്തിയാണ് അമ്മ, ശ്രീ മഹാരാജ്ഞിയാണ് ഇല്ലേ. എന്തിനെ മാറ്റാൻ കഴിവുള്ള, കർത്തും അകർത്തും അന്യഥാ കർത്തും, ചെയ്യാനും ചെയ്യാതിരിക്കാനും ചെയ്തതിനെ മാറ്റി ചെയ്യാനും കഴിവുള്ള മഹാശക്തിയാണ് ദേവി. ഇത് തന്നെയാണ് ഭക്തി, ഇത് തന്നെയാണ് സാധന, ഇത് തന്നെയാണ് ഉപാസന, ഇതെല്ലാം ലക്ഷ്യമാക്കുന്നത്. എത്രത്തോളം സ്നേഹിക്കുന്നു അത്രത്തോളം ദേവി നമ്മുടേതായിട്ട് തീരും, ഉറപ്പാണ്. സദാ അമ്മയുടെ ചിന്ത കൊണ്ട് മനസ്സിനെ ശുദ്ധമാക്കുക. എവിടെ ദേവി സാന്നിധ്യമുണ്ടോ അവിടെയെല്ലാം തൃപ്തി, ആനന്ദം ഉണ്ടാകും. അതൊക്കെ തന്നെ എന്താ പറയാ, ആ ഒരു ഫലം പത്രം പുഷ്പം തോയം യോമേ ഭക്തിയ പ്രയശ്യതി. ഭഗവാൻ തൃപ്തി ഇതില് ഭഗവാൻ പറയണു, എനിക്കിതിൽ ഏതെങ്കിലും ഒന്ന് തന്നാൽ ഞാൻ തൃപ്തിയാണ്. ഒരു തുള്ളി വെള്ളം, ഒരു ഇല അല്ലെ, ഒരു പുഷ്പം, ഇത് ഭക്തിയോടുകൂടി സ്നേഹത്തോടുകൂടി തന്നാൽ അതെനിക്ക് മതിയായി. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഭഗവാൻ അതുകൊണ്ട് തൃപ്തിയാണ്. ഭഗവാൻ കൃഷ്ണൻ പറയണു, നമ്മുടെ ചെറിയ ചിന്ത പോലും അമ്മയ്ക്ക് വേറെ ഒന്നും വേണ്ട, അമ്മ ഒന്നും ചോദിക്കുന്നില്ല. ആ ഒരു ദേവി, ആ ഒരു സന്തോഷം, ആ ഒരു ചെറിയ ചിന്തകളിൽ പോലും അമ്മയെ ഓർക്കുകയാണെങ്കിൽ ആ ഓർമ്മയിലൂടെ നിങ്ങൾക്ക് ദേവിയെ സ്വന്തമാക്കാം ഇല്ലേ. ശരിക്കും പറഞ്ഞാല് ലവ് ആൻഡ് അഫെക്ഷൻ, അമ്മയ്ക്ക് അത് മാത്രം മതി. ആ പാശ ബന്ധിതയാണ് അമ്മ. നമ്മളെ പശുക്കളാണില്ലേ, പാശം കൊണ്ട് അമ്മയാണ് ബന്ധിക്കേണ്ടത്, നമ്മുടെ ശരീരത്തെ അല്ല, ബന്ധുക്കളെ അല്ല, അഹം മമയല്ല, അമ്മയെ ബന്ധിക്കണം ഇല്ലേ. അപ്പോ അങ്ങനെയാണ് നമ്മൾ ജീവിക്കണം സന്തോഷത്തോടുകൂടി. നാം എന്ത് കഴിക്കുന്നു അത് ഉള്ളിലേക്ക് ദേവിക്ക് കൊടുക്കണം. നമ്മുടെ ഉള്ളില് ദേവിക്ക് കൊടുത്ത് ഭക്ഷിച്ചാൽ നമ്മുടെ ഉള്ളിലെ ദേവി തൃപ്തി അടയും. വെളിയിൽ കൊടുക്കുന്നതിനേക്കാൾ സന്തോഷം അമ്മയ്ക്ക് അകത്ത് കൊടുക്കുന്നതാണ് ഇല്ലേ. നമുക്കും ആ തൃപ്തി ഉണ്ടാവും. നമുക്ക് തൃപ്തി അടയാത്തത് പൂർവ്വജന്മ സംസ്കാരങ്ങളാണ്. കാരണം ജനിച്ച് 40 ദിവസം പൂർവ്വജന്മങ്ങൾ അറിയാൻ പറ്റും. 13-14 വയസ്സ് വരെ അവരുടെ പൂർവ്വജന്മ വാസനകൾ സ്വാധീനിക്കും. പിന്നെയോ ഉപനയനം കഴിയുമ്പോൾ എല്ലാ കുഞ്ഞുങ്ങളും ഒരു അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വന്നാലും ആ ഒരു പൂർവ്വജന്മ സംസ്കാരങ്ങൾ ഉണ്ടാകും. അപ്പൊ ഉപനയനം കഴിഞ്ഞ് ഒരു ദ്വിജന്റെ, ഒരു ബ്രാഹ്മണന്റെ ജന്മം കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ആ പഴയത് കളഞ്ഞിട്ട് പുതിയ ശരീരത്തിലെ കർമ്മ ലക്ഷ്യങ്ങൾ ഏറ്റെടുക്കും, അതിന് പ്രാപ്തിയുള്ളതാകും. ഇതാണ് ഉപനയിപ്പിക്കുക, അടുത്തേക്ക് പോവുക അല്ലെ. അല്ലാത്തവർക്ക് മന്ത്രദീക്ഷയാണ് ഉപനയനം എന്ന് പറയുന്നത്. അപ്പൊ ത്രിപുടിയെ ഭേദിക്കുകയാണ് ലക്ഷ്യം. ദ്വിജ ജന്മം എന്നാൽ പിന്നെ എന്താ, വൈദിക സംസ്കാരം കൊടുക്കുന്നു. ഈ 2ാം ജന്മത്തില് പൂർവ്വജന്മങ്ങളെ വാസനകള്, കർമ്മങ്ങള്, ദുഃഖങ്ങള്, ആദി വ്യാധികളെല്ലാം ഒഴിഞ്ഞു പോകും. ബ്രാഹ്മണർക്ക് ഉപനയനമാണെങ്കിൽ മറ്റുള്ളവർക്ക് ആ ഒരു മന്ത്ര ഉപദേശമാണ് അല്ലെ, ശ്രീവിദ്യ മന്ത്ര ഉപദേശത്തോടു കൂടി. അതുകൊണ്ടാണ് പൂർവ്വജന്മ സംസ്കാരങ്ങളെല്ലാം നമ്മളെ വിട്ടുപോകും ശരിയായിട്ടുള്ള ഒരു ഉപാസകന്. മന്ത്ര ഉപദേശത്തിൽ ഗുരു ശിഷ്യന്റെ ഹൃദയപത്മത്തിൽ തൊട്ട് പരിശുദ്ധി ചെയ്യുകയാണ് ചെയ്യുന്നത്. പിന്നെ ചൂണ്ടുവിരൽ കൊണ്ട് ആണെങ്കിൽ ആ വലത് ചൂണ്ടുവിരല്, ആ ഒരു പെണ്ണാണെങ്കിൽ ഇടത് ചൂണ്ടുവിരൽ കൊണ്ട് ശിഷ്യന്റെ ഭ്രൂമധ്യത്തിൽ തൊട്ട് വലത് കാതിൽ ഉപദേശം കൊടുക്കണം. അപ്പോ ഒരു നൂതന സംസ്കാരമാണ് ഉള്ളിൽ പ്രവേശിക്കുന്നത്. എന്നിട്ട് ആ ഒരു സാധന ചതുഷ്ടയം ഉപദേശിക്കണം. അതിന്റെ കൂടെയാണ് ആ വ്യക്തിക്ക്, അതിലൂടെയാണ് ആ വ്യക്തിക്ക് തൃപ്തി കിട്ടുന്നത്. തൃപ്തിയില്ലാത്ത ഹൃദയത്തിൽ ദേവി ഇരിക്കില്ല. തൃപ്തി ഉള്ളിടത്ത് ദേവി സ്ഥിരം വാസം ചെയ്യുകയും ചെയ്യും അല്ലെ. കദംബവനവാസിന്യേ നമ, കദംബ കുസുമപ്രിയായേ നമ. സ്വർഗത്തിൽ നിന്ന് വന്ന 5 പുഷ്പങ്ങളില് കദംബം, പാരിജാതം, ഹരിചന്ദനം, ദേവിയുടെ ആ ഒരു ചിന്താമണി ഗൃഹത്തിലോട്ട് പോകുമ്പോൾ ഈ പുഷ്പങ്ങളൊക്കെ നമുക്ക് കാണാം. കാരണം ഇതെല്ലാം നിറഞ്ഞ ഒരു വഴിയിലൂടെയാണ് പോകുന്നത് അല്ലേ. അപ്പോ അവിടെ ആ ഒരു സ്പെഷ്യൽ വാസന, ഭംഗി തുടങ്ങിയ ആ ഒരു തൃപ്തി ഉണ്ടാക്കുന്ന പൂക്കളാണ്. ഇപ്പൊ പൂവിനെ പറ്റി പറയുകയാണെങ്കിൽ അതിന്റെ ആയുസ് വളരെ കുറച്ചാണ് അല്ലേ. ആ സമയം അത് സുഗന്ധവും ഭംഗിയും ലോകത്തിന് കൊടുത്ത് ബാക്കിയുള്ളവരെ സന്തോഷിപ്പിക്കുകയാണ്. അത് കഴിഞ്ഞ് ഒന്നുമില്ലാതായിട്ട് തീരണു. ഈ പുഷ്പങ്ങൾ ദേവിക്ക് കൊടുക്കുന്നത് ഏറ്റവും നന്മയുള്ളത് എല്ലാം അമ്മയ്ക്ക് സമർപ്പിക്കുകയാണ് എന്ന ഭാവത്തോടെയാണ്. ഓരോ മനുഷ്യന്റെയും ആ മനുഷ്യന്റെ മനസ്സല്ല, 4 അന്ധകരണങ്ങളാണ് ഉള്ളത് അവിടെ.
അഞ്ചാമത്തത് അതിസൂക്ഷ്മമാണ്. ഇവ പഞ്ചകോശങ്ങളായിട്ടിരിക്കുന്നു. ഹൃദയം എന്ന് പറയുന്ന ഒരു ഗുഹ, അവിടെയുള്ള ഹൃദയ കമലത്തില് ദേവി സന്തോഷമായിട്ടിരിക്കണം അല്ലെ. ഇപ്പൊ എല്ലാം തന്നെ എല്ലാ ഐറ്റങ്ങളും എല്ലാത്തിലും നമുക്ക് തൃപ്തി ഉണ്ടായിരിക്കണം. കുറച്ച് ബാക്കി കുറച്ച് എന്താ പറയാ, കുറച്ചെങ്കിലും നമുക്ക് ആ ഒരു തൃപ്തി ഇല്ലായ്മ ഉണ്ടെങ്കിൽ വീണ്ടും നമുക്ക് ജന്മം എടുക്കേണ്ടതായിട്ട് വരും. മനുഷ്യ ജന്മം തന്നെ 5 ഋണങ്ങള് പറയുന്നുണ്ട്. നമ്മൾ ഈ 5 ഋണങ്ങളെ കുറിച്ച് ഒരുപാട് പ്രാവശ്യം കേട്ടിട്ടുണ്ട് അല്ലേ. പഞ്ചഋണങ്ങളാണ് നമുക്കുള്ളതെന്ന്. അപ്പോ മനുഷ്യ ജന്മം ഈ ഋണങ്ങൾ പൂർത്തീകരിക്കാനാണ് എടുക്കുന്നത്, കടങ്ങൾ തീർക്കാനാണ്. ഋണമോചകം എന്ന് പറയുന്നത് ആങ്കാരകനാണ്. ആങ്കാരകൻ എന്നതിന് മാതാവ്, സുകേശി, പരാശക്തി, പരമേശ്വരനും ആ ഒരു മഹാശക്തിക്കും ഉണ്ടായവനാണ് ആങ്കാരകൻ. ആങ്കാരകൻ ഭൂമിപുത്രനാണ്. നമ്മളെ സംബന്ധിച്ച് ശരീരം എന്ന് പറയുന്ന ഈ മാറ്റർ, ഈ ശരീരത്തിൽ നിന്ന്, ശരീരബോധത്തിൽ നിന്ന് പുറത്ത് കടക്കണമെങ്കിൽ ആങ്കാരകനെ ജയിച്ച് ശനീശ്വരനെ അടയണം. കർമ്മവിമുക്തനാണ്. ഇപ്പൊ കർമ്മത്തിൽ നിന്ന് മുക്തൻ ശനീശ്വരൻ. ഇപ്പൊ പരമശിവൻ, പരാശക്തി, ശനീശ്വരൻ ഇവര് 3 പേരും ലോകത്തിലെ പരമസത്യം തന്നെയാണ്. അപ്പോ ഈ കൃത്സാചരണം എന്ന് പറഞ്ഞ ഒരു കർമ്മമുണ്ട്. കാരണം ഒരു മനുഷ്യന്റെ ശരീരത്തിൽ 12 വർഷം കൂടുമ്പോൾ അത്രയും സെല്ലുകളും റീസൈക്കിൾ ആകും മുഴുവനും. അതുകൊണ്ടാണ് 12 വർഷത്തെ തപസ് കൊണ്ട് മഹർഷിമാരാകാം എന്നൊക്കെ പറയുന്നത്. 12 വർഷം ജലത്തിൽ നിന്ന് തപസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ കൃത്സാചരണം എന്ന് പറയുന്നത്. അപ്പൊ ഏത് ഉപാസനയും 12 വർഷം കഴിയുമ്പോഴാണ് നമുക്ക് അതിന്റെ പൂർണ്ണ ഫലം കിട്ടുക. അപ്പോ ഒരു മനുഷ്യൻ തന്റെ ജീവിതത്തില് ഈ ശരീരത്തെ കുറിച്ച് നന്നായിട്ട് അറിഞ്ഞിരിക്കണം. അതിന് ശക്തി കൊടുക്കുന്ന പരാശക്തിയെ അറിയണം. ശരീരം എന്നാൽ ക്ഷേത്രമാണെന്ന് അറിയണം. ഇതിനെ നിലനിർത്തുന്നത് ക്ഷേത്രജ്ഞനാണ്. ജീവോ ബ്രഹ്മൈവ നാ പര. ഈ ജീവൻ തന്നെയാണ് ബ്രഹ്മം എന്നറിയണം. നമ്മുടെ ശരീരം വലത് കൈയില് ആ ഒരു 38 പോയിന്റുകളുണ്ട്. അതിന് സെൻസർ പോയിന്റ് എന്നാണ് പറയുന്നത്. ഇടത്ത് 38, അങ്ങനെ ടോട്ടല് 152 സെൻസർ പോയിന്റ്സ് ഉണ്ട്. 2 കൈകളും 2 കാലുകള് 152 പോയിന്റ്സ്. ഇത് ശരിക്കും പറഞ്ഞാല് എല്ലാം തന്നെ ഈശ്വരൻ അപ്പോയിന്റ് ചെയ്തിരിക്കുന്ന ഏജൻസ് ആണ്. നമ്മൾ നിന്നാല് നമ്മുടെ ശരീരത്തിൽ 9 അടി താഴെയും 12 അടി ഉയരവും, അതായത് ഭൂമിയുമായിട്ട് ഉയരത്തിൽ നമുക്ക് ഭൂമിയോട് ബന്ധമുണ്ട്. ചുറ്റും 6 അടി, ടോട്ടൽ 27. ഇപ്പൊ ചന്ദ്രന്റെ തിഥികൾ 27 നക്ഷത്രങ്ങൾ 27. 27 തീർന്നാൽ പുതിയ ജന്മം, എല്ലാം 27. 28 ഉണ്ടെങ്കിലും അഭിജിത്ത് എന്ന ഒരു നാള് നമ്മൾ വിട്ടുകളയും. കാരണം കുഞ്ഞിന് 28-40 ദിവസങ്ങൾക്കാണ് പ്രധാനം. ജനിച്ച കുഞ്ഞിനെ സംബന്ധിച്ച് ശരീരത്തിലെ പല മർമ്മങ്ങളും ആക്ടിവേറ്റ് ചെയ്യാൻ തുടങ്ങുന്നു. 28-ാം ദിവസം മുതലാണ് അത് തുടങ്ങുന്നത്. 27ന്റെ മൾട്ടിപ്പിൾ ആണ് ഈ കാണപ്പെടുന്നതെല്ലാം തന്നെ. അപ്പോ ഈ പറഞ്ഞ ശരീരത്തിലെ 3% മാത്രമേ ഡോക്ടേഴ്സിന് അറിയാൻ പറ്റുള്ളൂ. അതിനെയാണ് നമ്മൾ 120 സ്പെഷ്യലിസ്റ്റുകൾ ഉള്ളത് അല്ലെ. 72,000 നാഡീ ഞരമ്പുകള്, 2,22,000 സന്ധികള് അല്ലെ. നമ്മുടെ കാലും കൈക്കും എല്ലാം വിശേഷങ്ങളുണ്ട്. ഇതൊക്കെ ഇത്ര ഭംഗിയായിട്ട് യോജിപ്പിച്ച് വച്ചിരിക്കുന്നത് ആരാണ്? 7 ലിറ്റർ ബ്ലഡ് ഉണ്ട്, 21,600 ശ്വാസോച്ഛ്വാസം, ഷഠാധാര ചക്രം, പ്രധാനം മൂലാധാരം എന്ന് പറയുന്ന ഗണപതി ചക്രം, പിന്നെ ആ ഒരു 7ാമതിരിക്കുന്ന സഹസ്രാരം ഇല്ലേ, ആ ഒരു 6ാമത്തത് ഭ്രൂമത്യം, ആജ്ഞ എന്ന് പറയുന്ന ഹകാരം, ക്ഷകാരം, ശിവശക്തി, ഹൈമവതി, ക്ഷമാവതി എന്ന് പറയുന്ന 2 ദേവികൾ ഇവിടെ, അമൃത മുതല് ക്ഷമാവതി വരെയുള്ള 50 ദേവതകൾ, അതായത് യോഗിനിമാര്, മാതൃകാ ദേവതകള്, 6 ഋതുക്കള്, ഷഡാധാരങ്ങള് ഇല്ലേ. ആ എന്താ പറയാ, ഈ 6 മാറ്റങ്ങളെ വരുത്തുന്നത് കൊണ്ടാണ് ഇതിന് ശരീരം എന്ന് പറയുന്നത്. ഇപ്പൊ 12 വർഷത്തിലൊരിക്കൽ ശരീരത്തിലെ എല്ലാ സെല്ലുകളും റീപ്ലേസ് ചെയ്യപ്പെടും. ഈ ശരീരം എന്നത് പൃഥ്വി തത്വമുള്ള മുതലുള്ള 36 തത്വങ്ങള്, സപ്തധാതുക്കള് ശരീരത്തിനെ ഒരുക്കി വെച്ചിരിക്കുകയാണ്. ഓരോ സെല്ലും 100% റീസൈക്കിൾ ചെയ്തിരിക്കും. പടിപ്പടിയായിട്ട് നമ്മൾ അറിയണം. ഒരു ശരീര വിഷയത്തിന് 24 ഡോക്ടേഴ്സ് വേണ്ടി വരും. കാരണം ഈ ജീവനെ ശരീരത്തിൽ തന്നെ ഇരുത്തണം ഇല്ലേ. പൃഥ്വി മുതല് ബ്രഹ്മതത്വം വരെയുള്ള 36 തത്വങ്ങള് ത്രിപുര രഹസ്യത്തിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ശരീരത്തിന് ക്ഷേത്രം എന്ന് പറയുന്നത് ആ ഒരു 3 പ്രധാനമായ ക്ഷയം ഏർപ്പെടുന്നത് ക്ഷീയതേ ഇത് ക്ഷേത്രം. ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം, മരണം ഇല്ലേ. 1 ബാല്യം, 2 കൗമാര യൗവനം 1 വരും, 3 വാർദ്ധക്യം, മരണം. ഇപ്പൊ ഈ ശരീരത്തിന് 3 ഷഡ്ത്രയം വരും. ക്ഷേത്രത്തിന് 3 തത്വം. ഭൂമി എന്ന് പറയുന്ന നിലം, ശുദ്ധം, വെള്ളം വേണം, ധ്യാനങ്ങൾ ഉണ്ടാകും, നല്ല ഭൂമി അല്ലെ. പണ്ട് ക്ഷേത്രഭൂമി അങ്ങനെയാണ് കണ്ടുപിടിച്ചിരുന്നത്.
ഇപ്പൊ ധാന്യങ്ങൾ വിളയണം, പശുക്കൾ നന്നായിട്ട് വളരണം, കോഴികൾ നന്നായിരിക്കണം, തുഷ്ടിപുഷ്ടിയോടെ ഇരുന്നാൽ മാത്രമേ അത് ഐശ്വര്യമുള്ള ഭൂമി എന്ന് പറയാൻ പറ്റൂ. ഇതിനെയാണ് നമ്മൾ ക്ഷേത്രം എന്ന് പറയുന്നത്. അപ്പൊ ഈ ശരീരത്തിലെല്ലാം രണ്ട് വീതം, കണ്ണ്, മൂക്ക്, ചെവി, കുടല്, അല്ലെ, ലങ്സ്, കാല്, കയ്യ്, കിഡ്നി, ഹൃദയം, ഹൃദയത്തിന് രണ്ടറ, കുടല് എല്ലാം രണ്ടാണ്. ഇപ്പൊ പാദം മുതൽ ശിരസ് വരെ ചെയ്യേണ്ട ഉപചാരങ്ങൾ 64 കോടി യോഗിനി ദേവതകളാണ് ഇവിടെ ഇരിക്കുന്നത്. അതിൽ മുഖ്യം 50, ഹൈമപതി മുതൽ ക്ഷേമാവതി വരെ, അങ്ങനെയുള്ള ക്ഷേത്രത്തിലെ ക്ഷേത്രജ്ഞനാണ് മുഖ്യം, അല്ലെ. ഈ ക്ഷേത്രത്തെ കുറിച്ച് പൂർണ്ണ അറിവുള്ള ആളാണ് ക്ഷേത്രജ്ഞൻ. അപ്പൊ അതിനെ കംപ്ലീറ്റ് കൺട്രോൾ ചെയ്യുന്ന ആള് ക്ഷേത്രജ്ഞൻ. ഇപ്പൊ ക്ഷേത്രജ്ഞാനമുള്ളവൻ, ഇപ്പൊ ക്ഷേത്രജ്ഞൻ എന്ന് പറഞ്ഞാൽ ജീവൻ. ഇപ്പൊ ജീവന് എല്ലാം അറിയാം, അല്ലെ, എത്ര നാൾ ഈ ശരീരത്തിൽ ഇരിക്കുമെന്ന്. എന്നാൽ ഈ ശരീരത്തിന് അറിയില്ല. ആത്മാ എത്ര നാൾ ഈ ശരീരത്തിൽ ഇരിക്കണമെന്ന് ശരിക്കും പറഞ്ഞാൽ ബിൽഡിംഗ് ഓണറിന് അറിയാം, ഇല്ലേ, നമ്മൾ എത്ര നാൾ ഇരിക്കുമെന്ന്. കാരണം ഇതിന്റെ ഓണർ എന്ന് പറയുന്നത് ശരീരമല്ല. കാരണം ഓർഡർ ചെയ്തത് ഓണറാണ്, അല്ലേ. ഇതിന്റെ ഉടമസ്ഥനാണ് ഈ ശരീരം ഓർഡർ ചെയ്തത്. ഈ ശരീരത്തിന് അറിയില്ല, മനസ്സിനറിയില്ല ഈ ശരീരം എത്ര കാലം ഇരിക്കുന്നു, അല്ലേ. അപ്പൊ ചില പെൻഡിങ് കാര്യങ്ങൾ തീർക്കാനാണ് ഓണർ താമസത്തിന് വരുന്നത്, അല്ലെ. നമ്മൾ എന്തിനാ ഒരു വീട്ടിൽ താമസിക്കാൻ പോകുന്ന? കുറെ കാര്യങ്ങൾ അവിടെ ചെയ്ത് തീർക്കണം, അല്ലേ. ജോലി ചെയ്യണം, മക്കളെ പഠിപ്പിക്കണം, പല പല കാര്യങ്ങൾ നേടണം, അവസാനം അവിടെ വിട്ടുപോകണം. അതുപോലെ നമ്മുടെ ശരീരത്തിലെ ചില കാര്യങ്ങൾ തീർക്കാൻ, പല ജന്മങ്ങളായിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കടങ്ങൾ തീർക്കാനാണ് ഇതിന്റെ ഓണർഷിപ്പ് ആർക്കാ? ജീവനാണ്, അല്ലെ. ജീവൻ ഈ ശരീരത്തെ തേടി വന്ന് ഇതിനകത്ത് ഇരിക്കുന്നത്. ജീവനാണ് ശരീരം സെലക്ട് ചെയ്യുന്നത്. ഇപ്പൊ കാരണം ജീവനെ ചുറ്റി, ആ ഒരു ശുദ്ധമായിരിക്കുന്ന ആത്മാവിനെ ചുറ്റി ഒരുപാട് അഴുക്കുകളുണ്ട്. അപ്പൊ ആത്മാവിനെ ശുദ്ധമാക്കണം, അതെല്ലാം കളയണം. ആത്മാവിന് ശുദ്ധത വേണം. കുറെ ജന്മങ്ങളിലൂടെ അങ്ങനെ പോവും, ആത്മാവിന് ഒന്നും ചെയ്യാൻ പറ്റില്ല. അത്രയ്ക്ക് കട്ടിയായിട്ടായിരിക്കും ആ ഒരു കർമ്മവാസനകൾ പൊതിഞ്ഞിരിക്കുന്നത്. അപ്പൊ അത് ഓരോ ജന്മങ്ങൾ എടുക്കുമ്പോഴും ഇത് കഴുകിക്കളഞ്ഞ് ശുദ്ധമാക്കണം. ജീവന് ശരീരത്തിൽ നിറയെ സഹായികൾ വെച്ചിട്ടുണ്ട്. ആരൊക്കെയാണ്? 50 പേരുണ്ട്. അവര് പഞ്ചകർമ്മേന്ദ്രിയങ്ങള്, പഞ്ചജ്ഞാനേന്ദ്രിയങ്ങള്, അന്ധകരണങ്ങൾ എല്ലാം ജീവന് ആത്മസാക്ഷാത്കാരം ലഭിക്കാനുള്ളതാണ്, അല്ലെ, ശുദ്ധമാക്കാനുള്ളതാണ്, കഴുകാനുള്ള ഡിറ്റർജന്റ് ആണ് അവരൊക്കെ. അവരിലൂടെയാണ് നമുക്ക് ശുദ്ധമാവാൻ പറ്റുന്നത്. അതുകൊണ്ടാണ് ലളിതാ സഹസ്രനാമത്തിൽ പറയുന്നത് മഹാവിദ്യ, ആത്മവിദ്യ, ശ്രീവിദ്യ, എല്ലാം വിദ്യാ തത്വങ്ങളെ കുറിച്ചാണ് പറയുന്നത്. മഹാവിദ്യയും ആത്മവിദ്യയും ചേർന്നതാണ് ശ്രീവിദ്യ എന്ന് പറയുന്ന മഹത്തത്വം. ശ്രീവിദ്യ ഏറ്റവും ഉയർന്ന ഉപാസനാ മാർഗം തന്നെയാണ്. അങ്ങനെ ജീവൻ തന്നെ കുറിച്ച് അറിയുന്നത് രഹസ്യം രണ്ടേ രണ്ടാണ്. ഒന്ന് ബ്രഹ്മം, അല്ലെ, ശബ്ദബ്രഹ്മം, ശബ്ദമില്ലാത്ത ബ്രഹ്മം. ഇനി അറിയാൻ പോകുന്നത് പര എന്ന് പറയുന്ന തത്വമാണ്. 3 തലങ്ങള്, സ്ഥൂലം, സൂക്ഷ്മം, പര. അപ്പൊ പര എന്നാൽ ശബ്ദം. ഓം ഇത്തേകാക്ഷരം ബ്രഹ്മം, ഇല്ലേ, പരബ്രഹ്മത്തെ ധ്വനി രൂപത്തിൽ ഉപാസിക്കുന്നതിനെയാണ് നമ്മൾ പര എന്ന് പറയുന്നത്. അപ്പൊ പരാശക്തി ഉപാസന എന്നൊക്കെ അതിന് പറയും. ഇപ്പൊ ഒരു ദേവീ നാമം പറയുക, അപ്പൊ ഇത് തന്നെ ബ്രഹ്മ ഉപാസന. ഇപ്പൊ ബ്രഹ്മം ശബ്ദരൂപേണ, അതുകൊണ്ടാണ് സ്വാത്മാനന്ദ ലവീഭൂത ബ്രഹ്മാദ്യാനന്ദ സന്തതി. ഇപ്പൊ പരാശക്തിയുടെ കുഞ്ഞുങ്ങള്, ആ ഒരു ബ്രഹ്മാദികള്, ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരൻ, സദാശിവൻ, അതിൽ നിന്നാണ് ഗണപതി, മുരുകൻ, ആ വെങ്കടാചലപതി, എല്ലാ ബ്രഹ്മത്തിൽ നിന്നാണ് ഉണ്ടായവരാണ്. അപ്പൊ അതിൽ നിന്നുണ്ടായവര് സപ്തർഷികള്, അതിൽ നിന്ന് മഹർഷിമാര്, അതിൽ നിന്നുണ്ടായവരെല്ലാം നമ്മള്, അല്ലെ. ഇപ്പൊ കൗശികൻ, വിശ്വാമിത്രൻ തുടങ്ങിയവരെല്ലാം, എല്ലാ ഗോത്രങ്ങള് ഒരു മഹർഷിയിൽ നിന്നാണ്. മഹർഷികള് ഋഷികളിൽ നിന്ന്, ഋഷികള് ദേവതകളിൽ നിന്ന്, അങ്ങനെ അവരെല്ലാം ബ്രഹ്മാദികളിൽ നിന്ന്, എല്ലാം മൂലപ്രകൃതിയായിരിക്കുന്ന പരാശക്തിയിൽ നിന്ന്. പര പ്രത്യക്ഷിതീരൂപ മധ്യമ വൈഖരി പശ്യന്തി പരദേവത, അല്ലെ, പരദേവതായേ നമ. അപ്പൊ ധർമ്മം, വിദ്യ, ഇതെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം. ഇവർക്ക് 14 വീടുകള്, അവിദ്യയിൽ നിന്ന് വിദ്യ തിരഞ്ഞെടുക്കണം. ഇവരില് ആ ഒരു വെണ്ണയും നെയ്യുമുണ്ട്, അത് കടഞ്ഞെടുക്കണം. അതുപോലെ തന്നെ വിദ്യ അവിദ്യയായിട്ടിരിക്കുന്നു. അപ്പൊ അന്ധകരണങ്ങള് സാത്വികമാണ്, പഞ്ചഭൂതങ്ങള്, ഓരോ ദശേന്ദ്രിയങ്ങള് എല്ലാറ്റിന്റെയും ശരിക്കും പറഞ്ഞാല് സത്വഗുണമാണ്, നമ്മുടെ വാസനകളാണ് അതിനെ അശുദ്ധമാക്കുന്നത്. ഒരു മരത്തിലെ ചില്ലകള്, പക്ഷികള്, ജീവികള് എല്ലാം ഉണ്ടെങ്കിലും പഴങ്ങള് ചിലയിടത്ത് മാത്രമേ ഉള്ളൂ, ഇല്ലേ, അത് കണ്ടെടുക്കണം. വിദ്യാധർമ്മം 14 ഇടങ്ങളിലുണ്ട്. പുരാണങ്ങള് 18, ആ ഒരു മീമാംസ 6 ദർശനങ്ങള്, ആ പൂർവ മീമാംസ, ഉത്തരമീമാംസ, ധർമ്മശാസ്ത്രം, ഉപവേദങ്ങള്, വേദാംഗങ്ങള്, ശിക്ഷ, കൽപ്പം, നിരുക്തം, ഛന്ദസ്, വ്യാകരണം, ജ്യോതിഷം, അങ്ങനെ 14 സ്ഥലങ്ങളിൽ ഇരിക്കുന്ന വിദ്യ, ഇല്ലേ. അപ്പൊ ധർമ്മത്തെ നമ്മൾ പഠിക്കണം, എന്നാലേ നമുക്ക് ആ ഒരു ബ്രഹ്മത്തെ 2 ഭാഗമായിട്ട് പിരിക്കാൻ സാധിക്കൂ. എന്തിനാണ് ആ ഒരു ബ്രഹ്മത്തിന് നാദ രൂപം കൊടുത്തിരിക്കുന്നത്? നമ്മുടെ ശബ്ദം പുറത്തു വരാൻ കാരണം ബ്രഹ്മശക്തിയാണ്, അല്ലെ.
ഇപ്പൊ കാരണബിന്ദു, കാര്യബിന്ദു. അപ്പോ അതുകൊണ്ടാണ് ജഡശക്തി, ജഡാത്മിക, പല ജഡശക്തികള് അതിനുള്ളില് ആ ഒരു എന്താ പറയാ ചൈതന്യം ഉള്ള അതില് ചൈതന്യം പ്രവേശിച്ച് പ്രകാശിക്കുകയാണ്. അപ്പൊ ഈ ഒരു എന്താ പറയാ ഈ ഒരു ബിന്ദുവിന് അതായത് ഈ ഓം എന്ന് പറയുന്ന ബിന്ദു അല്ല, അതിന് സ്പന്ദനമുണ്ട്. ഒരു ഗർഭത്തിലെ ആ ഒരു കരുവിനും സ്പന്ദനമുണ്ട് അല്ലെ. ആക്റ്റീവ്, ആ ഒരു ഇനാക്റ്റീവ് എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. ഇപ്പൊ ജീവൻ എന്ന ആത്മാവ് 7 മാസത്തിലാണ് പ്രവേശിക്കുന്നതെന്ന് പറയണു. പര എന്ന ശബ്ദരൂപത്തില് പരാശക്തിയെ കാണുകയാണ്. പ്രളയകാലത്തിലെല്ലാം ഒരു ചെറിയ പ്രാണി മുതല് എല്ലാം ഒന്നായിട്ട് ബ്രഹ്മാവില്, ആ ബ്രഹ്മാവ് വിഷ്ണു രുദ്രനില്, രുദ്രൻ സദാശിവനില്, സദാശിവൻ പരമശിവനില്, പരമശിവനും ശക്തിയും മൂലപ്രകൃതി വന്ന സർവവ്യാപിയായിരിക്കുന്ന ബ്രഹ്മസ്വരൂപമായിട്ടിരിക്കും. ഇത് നിർഗുണമാണ്, ശബ്ദമില്ല, സ്പന്ദമില്ലാതിരിക്കും. വീണ്ടും സൃഷ്ടികാലത്ത് വരുമ്പോൾ പരാശക്തി ഇവ എല്ലാറ്റിനെയും നിരീക്ഷിക്കും. സൃഷ്ടിയായിട്ടില്ല. ഇപ്പൊ മതി, ധൃതി അല്ലെ, ആ ഒരു എന്താ പറയാ ഒരു റോങ് പ്രൊഡക്ഷൻ, അത് ഡിനോസർ, ആ ഒരു വിഷമരങ്ങള്, പിന്നെയാണ് യഥാർത്ഥ സൃഷ്ടി ആരംഭിക്കുന്നത്. ഇപ്പൊ ഇച്ഛാശക്തി പ്രവർത്തിക്കും. ഒരു അച്ഛനും അമ്മയ്ക്കും മക്കളെ കൊണ്ട് എന്തൊക്കെയാണോ സ്വപ്നങ്ങൾ ഉണ്ടാകുന്നു, അതുപോലെ പരാശക്തിക്കും ഒരു വിഷ്വലൈസേഷൻ ഉണ്ട്. പിന്നെ ജ്ഞാനശക്തിയിലൂടെ സൃഷ്ടി ആരംഭിക്കുന്നു. ഈ ബ്രഹ്മാണ്ടത്തില് നിറയെ ജീവരാശികൾ ഉണ്ടായിരിക്കും. ഇപ്പൊ പരമാണു പരാത്പരായൈ നമ, സൂക്ഷ്മത്തിലും സൂക്ഷ്മമായിരിക്കുന്ന ജീവനുകളെ കൊണ്ടു നിറഞ്ഞ ആകാശ തത്വമാണ് ആദ്യം ഉണ്ടാകുന്നത്. ആദ്യം ഒരു ഭൂലോകം, അവിടെ മരം, ജലം എല്ലാം ഉൾക്കണ്ണിൽ കാണും. ഒരു മാതാപിതാക്കള് തങ്ങളുടെ കുഞ്ഞുങ്ങളെ ഏറ്റവും നന്നായിട്ട് വളർത്താൻ എന്തൊക്കെ ഇമാജിൻ ചെയ്യുന്നുവോ അതുപോലെ ദേവിയും തന്റെ മക്കൾക്ക് വേണ്ടി ആഗ്രഹിക്കും. നമുക്ക് പ്രിയപ്പെട്ടവൻ ഒരു പെട്ടിയിൽ പലതും ഇട്ട് വെക്കാറുണ്ട് അല്ലേ. അതുപോലെ ബ്രഹ്മാണ്ടത്തിൽ അനേക ജീവരാശികള് ഒരു മൈക്രോസ്കോപ്പ് വെച്ചാൽ കാണാൻ പറ്റില്ല. ആ ജീവരാശികൾ നിറഞ്ഞതാണ് ആകാശം. ഏറ്റവും കൂടുതൽ എന്താ പറയാ അടുപ്പം വെക്കുന്നത് ആകാശമാണ്. അപ്പൊ ആകാശം എന്നാൽ നെറ്റ്വർക്ക് ഓഫ് ആറ്റംസ് അല്ലെങ്കിൽ അണുക്കള്, അത് ലിമിറ്റ്ലെസ് ആണ്. നമ്മുടെ ശരീരം ഏറ്റവും കൂടുതൽ ആ ഒരു എക്സ്പോസ് ആകുന്നത് ആകാശം. ഇപ്പൊ 2 കാലുകൾ വയ്ക്കുന്നിടത്ത് മാത്രമാണ് ഭൂമി ഉള്ളത് ഇല്ലേ. മഹർഷികൾ ഭൂമിയിൽ ഫ്ലോട്ട് ചെയ്യാണ്. ഭൂമിയെ തൊട്ടാല് ആകർഷണം നമ്മെ വലിച്ചെടുക്കും. വായു 49 മരുത്തുക്കള് 7x7, വെള്ളം 7 ലിറ്റർ, ആ ഒരു പൃഥ്വി 70-80 കിലോഗ്രാം, ആകാശം മാത്രം ലിമിറ്റ്ലെസ്. അപ്പൊ തത് ത്വം അസി, ആകാശമാണ് പരബ്രഹ്മം. അപ്പൊ ആകാശം എന്ന് പറഞ്ഞാൽ നമ്മൾ കാണുന്നതല്ല, സ്പേസ്. അതിലാണ് നമ്മുടെ എന്താ പറയാ ശരിക്കും പറഞ്ഞ എക്സ്പോഷർ. അപ്പൊ ആകാശത്തിന് താഴെയാണ് പൃഥ്വി, നമ്മുടെ ശരീരമാണ് പിന്നെ ഉള്ളത്, ഓഷ്ടം, അധരം, അതിനുള്ളില് എല്ലാ ബ്രഹ്മാണ്ടങ്ങളെയും. ഇത് വിഷ്ണുമായ, അതുകൊണ്ടാണ് വിഷ്ണുമായ വിലാസിന്യെ നമ്മ പൃഥ്വി എന്നൊക്കെ നമ്മൾ പറയുന്നത്. പൃഥ്വിക്കും ആകാശത്തിനും ഇടയ്ക്കാണ് എല്ലാ കർമ്മങ്ങളും ഭാവനകളും എല്ലാം നടക്കുന്നത്. അപ്പൊ നമ്മുടെ ജീവനാണ് ശരീരത്തെക്കാൾ വലുത് ഇല്ലേ. അത് ആകാശ തത്വമാണ്. ഇപ്പൊ ശരീരം വെറും ഭൂമി തത്വമാണ്, അതിന് ലിമിറ്റ് ഉണ്ട്. ആകാശം എന്ന് പറയുന്നത് ലിമിറ്റ്ലെസ് ആണ് അല്ലെ. അപ്പൊ അതിലും ചെറുത് ജലം, അതിലും വലുത് വായു, അതിലും ചെറുത് അഗ്നി, അഗ്നിക്കും വായുവിനും ഇടയ്ക്ക് ആകാശം. അപ്പൊ വായു മൂലാധാരം മുതൽ സഹസ്രാരം വരെ ആ ഒരു എന്താ പറയാ അതിന്റെ കപ്പാസിറ്റി അനുസരിച്ച് വ്യാപിച്ചിരിക്കണു, അതിന് സഞ്ചരിച്ചു കൊണ്ടിരിക്കണു. അഗ്നി പല രൂപത്തില്, ജഡരാഗ്നി തുടങ്ങി പല വിധത്തിൽ നമ്മുടെ ഉള്ളിൽ ഇരിക്കണം. നവദ്വാരങ്ങളിൽ എപ്പോഴും ചൂട് കൂടുതലാണ്. ആകാശ തത്വത്തിലെ 2 ആറ്റംസിന്റെ ഇടയിലൂടെ വായു സഞ്ചരിക്കണു. അപ്പൊ വായുവും ബ്രഹ്മതത്വം. അപ്പൊ അതുകൊണ്ടാണ് നമസ്തേ വായു ത്വമേവ പ്രത്യക്ഷം ബ്രഹ്മാസ്തി എന്ന് പറയുന്നത്. അപ്പൊ ബ്രഹ്മമാണ് ഈശ്വരൻ അല്ലേ. ആ ഒരു എന്താ പറയാ ബ്രഹ്മം തന്നെയാണ് ഇവിടെ വന്നു പോകുന്നത്. അപ്പോൾ നമ്മുടെ ശരീരത്തിലെ ആക്ടിവിറ്റി എല്ലാം തന്നെ ബ്രഹ്മസ്വരൂപമാണ്. അങ്ങനെ ഏത് കൽപ്പത്തിലും ഈ 5 തത്വങ്ങൾ നിലനിൽക്കും. അപ്പൊ ദേവി ഇതിൽ നിന്നൊക്കെ കുറച്ചെടുത്ത് സൃഷ്ടി ആരംഭിക്കും. സൃഷ്ടിക്ക് മുൻപ് ഒരു പെട്ടിയുണ്ട്. ഈ പെട്ടിയിലാണ് എല്ലാ ജീവനുകളെയും കർമ്മവാസനയോടെ ഇട്ടു വച്ചിരിക്കുന്നതെന്ന് പറയാറുണ്ട്. ഈ പെട്ടി തന്റെ നാസാഭരണമാണ് മൂക്കൂത്തിയിൽ വച്ചിരിക്കുന്നു അല്ലെ. ഈ പെട്ടിയുടെ ഉള്ളിലെ ജീവൻ ഈ പെട്ടി തുറന്ന് ജീവൻ വെളിയിൽ വന്നാല് കർമ്മവുമായിട്ട് ചേരുന്നു. കർമ്മം എന്നാൽ അഴുക്ക് അല്ലെ, മോയ്സ്ചർ. ഏത് കർമ്മവും വന്നു ചേരും. ഇപ്പൊ ലൈറ്റിൽ വരുന്നതും എന്താ പറയാ കർമ്മങ്ങൾ വന്നു ചേരും. ദേവിക്ക് ആ ഒരു ഉന്മേഷ നിമിഷോത്പന്ന വിപന്ന ഭുവനാവലി. നമ്മുടെ സമയം ശരീരബന്ധിതാണ്, ദേവിക്ക് ടൈം ആൻഡ് സ്പേസ് ഇല്ലാത്തതാണ് അല്ലെ. ഇപ്പൊ നോർത്ത് ഇന്ത്യയില് ആ ഒരു മൂക്കൂത്തി പേടകം എന്ന് പറയാറുണ്ട് ഇതിന്. അപ്പൊ അങ്ങനെ ആകാശത്തിനും ഭൂമിക്കും ഇടയ്ക്ക് കർമ്മബന്ധങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും.
ഓരോ സെക്കൻഡില് ലൈറ്റ് ആ ഒരു ലൈറ്റ് ടൈം ഇല്ലേ, ഇതിലൂടെ കർമ്മം വന്നുകൊണ്ടിരിക്കും. പ്രപഞ്ചം മുഴുവനും ആ ഒരു കർമ്മ വിന, അതായത് നമ്മൾ ചെയ്ത കർമ്മങ്ങൾ എല്ലാം ഇങ്ങനെ ഫ്ലോട്ട് ചെയ്തുകൊണ്ടേയിരിക്കും. അത് മാറാനായിട്ട് മനുഷ്യന് കഴിയില്ല. അത് സത്സംഗത്തിലൂടെ നാമജപത്തിലൂടെ ഒക്കെ നമുക്ക് ഇത് ഇല്ലാതാക്കാം. ചില വൃക്ഷങ്ങൾ സഹായിക്കും. ബില്വപത്രം, ബില്വവൃക്ഷം, ദർശനം ബില്വപത്രശ്ച സ്പർശനം പാപനാശനം അഘോര പാപ സംഹാരം ഏക ബില്വം ശിവാർപ്പണം ഇല്ലേ. ആ ഒരു അഘോര പാപങ്ങൾ പോലും ആ ഒരു തൃണനേരത്തില് ബില്വ സ്പർശനം ഇല്ലാതാക്കുന്ന പറയുന്നുണ്ട്. അതുപോലെ തുളസി, വെറ്റില എല്ലാം തന്നെ നമുക്ക് ആ ഒരു കഠിനമായിരിക്കുന്ന ദോഷങ്ങളെ ഇല്ലാതാക്കുന്നതാണ്. അപ്പം ആ ഒരു മാടുകള്, അശ്വങ്ങൾ ഇവയെല്ലാം ദോഷങ്ങള് ആവാഹിക്കുന്നവയാണ്. 84 ലക്ഷം ജീവരാശികളെ ഉണ്ടാക്കിയത് ഈ 21 ലക്ഷം ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ദേവിക്ക് കരുണാമൃത സാഗരായൈ നമഃ. നമുക്കെല്ലാം തരുന്ന മഹത്തത്വം എന്ന് പറയുന്നത് ദേവിയാണ്. അപ്പൊ ഈ ആത്മാക്കള് പുറത്തു വന്ന് ഓരോ ശരീരം തേടി നടക്കും. ആ ഒരു സന്ധ്യ സമയത്ത് കുങ്കുമം ചന്ദനം പൂശി നമ്മൾ നാമസ്മരണയോടെ ഇരിക്കണം. ധാരാളം ആ ഒരു വിഷങ്ങള് പ്രവഹിക്കുന്ന സമയമാണിത്. രക്ഷാകരി, രാക്ഷസഖന്നി, രാമ, രമണ, ലംബട ദേവി മന്ത്രങ്ങള് നമുക്ക് രക്ഷ തരുന്നു അല്ലെ. നവദ്വാരങ്ങളിലൂടെയും ചിലപ്പോൾ അകത്ത് പ്രവേശിക്കാം. നമ്മുടെ കർമ്മവാസനയോട് ചേർന്ന് അത് എന്താ പറയാ മാറ്റർ ആയിട്ട് ശരീരം തേടും. വായിലൂടെ ആ ഒരു മുക്തിയൊക്കെ നമുക്ക് മുക്തിയിലൂടെയൊക്കെ നമുക്ക് കാണാൻ പറ്റും. കാരണം ബ്രഹ്മസ്വരൂപമായിരിക്കുന്ന മഹാശക്തി പ്രളയത്തിന് ശേഷം വെളിയിൽ വരും. സൃഷ്ടിക്ക് ആ ഒരു യോഗ്യത ഉള്ളവ ഓരോ ജീവിയുമായിട്ട് പുറത്തു വരുന്നു. ബ്രഹ്മത്തില് വ്യക്തം അവ്യക്തം എന്നിങ്ങനെ 2 ഫോഴ്സസ് ഉണ്ട്. ശബ്ദബ്രഹ്മം, നമ്മള് പരാപശ്യന്തി, മധ്യമ, വൈഖരി 4 വാക്സ്ഥാനങ്ങള്, മൂലാധാരം, പരാവാക്ക്, പശ്യന്തി, അനാഹതം, മധ്യമ, ബുദ്ധി, ആ ഒരു തിരസ്കരണി, ഐക്യം. വൈഖരി എന്ന് പറയുന്നത് വിശുദ്ധി. മൂലാധാര പത്മത്തില്, അകുള പത്മത്തിൽ ഒരു സ്പന്ദനം ഉണ്ടായിരിക്കും എപ്പോഴും. പ്രാണശക്തിയാണ് ഇത് ഉണ്ടാക്കുന്നത്. മൂലാധാര പത്മത്തിലാണ് പ്രാണശക്തി ഇരിക്കുന്നത്. അവിടെ നിന്ന് അനാഹതത്തിലെത്തി ബുദ്ധിയുമായിട്ട് ചേർന്ന വിശുദ്ധിയില് അത് വൈഖരിയായിട്ട് മാറുന്നു. ബ്രഹ്മത്തിന്റെ ഈ അവ്യക്ത സ്വഭാവം ഉള്ളില് പുറത്തു വരുമ്പോ ആ വാച്യ ബ്രഹ്മം ഫസ്റ്റ് നമ്മൾ കണ്ടു പര അല്ലെ. നമ്മുടെ ശരീരത്തിലുള്ള ശബ്ദം മൂലാധാരത്തില് ഓം എന്ന ശബ്ദം വാചികം, മാനസികം എന്നിങ്ങനെ വേണമെങ്കിൽ നമുക്ക് ജപിക്കാം. അകാരം, ഉകാരം, മകാരം, ഊം എന്ന ആ ഒരു വൈബ്രേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും ഉള്ളില്. വിശുദ്ധി എന്ന് പറയുന്നത് എന്താ, ആ ഒരു ക്ലാരിഫൈഡ് സ്റ്റേറ്റ് ആണ്. ഇപ്പൊ സ്പഷ്ടമായിട്ട് പ്രപഞ്ചത്തെ കാണാം. ഇപ്പൊ കുണ്ടലിനി വിശുദ്ധിയിൽ എത്തുമ്പോൾ 3.5 ചുറ്റുള്ള കുണ്ടലിനി അരച്ചുറ്റ് എഴുന്നേൽക്കുന്നതാണ്. 2 പശ്യന്തി, 4 വശവും കാണുന്നത്. എവിടെ നിന്ന് വന്നു എന്ന് ചുറ്റും നോക്കും, മനസ്സിനെ കാണും, നേരെ അനാഹതത്തിലെത്തും. ബുദ്ധി പറയണം, ഉടൻ ബുദ്ധിക്ക് ഇൻസ്ട്രക്ഷൻ കൊടുക്കും. അങ്ങനെ വിശുദ്ധിയിലെ 16 പത്മങ്ങളുള്ള വീലുകളുള്ള ചക്രത്തിലെത്തും. അങ്ങനെ ശബ്ദം പുറത്തു വരും. എത്ര പ്രോസസ്സാണ് ഒരു ശബ്ദം പുറത്തു വരുന്നത് നമ്മൾ ചിന്തിക്കണം. അപ്പൊ പരാശക്തി അല്ലേ, ശരിക്കും പറഞ്ഞാല് ആ ഒരു ഏറ്റവും ഒരു അഹത്തിനേക്കാളും ഉയർന്ന ശക്തി അല്ലെ, ഗ്രേറ്റസ്റ്റ് എന്നൊക്കെ പറയാം. വായുവാണ് ഇത് ചെയ്യുന്നത്. വായുവാണ് നമ്മൾ ഏറ്റവും നമ്മുടെ അടുത്തുള്ള ബ്രഹ്മം എന്ന് പറയുന്നത്. ഊർധ്വരൂപത്തിലാണ് വായു കൊണ്ടുപോകുന്നത്. നാം ആ ഒരു ശ്വാസോച്ഛ്വാസം ചെയ്യുമ്പോൾ നമ്മൾ അജപ ഗായത്രിയാണ് ജപിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ബ്രഹ്മോപാസന എന്ന് പറഞ്ഞാൽ എന്താ, അഹം ബ്രഹ്മാസ്മി, സോഹം ഹംസ. അപ്പൊ കാരണബിന്ദുവിൽ നിന്ന് കാര്യബിന്ദു, അതിൽ നിന്ന് നാദം, ബീജം. ഈ നാദവും ബീജവും ഒന്നിക്കുമ്പോൾ സൃഷ്ടി ഉണ്ടാകണം. അപ്പൊ അവ്യക്ത സ്വരൂപമായിരിക്കുന്ന ബ്രഹ്മം പ്രത്യക്ഷ സ്വരൂപമായിട്ട് തെളിയും. ആ എന്നാൽ ബ്രഹ്മം അമ്മ. അപ്പൊ ശരിക്കും പറഞ്ഞ അമ്മയെ മതിക്കുമ്പോൾ വാ ആ എന്നാണ്, വാ തുറന്നാണ് അല്ലെ നമ്മൾ പറയുന്നത്. ഞാൻ ബ്രഹ്മമായി എന്ന് പറയുന്നത്. ജനിക്കുമ്പോൾ മുതൽ മരിക്കുന്നവരെ നമ്മൾ ബ്രഹ്മത്തെയാണ് ഉപാസിക്കുന്നത്. ആ ബ്രഹ്മകീട ജനനിയായിരിക്കുന്ന ദേവിയാണ് നമ്മൾ അറിയാൻ പോകുന്നത്. ഇങ്ങനെ തന്നെക്കുറിച്ചും തന്റെ ശരീരത്തിലെ ശക്തിയെക്കുറിച്ചും അറിയുന്നവരും പറഞ്ഞു തരുന്നവരുമായിട്ട് നമ്മൾ ബന്ധം വയ്ക്കണം ഇല്ലേ. അപ്പൊ ആ ഒരു നമ്മുടെ എല്ലാവരുടെയും മാനസ സരസിലെ ഹംസമായിട്ട് അല്ലെ, ഭക്തമാനസ ഹംസിക, പരാശക്തി നീന്തി തുടിക്കും. ഭക്തമാനസ ഹംസികായെ നമ എന്ന് പറയുന്നത് ഏറ്റവും ഉയർന്ന ഒരു നാമമാണ്. നമ്മൾ അതിനെക്കുറിച്ച് വളരെ വിശദമായിട്ട് നമ്മുടെ ഈ ചാനലിൽ കിടപ്പുണ്ട്. ദേവി കദംബവന വാസിനിയാണ്. കദംബവനം എന്നാല് മനസ്സെന്ന് പറയുന്ന വാസനാരൂപം. നല്ല ചിന്തയാകുന്ന വാസനയുണ്ടെങ്കിൽ ആ വീട്ടിനുള്ളിൽ ദേവി സന്തോഷമായിട്ടിരിക്കും. ആ ഒരു സന്ദേഹ ശക്തിയെ മാറ്റി
സന്ദേഹമില്ലാത്ത മഹാശക്തിയായിട്ട് മാറ്റണം നമ്മൾ, അല്ലേ? ഓരോ ഭക്തനും ഇതറിഞ്ഞ് ലളിതാ സഹസ്രനാമം പഠിക്കുമ്പോൾ അവന് മുക്തി നിശ്ചയമായിട്ട് ലഭിക്കും. അങ്ങനെ ആ ഒരു വായുവിന്റെ ജപം ശബ്ദം എന്ന വായുവിന്റെ സഹായം കൊണ്ട് മൂലാധാരത്തിലെ പരാശക്തിയെ, ആ ഒരു ശുദ്ധ ബ്രഹ്മത്തെ മണിപൂരകത്തിലൂടെ അനാഹതത്തിൽ എത്തിക്കണം. അത് മനസ്സ് പശ്യന്തി ബുദ്ധിയുമായിട്ട് ചേർന്ന് ആ ഒരു മധ്യമയായിട്ട് വായുവിലൂടെ വിശുദ്ധിയായിട്ട് വൈഖരിയായിട്ട് അങ്ങനെ അവ്യക്ത ബ്രഹ്മം വ്യക്തബ്രഹ്മമായിട്ട് മാറുന്നു. അപ്പൊ നമ്മൾ ശരിക്കും പറഞ്ഞാല് ഇതെല്ലാം നമ്മൾ കണ്ടത് എന്താ? നമ്മുടെ ചുറ്റിലും കാണുന്നത് ദേവിയുടെ നാമരൂപങ്ങളാണ്, അല്ലേ? ദേവിയുടെ നെയിം ആൻഡ് ഫോം. എല്ലാത്തിനും 5 തത്വങ്ങളുണ്ട്. അസ്ഥി എന്ന് പറഞ്ഞാൽ ആ ഒരു നോളജ് ഓഫ് സെൽഫ്. ഭാതി എന്ന് പറഞ്ഞാല് ആ ഒരു ശരിക്കും പറഞ്ഞാൽ അതിന്റെ ബേസ് അറിഞ്ഞു, അല്ലേ? ഭാതി എന്ന് പറഞ്ഞാല് ആ ഒരു എന്താ പറയാ തിളങ്ങുന്നത്. ഇപ്പൊ പ്രേമം, മൂന്നാമത്തത് പ്രേമമാണ്, സ്നേഹം അല്ലെങ്കിൽ ലവ്. നാമം എന്ന് പറഞ്ഞാൽ നെയിം അല്ലെങ്കിൽ ഫോം, രൂപം. അപ്പൊ ഇതെല്ലാം തന്നെ ശരിക്കും ഇതെല്ലാം മനസ്സിലാക്കുന്ന ഒരു വ്യക്തി, അല്ലേ? ദോസ് ഹു നോ ദെയർ ബോഡി. ഇതെല്ലാം മനസ്സിലാക്കുമ്പോൾ എന്താ? നമ്മുടെ ശരീരത്തിനെയാണ് നമ്മൾ അറിയുന്നത്, അല്ലെ? ദ ഇന്നർമോസ്റ്റ് പ്രിൻസിപ്പിൾസ് ആൻഡ് ലീഡ് ടു മോക്ഷ. ഇതെല്ലാം അറിയുന്ന ഒരു വ്യക്തി നമ്മുടെ ശരീരത്തിന്റെ ബാഹ്യമായിരിക്കുന്ന, ഇനിയിപ്പോ നമ്മൾ അമേരിക്ക കണ്ടില്ല, ഓസ്ട്രേലിയ, അന്റാർട്ടിക്ക ഒന്നും കണ്ടില്ല എന്ന് പറഞ്ഞ് നമ്മൾ വിഷമിക്കണ്ട. അവനവന്റെ ശരീരം അറിഞ്ഞാല്, ശരീരത്തിന്റെ ഉള്ളിലെ തത്വങ്ങളെ അറിഞ്ഞാല് ഇത് തന്നെയാണ് മോക്ഷം എന്ന് പറയുന്നത്. അതിനുവേണ്ടി വേറെ ഒരു സാധനയും ചെയ്യേണ്ട ആവശ്യമില്ല. ആ അമ്മയെ അറിഞ്ഞാൽ മാത്രം മതി, അല്ലേ? ആ ഒരു അതിനെ ഇന്ററാക്ട് ചെയ്യണം. നമ്മൾ അമ്മയുമായിട്ട് നമ്മുടെ ഇന്ററാക്ഷൻ, പരാശക്തിയുമായിട്ട്, നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആ ഒരു ശക്തിയുമായിട്ട്, നമ്മുടെ അമ്മയുമായിട്ട് ബന്ധം സ്ഥാപിച്ചില്ലെങ്കിൽ നമുക്ക് പുറത്തുള്ള ബന്ധങ്ങളെല്ലാം നിഷ്ഫലമായിട്ട് തീരുന്നു കാണാം. അത് ആ സമയത്താണ് മരണം എന്ന് പറയുന്നത്, അല്ലെ? ശരീരം വിട്ടുപോകും. അമ്മയ്ക്ക് ഈ ശരീരത്തിൽ ഇരുന്ന് മതിയാവുമ്പോ ഈ ശരീരത്തെ ഉപേക്ഷിച്ച് അമ്മ പോവും, ഇല്ലേ? ശരിക്കും പറഞ്ഞാൽ അമ്മ നമ്മളുമായിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഉള്ളിലിരുന്ന്. ആ കളിയിൽ നമ്മൾ പങ്കാളികളാവണം. അമ്മ നമുക്ക് വേണ്ടി, ഞാനെന്ന് പറയുന്ന ഏകമായിരിക്കുന്ന വ്യക്തിക്ക് വേണ്ടിയാണ് നമ്മുടെ ഉള്ളിലിരിക്കുന്നത്. നമ്മൾ മറന്നു പോകരുത്. നമ്മൾ കൂട്ടുകൂടുന്നത് ബാഹ്യ വ്യക്തികളുമായിട്ടില്ലേ? അമ്മയ്ക്ക് കൂട്ടാര്? അമ്മയ്ക്ക് കൂട്ട മക്കളാണ്, അല്ലേ? നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഉള്ളിലിരിക്കുന്ന, നമ്മുടെ ഹൃദയ പത്മത്തിലിരിക്കുന്ന പരാശക്തിക്ക് ശരണാഗതി ചെയ്യണം. അമ്മയുമായിട്ട് സംസാരിക്കണം, അമ്മയ്ക്കെല്ലാം കൊടുക്കണം, അമ്മയെ അറിയണം, അല്ലേ? അമ്മയുമായിട്ട് ഇരിക്കണം. രാത്രി ഉറങ്ങുമ്പോൾ ആ പരയായിരിക്കുന്ന ദേവിയുടെ മടിയില്, ജഗദംബികയുടെ മടിയിൽ കിടന്ന് ഉറങ്ങണം. ഇതാണ് ശരിക്കും ഒരു യഥാർത്ഥമായിരിക്കുന്ന ഒരു ഭക്തൻ, ഒരു ഉപാസകൻ ചെയ്യേണ്ടത്. അങ്ങനെയുള്ളവര് ഉപാസന ഉപാസന എന്ന് പറയുന്ന അന്ത്യമില്ല, അല്ലേ? ആരംഭമാണ്. ആ പരാശക്തിയുടെ ശ്രീപുരത്തില്, ചിന്താമണി ഗ്രഹത്തില് ആ ഒരു സുധാ സിന്ധുവിൽ എത്തിച്ചേരും എന്നുള്ളതിന് ഒരു സംശയവും ഇല്ല. ഈ സംശയമില്ലാതെ നമ്മള് ദേവിയെ ഉപാസിച്ച് പൂർണ്ണ ശരണാഗതി ചെയ്താല് ദേവി നമ്മളെ അവിടെ എത്തിക്കും. എല്ലാം ആ പാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്കിതിവിടെ നിർത്താം. ഭക്തിം ഭാഗ്യം യശജ്ഞാതിം വിദ്യാബുദ്ധിം ശ്രീയമ്പലം ആയുഷ്യം മുക്തി ആരോഗ്യം ദേഹിമേ പരമേശ്വരി എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കിവിടെ നിർത്താം. എല്ലാവർക്കും ശ്രീമാത്രേ നമഃ.